പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സെഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായ സ്തോത്രം. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ കുറവശങ്ങൾ ക്ഷമിക്കണം. കർത്താവേ, ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ പ്രിയ മകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് ആത്മീക ബലത്തിന് കാരണമായി തീരണം. അനേകർ ഈ വീഡിയോ കാണുമല്ലോ കർത്താവേ, ഓരോരുത്തരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലൊക്കെ വൻകാര്യങ്ങൾ നിശ്ചയാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുന്നു. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആസ്വാദ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം. സകലമാനവും മഹത്വത്തോടത്തേക്ക് യേശു മൂലതാഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് UK നിന്ന് പ്രിയ സിസ്റ്റർ ലിസി ജോയാണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. UK ഏത് സ്ഥലത്താ? ഞങ്ങളിവിടെ ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലത്താ. ഓക്കെ ഓക്കെ. സിസ്റ്റർ, ന്യൂയോർക്ക് പിന്നെ ശരിക്കും അത് സ്കോട്ട്ലൻഡ് ആണോ അതോ? അല്ല, ഇത് ന്യൂയോർക്ക്. ഞങ്ങൾ ഈസ്റ്റ് മിഡ്ലാൻഡില്ല, ഞങ്ങൾ ഇത് നോട്ടിംഗ്ഹാം ഷെയർ എന്ന് പറഞ്ഞ സ്ഥലം. സ്കോട്ട്ലാൻഡ് ഇവിടുന്ന് ഒരു 5 hours ജേർണിയാണ്. അതായത് നിങ്ങൾ ഇംഗ്ലണ്ടിൽ തന്നെയാ അല്ലേ? ഞങ്ങൾ ഇംഗ്ലണ്ടിലാ. അതെ, ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം ഷെയറിലെ ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം നമ്മുടെ ബിജു ബ്രദർ ആ നമ്പർ തന്നത്. അപ്പോൾ ബിജു ബ്രദർക്ക് സ്കോട്ട്ലൻഡിലാണല്ലോ. അപ്പം നിങ്ങളെല്ലാം ഒരു സ്ഥലക്കാരാണോ എന്നൊരു സംശയം എനിക്ക് തോന്നാനിടയായിട്ടുണ്ട്. ഹോളിയായിട്ടുള്ള പരിചയമാണ്. ശരി. ഓ, കഴിഞ്ഞ ദിവസം സാക്ഷ്യം എന്നാൽ ഞാൻ അത് പറഞ്ഞതൊന്ന് തിരുത്തണം. കാരണം ബിജു ബ്രദർ നമ്പർ തന്നെന്ന് പറഞ്ഞാലും ഒരു 1.5 വർഷം മുമ്പ് പിന്നെ സിസ്റ്റർ സാക്ഷ്യം ചാനലിൽ പറയുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് എന്തോ നമുക്ക് തടസ്സമുണ്ടായിട്ട് എനിക്ക് 1.5 വർഷം മുമ്പല്ല കേട്ടോ, 2022 ജൂലൈയിലാണ് നമുക്കൊരു സെഷൻ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചിരുന്നത്. എന്നാൽ ആ സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നമുക്കൊരു സാവകാശം ലഭിച്ചത്. ദൈവത്തിൻ്റെ സമയം ഇതായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ 2 വർഷം കൂടെ കർത്താവിൻ്റെ മഹത്വം കാണാൻ കർത്താവ് സഹായിച്ച് അനേക സാക്ഷ്യങ്ങൾ ആഡ് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. അതെ, ഒത്തിരി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാനും പറ്റി. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താണെങ്കിലും ഒത്തിരി സന്തോഷമുണ്ട് നമുക്കിങ്ങനൊരു അവസരം ദൈവം നൽകിയതിൽ. കുടുംബകാര്യമൊക്കെ ഒന്ന് കേൾക്കാം. നാട്ടിൽ എവിടെയാ സ്ഥലം? ജനിച്ചു വളർന്നത്? സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഹസ്ബൻഡിൻ്റെ കുടുംബം, സിസ്റ്ററുടെ കുടുംബം. സിസ്റ്റർ കുടുംബം എന്ന് പറഞ്ഞാൽ തലമുറയെക്കുറിച്ചൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാൻ പറ്റുമല്ലോ. ഓക്കെ പാസ്റ്ററെ. ഞാൻ ജനിച്ചു വളർന്നത് ഉഴൂരിനടുത്തുള്ള കൂടപ്പലം എന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ജ്ഞാനായ കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് മാതാവും പിതാവും, എനിക്ക് 8 മക്കളാണ് ഞങ്ങളുള്ളത്. അതിൽ എനിക്ക് 4 ചേച്ചിമാരും 3 ആങ്ങളമാരുമാണുള്ളത്. അതാണ് എൻ്റെ കുടുംബം. എന്നാൽ അവരിൽ നിന്നൊക്കെ എനിക്ക് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ ദൈവം എനിക്ക് മാത്രം ഭാഗ്യം തന്നു. ഇവിടെ എനിക്കുള്ളത് എൻ്റെ ഹസ്ബൻഡ് പേര് ജോയ് തോമസ്. പിന്നെ ഞങ്ങൾക്കൊരു മോളാണുള്ളത്. അവളിപ്പോൾ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ ഹസ്ബൻഡ് ബോൺ ആൻഡ് ബോട്ടപ്പ് ബാംഗ്ലൂരാണ്. അവരുടെ പപ്പായുടെ സ്ഥലമൊക്കെ കൊട്ടാരക്കരയാണ് നാട്ടിൽ. അമ്മയും അമ്മയുടെ കുടുംബം അവിടെ കുഞ്ഞിലേ അവിടെ പോയത്. അവരെല്ലാവരും അവിടെ, അമ്മയ്ക്ക് ആരും നാട്ടിലില്ല. അതുകൊണ്ട് അവരുടെ വീട്ടിൽ അവർ 6 മക്കളാണ്. 2 ആണുങ്ങളും 4 പെൺപിള്ളേരുമാണ്. പപ്പ ഈ ഭൂമിയിൽ നിന്ന് കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അമ്മ ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ കൂടാതെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ 2ാമത്തെ ചേച്ചിയും 2ാമത്തെ ആങ്ങളയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരിന്ന് ഈ ഭൂമിയിലില്ല. ശരി, ഇതാണ് ഞങ്ങളുടെ കുടുംബ ബാക്ക്ഗ്രൗണ്ട്. ശരി. ഒരു കനാനയ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ? നമ്മുടെ ഹസ്ബൻഡിന്റെ കുടുംബം പെന്തക്കോസ്ത് വിശ്വാസത്തിലായിരുന്നോ? അവര് പെന്തക്കോസ്തിന്റെ 3ാം തലമുറക്കാരാ. ശരി, ഓക്കെ. അപ്പം ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ സിസ്റ്ററിന് പറയാം കേട്ടോ. എങ്ങനെ വിശ്വാസത്തിൽ വന്നത്, ജീവിതത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങളൊക്കെ പറയാം. ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ് കേട്ടോ. ആദ്യം മുതലേ ഉള്ള അനുഭവങ്ങൾ പറയാം. കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ പാസ്റ്ററെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഞാൻ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സർവശക്തനായ എൻ്റെ ദൈവത്തിന് എല്ലാ മഹത്വവും മാനവും അർപ്പിക്കുന്നു. പിന്നെ 2021 മുതൽ ഞാൻ ഈ ആസാദി ടി വിയുടെ ഒരു പ്രേക്ഷകയാണ്. 2022 മുതൽ ഞാൻ ഈ ആസാദി ടി വിക്ക് വേണ്ടിയിട്ട്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും ഒരു ദിവസം പോലും മുടക്കം കൂടാതെ പ്രാർത്ഥിക്കുകയും കൂടാതെ എല്ലാ സാക്ഷ്യവും ഞാൻ കാണും. ഒരു സാക്ഷ്യം പോലും വിട്ട് കളയത്തില്ല. കൂടാതെ എനിക്കും ദൈവം നടത്തിയ ഒരു വഴികളെ വർണ്ണിക്കാനായിട്ട് ഒരവസരം ഇതിനു വേണ്ടി കിട്ടണമേ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 3 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത്. അതിനെനിക്ക് അവസരം തന്ന പ്രിയ പെനിപാസ്റ്റിനും സ്റ്റാൻഡിസിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ എൻ്റെ നമ്പർ തന്ന് സഹായിച്ച എൻ്റെ കൂട്ടുകാരത്തി സോളിക്കും ബിജുപദനും ഈ സമയത്ത് ഞാൻ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ക്നാനായ കത്തോലിക്ക കുടുംബത്തിൽ 8 മക്കളിൽ 7ാമത്തവളായി ഞാൻ വളർത്തപ്പെട്ടു. ഞങ്ങളുടെ കുടുംബത്തിൽ സാധാരണ എല്ലാ കത്തോലിക്ക കുടുംബത്തിലുള്ളതുപോലെ പ്രാർത്ഥനയും ആചാരങ്ങളും മാതാവിനോടുള്ള പ്രാർത്ഥനയും കൊന്തയും അങ്ങനെയെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടായിരുന്നു. ജപമാല പ്രാർത്ഥന അങ്ങനെയെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാല സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഉഴൂരെന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിവക സ്കൂളിലും കോളേജിലുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ഡിനോമിനേഷനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവില്ലായിരുന്നു. കൂടാതെ അവിടെ അടുത്തുള്ള സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് ലോകവിജ്ഞാനവും ഒത്തിരി കുറവായിരുന്നു. അങ്ങനെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അച്ഛൻ ഒരു മലഞ്ചരക്ക് കച്ചവടക്കാരനായിരുന്നു, അമ്മ ഒരു കൃഷിക്കാരത്തിയും. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു, എല്ലാ വക കന്നുകാലി മൃഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിലേ മുതൽ ഞങ്ങൾക്ക് വീട്ടിൽ ഭയങ്കര ജോലിയായി എപ്പോഴും, ഇങ്ങനെയുള്ള കൃഷികളും കന്നുകാലികളും എല്ലാം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് വീട്ടിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് എൻ്റെ ഗ്രാമീണരായ പേരൻസിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് അല്ലായിരുന്നു വിദ്യാഭ്യാസത്തിൽ. അവർ രണ്ടുപേരും, ഞങ്ങൾ 5 പെൺമക്കളായിരുന്നത് കൊണ്ട് അവർ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഈ പെൺമക്കളെ എല്ലാം വിവാഹം കഴിച്ച് അയക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും രാപകൽ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാം ഈ കഠിനാധ്വാനവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കെട്ടിച്ചുവിട്ട ചേച്ചിമാരുടെ വീട്ടിലെ ദുരിതങ്ങളൊക്കെ കണ്ടപ്പം ഞാൻ എപ്പോഴും ഓർക്കും, എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഓർക്കും, ഞാൻ ഒരു പഠിച്ച് മിടുക്കിയായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ആ ജോലി ചെയ്യുന്ന പൈസയും കൊണ്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാനായിട്ട്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഇതിന് ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല എന്ന് അങ്ങനെ ഓർത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം. എന്നാൽ എൻ്റെ വീട്ടിൽ അവർക്കാർക്കും പഠിപ്പിക്കാൻ അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞപ്പം ഡിഗ്രിക്ക് പോകാൻ അവർക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം അവരുടെ ചിന്താഗതി, ഞാൻ കൂടുതൽ പഠിച്ചാൽ കൂടുതൽ പഠിത്തമുള്ള ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുമ്പോൾ സ്ത്രീധനം കൂടുതൽ കൊടുക്കണമല്ലോ, അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ എങ്കിൽ ലോകസ്ഥാപനം മുമ്പേ ദൈവം എന്നെ കണ്ടു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ അറിഞ്ഞു. അതുകൊണ്ട് വീണ്ടും എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം കൃപ തന്നു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിക്ക് ചേരുമ്പം ഞാനാണെങ്കിൽ വീട്ടിൽ എല്ലാ പണികളും കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. തിരിച്ച് വന്നിട്ടും അത്രയും പണികളാണ്. അതുപോലെ അവിടുത്തെ പുസ്തകങ്ങളൊക്കെ ഞാൻ മേടിച്ച് അവിടുത്തെ ലൈബ്രറിയിൽ ഞാൻ പുസ്തകങ്ങൾ എടുക്കും. അത് എടുത്തിട്ട് ഡേറ്റ് കഴിയുമ്പോൾ തിരിച്ചു കൊടുത്തിട്ട് ആ പുസ്തകം തന്നെ തിരിച്ച് വാങ്ങിച്ച് വീണ്ടും പഠിക്കും. അങ്ങനെ പുസ്തകത്തൊക്കെ ഭയങ്കര വിലയാണ്. വീട്ടിൽ പറഞ്ഞാൽ പിന്നെ കോളേജിൽ പോകണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ അങ്ങനെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരണത്തിലേക്ക് വന്നു. 3rd ഇയർ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു വെപ്രാളവും പ്രയാസമൊക്കെ ആയി. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ PGക്ക് പോകണമെങ്കിൽ ദൂരെ പോകണം. അപ്പോൾ എനിക്കതൊരു സ്വപ്നം മാത്രം. എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ല, അതിന് ഫീസ് തരത്തില്ല, അങ്ങനെയൊന്നും ഒരു സാഹചര്യങ്ങളും ഇല്ല. അപ്പം ഞാൻ അവിടെ വേറെ ജോലികൾക്കൊക്കെ ആപ്ലിക്കേഷൻ അയച്ചു. അങ്ങനെ എനിക്ക് പോലീസ് സേനയിൽ ഒരു ജോലിയുണ്ട്. എനിക്ക് സെലക്ഷനായി. PSC ടെസ്റ്റ് എഴുതി മദ്രാസിൽ പോയി. ഞാൻ ടെസ്റ്റും ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. എനിക്ക് ഇൻ്റർവ്യൂവിന് കഴിഞ്ഞു. കായിക മത്സരത്തിനെല്ലാം ഞാൻ പാസ്സായി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അപ്പോയിൻമെൻറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും അവിടുത്തെ ബ്രൈബ്സും ഒക്കെ മുഖാന്തരം ഇന്ന് വരെയും എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അതൊന്നും അല്ലായിരുന്നു. പിന്നീട് ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി വേറെ ആയിരുന്നുകൊണ്ട് പിന്നീട് മനസ്സിലായി. അങ്ങനെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ സഹായത്താൽ എനിക്ക് കർണാടകത്തിലെ നേഴ്സിങ്ങിന് പോകാനായിട്ട് ദൈവം അവസരമൊരുക്കി. ആ കർണാടകത്തിലേക്ക് ഞാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിട്ട് മാറി.
അങ്ങനെ ഞാൻ അവിടെ നഴ്സിങ്ങിന് പോയി ജോയിൻ ചെയ്തു. പക്ഷേ വീട്ടിൽ ആർക്കും അങ്ങനത്തെ ദൂരേക്ക് വിടാനൊന്നും താല്പര്യമില്ലായിരുന്നു. എന്നാൽ അവിടെ പോയി ഞാൻ ജോയിൻ ചെയ്തു. കൂട്ടുകാരൊക്കെ ആയി, കുറച്ച് നാളുകളായി. അപ്പം കൂട്ടുകാരൊക്കെ ഒത്ത് ഞങ്ങളിങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പം അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിന് ഒത്തിരി ഡിനോമിനേഷൻസ് ഉണ്ടെന്നും. കാരണം അവരൊക്കെ എല്ലാവരും ജ്ഞാനായ കത്തോലിക്കരല്ല. അപ്പം അന്ന് വരെയുള്ള എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ജ്ഞാനായ സമൂഹത്തിൽ കോട്ടയം ഡയസിസും പാലാ ഡയസിസും അങ്ങനെ 2 ഡയസിസ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, അങ്ങനെ എനിക്ക് അറിയാവുള്ളൂ. അപ്പോൾ അവരിൽ നിന്നാണ് ഞാൻ കൂടുതൽ ഡിനോമിനേഷൻസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പം ഞങ്ങളുടെ കൂടെ ജൂനിയറായിട്ടുള്ള ഒരു മോളുണ്ടായിരുന്നു. അവൾ ഭയങ്കരമായിട്ടും മറ്റുള്ളവരിൽ നിന്നെല്ലാം ഭയങ്കര വ്യത്യസ്തയായിരുന്നു. അവളുടെ സ്വഭാവത്തിൽ, വസ്ത്രധാരണയിൽ, അങ്ങനെ എല്ലാം വളരെ സൗമ്യതയുള്ളൊരു കൊച്ചായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് അവളെക്കുറിച്ച് അന്വേഷിച്ചു. അന്നേരമാണ് അവരെന്നോട് പറയുന്നത്, നിനക്കറിയത്തില്ലേ അവൾ പെന്തക്കോസ്തുകാരത്തിയാന്ന്. അപ്പം എനിക്ക് പെന്തക്കോസ്തിനെ കുറിച്ച് എനിക്ക് അറിയത്തേയില്ല, ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല അന്ന് വരെ. ഒരുപക്ഷെ നിങ്ങൾ ബിലീവ് ചെയ്തില്ലായിരിക്കും, 89-ലെ കാര്യം ഞാൻ ഈ പറയുന്നത്. പക്ഷേങ്കിൽ അങ്ങനെ ഞാൻ ആ കൊച്ചിനെ അപ്പം ഞാൻ ചോദിച്ചു പെന്തക്കോസ്ത് എന്നാന്നൊക്കെ. അപ്പോൾ അവരെനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു വിവരണം തന്നു. പക്ഷേ എനിക്കതൊന്നും ബിലീവ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ അവളിലൂടെയും അവളുടെ ബ്രദറിലൂടെയാണ് പിന്നീട് ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടിയത്. അങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം, നഴ്സിംഗ് വിദ്യാഭ്യാസം അവിടെ പൂർത്തിയാക്കി ബാംഗ്ലൂരിലേക്ക് വന്നു. അതെല്ലാം അച്ഛൻ അപ്പോഴത്തേക്കും ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തന്നെ സൗദി അറേബ്യക്ക് പോയായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ബാംഗ്ലൂർ വന്ന് ഇവരുടെ സഹായത്തോടെയാണ് അവിടെ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി. അവിടെ ജോയിൻ ചെയ്തു. പക്ഷേ ബാംഗ്ലൂരിലേക്ക് ഞാൻ കടന്നു വന്നപ്പം എനിക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചു. അവിടെ ചർച്ചിൽ കടന്നു പോകാൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ. അവിടെ അച്ഛൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു ചർച്ചിൽ കൊണ്ടുപോകാനായിട്ട്. പിന്നെ അച്ഛൻ്റെ ഫാമിലി വരുമായിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ അവർ വന്ന് എപ്പോഴും. പക്ഷേങ്കിൽ ഷാൻറ്റിസ്റ്റർ ഞാനാണെങ്കിൽ ഞാൻ കത്തോലിക്കൽ ഒരു പരീക്ഷയായിരുന്നു. ഞാൻ ആ കത്തോലിക്ക വിശ്വാസത്തിൽ അടി ഉറച്ച് നിന്നു. അപ്പം ഞാനങ്ങനെ രാവിലെ എണീറ്റ് ഞായറാഴ്ചകളിൽ ഇംഗ്ലീഷ് ചർച്ചിൽ പോകും. എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് അവിടെ ഇംഗ്ലീഷ് പറയാനോ എടുക്കാനോ അവിടുത്തെ ചൊല്ലുകൾ ഒന്നും എനിക്കറിയില്ല. വെറുതെ ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു. പക്ഷെ അവരവിടെ എന്തെങ്കിലും കാണിക്കുന്നൊക്കെ കാണുമ്പം എനിക്ക് മനസ്സിലാകത്തേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നുമില്ല. ഞാൻ എന്നിട്ട് ഓൺലി തിങ് ഇവർ എന്നോട് വന്ന് നിർബന്ധിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ പോയെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പോകുന്നത്, ഇവരോട് മറുതലിച്ച് നിൽക്കാൻ വേണ്ടി ഞാൻ പോകുന്നതായിരുന്നു. അതായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷേങ്കിൽ ഒരു കാര്യം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, രക്ഷയെന്ന് പറയുന്നത് എപ്പോഴും സൗജന്യമാണ്. ദൈവം അത് സൗജന്യമായിട്ട് നമുക്ക് തരുന്നു. പക്ഷേ ആ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുമ്പം നമ്മളത് ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും അതിന്. അങ്ങനെ ഞാൻ വില കൊടുത്ത ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഞാൻ അവിടെ ആയിരിക്കും. അച്ഛനാണെങ്കിൽ അച്ഛൻ എനിക്ക് ലെറ്റർ എഴുതുമ്പോൾ എപ്പോഴും പറയും, മോനെ നീ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അവരുടെ എല്ലാവരുടെയും കൂടി പള്ളിയിൽ പോകണം, അല്ലാതെ നമ്മുടെ കല്യാണമൊന്നും നടക്കാൻ പറ്റില്ല. എപ്പോഴും അച്ഛൻ എഴുതുമ്പോൾ ഇങ്ങനെ ദൈവവചനങ്ങളാണ് എനിക്ക് എഴുതുന്നത് എപ്പോഴും അതിനെക്കുറിച്ചുള്ള. അപ്പോൾ ഞാൻ ഓർക്കും ഇതെന്താ എഴുത്താ ഇത്, അങ്ങനെ ഞാൻ ഓർക്കും. അങ്ങനെ കാരണം അതിനകത്തൊന്നും എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതല്ല. അതുകൊണ്ട് അങ്ങനെ അച്ഛനാണെങ്കിൽ നാട്ടിലേക്ക് കടന്നു വന്നു. ഞാൻ ഞാൻ ഇന്ത്യയിൽ 10 മാസം ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പം ആ സമയത്ത് അച്ഛൻ വന്നു, കല്യാണാലോചന ആയിട്ട് വീട്ടിൽ കടന്നുപോയി. പക്ഷേ ചെറുക്കന് പെന്തക്കോസ്തുകാരനായ കാരണം എൻ്റെ വീട്ടുകാർ ശക്തമായിട്ട് എതിർത്തു. ഒത്തിരി ശിക്ഷകളിലൂടെ ഞാൻ കടന്നുപോയി, ഒത്തിരി ശിക്ഷിച്ചു തന്നെ. അങ്ങനെ ഞാൻ വളരെ മനോവേദനയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് അവർ കല്യാണം നടത്തില്ല എന്ന് തീർച്ചയായിട്ടും പറഞ്ഞു. അങ്ങനെ അച്ഛൻ തിരിച്ച് സൗദിയിലേക്ക് കടന്നുപോയി. അപ്പം അങ്ങനെ ഞാൻ മനോവേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് ദൈവം ഒരു അവസരം തന്നു മാലദ്വീപ്സിലേക്ക് കടന്നു പോകാനായിട്ട്. അങ്ങനെ എനിക്ക് മാലദ്വീപ്സിൽ ജോലി കിട്ടി. ഞാൻ അവിടെ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് കൂട്ടുകാരൊക്കെ കിട്ടി. പിന്നെ അവിടെയാണെങ്കിൽ ചർച്ചുകളിൽ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി പ്രാർത്ഥനയ്ക്ക് പോവുകയും എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ റൂമിൽ ഞങ്ങൾ അങ്ങനെ ഞാൻ അല്പമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇല്ലെങ്കിൽ എല്ലാം പുസ്തകത്തിൽ ഞങ്ങൾ നോക്കി വായിക്കുന്ന പ്രാർത്ഥനകളല്ലേ, അപ്പം അല്പമായിട്ടൊക്കെ പഠിക്കും. എങ്കിലും ഞാൻ ഇത് ദൈവസന്നിധിയിലേക്ക് ഒരു ആഴമായിട്ടുള്ള ഒന്നും ആയിട്ടില്ല എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പം ഞാനിങ്ങനെ ഞങ്ങളുടേതായ രീതിയിൽ എന്നും ഞാൻ എപ്പോഴും ഉപവസിക്കും. ഞാൻ എൻ്റെ വീട്ടുകാരുടെ മനസ്സൊന്ന് മാറാനും വേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ അച്ഛൻ അവിടെയാണേലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും, അച്ഛൻ്റെ വീട്ടുകാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അങ്ങനെ ഒത്തിരി പേര് ഞങ്ങളുടെ വിവാഹം ഒന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. എൻ്റെ വീട്ടുകാരുടെ മനസ്സ് ദൈവം മാറ്റി. അവർ ആ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു. എന്നാൽ
അച്ഛനും അച്ഛൻ്റെ വീട്ടുകാർക്കും വളരെ നിർബന്ധമായിരുന്നു പെന്തക്കോസ്തിൽ തന്നെ കല്യാണം നടത്തണമെന്ന്. അതുകൊണ്ട് ബാംഗ്ലൂർ വെച്ച് സ്നാനപ്പെട്ടു, പെട്ടെന്ന് കല്യാണം നടന്നു. ഞങ്ങൾ പിന്നെ തിരിച്ച് മാൽദ്വീപ്സിലേക്ക് കടന്നു. അച്ഛന് കുറച്ച് നാളും കൂടെ ലീവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാൽദ്വീപ്സിലേക്ക് കടന്നുപോയി. അവിടുന്ന് പിന്നെ അച്ഛന് ലീവെല്ലാം കഴിഞ്ഞ് സൗദി അറേബ്യയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, മോനെ നമുക്ക് എനിക്ക് നിന്നെ ഒരു കാലത്തും സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഫാമിലി വിസ സ്റ്റാറ്റസും അങ്ങനെ അതിന് അത്രയുള്ള ശമ്പളമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് നിന്നെ സൗദിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് നാൾ നമുക്ക് അവിടെ ഇവിടെയായിട്ട് ജോലി ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ ജോലി, അങ്ങനെ ഒരു സംസാരത്തിലാണ് ഞങ്ങൾ പിരിഞ്ഞത്. എന്നാൽ ദൈവത്തിന് ഞങ്ങളെ പെട്ടെന്ന് ഒരുമിപ്പിക്കുവാൻ പ്രസാദം തോന്നി. അത് ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ ദൈവം പപ്പായുടെ സൗദി സ്പോൺസറിനോട് ദൈവം ഇടപെട്ടു. അവൻ ഞങ്ങൾക്ക് പെട്ടെന്നെല്ലാം ഫാമിലി വിസ എല്ലാം റെഡിയാക്കി തന്നു. അങ്ങനെ ആ ഫാമിലി വിസ എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ പെട്ടെന്ന് അവിടെ ഒരു ക്ലിനിക്കിൽ പോയി ജോലിയെല്ലാം ശരിയാക്കി, ശമ്പളമെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ മാൽദ്വീപ്സിൽ നിന്ന് റിസൈൻ ചെയ്ത് സൗദി അറേബ്യയിലേക്ക് പോയി അച്ഛൻ്റെ അടുത്തേക്ക്. അവിടെ ചെന്നപ്പം അവിടുത്തെ സഭ എനിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുള്ള ഒരു സഭ, ദൈവമക്കളെ ഒരു ഭയങ്കര നല്ല സഭയാണ്. ദൈവമക്കൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന സഭ. അപ്പം ഞാനും അവരോട് കൂടെ പ്രാർത്ഥനയ്ക്കെല്ലാം പോവുകയും സന്തോഷിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ തന്നെ അച്ഛൻ എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ക്ലിനിക്കിൽ കൊണ്ട് കൊടുത്ത് അവർ ചേഞ്ച് ചെയ്യാൻ കൊടുത്തായിരുന്നു. അങ്ങനെ ഞാൻ ദൈവവചനം വായിക്കാനും പഠിക്കാനും ശ്രവിക്കാനും കേൾക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പം ഞങ്ങളുടെ സന്തോഷമെല്ലാം പെട്ടെന്ന് നിലയ്ക്കുന്ന ഒരവസ്ഥയായി. ഞങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോഴത്തേക്കും സൗദികളുടെ തനി നിറം കാണിച്ചു. അപ്പം ഞങ്ങൾ ആ ക്ലിനിക്കിൻ്റെ അടുത്ത് തന്നെ ഒരു വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞിരുന്ന സാലറിയിൽ ഒത്തിരി സാലറി കുറഞ്ഞാണ് പറയുന്നത്. അച്ഛൻ അത് കേട്ടപ്പം ഭയങ്കര ഷോക്കായി. അപ്പോഴത്തേക്കും അവൻ ഞങ്ങളോട് ഒത്തിരി റൂഡായിട്ട് സംസാരിച്ചു. ഇതൊരു ബാർഗെയിനിങ് പ്ലേസ് അല്ല, നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം കോൺട്രാക്റ്റിൽ ഒത്തിരി സാലറി കുറച്ച് ചെയ്തു. അപ്പം ഞങ്ങൾ വളരെ നിരാശരായിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പം ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പോയി. എന്നാൽ ആ രാത്രിയിൽ ഷാൻഡിസ്റ്റർ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാതെ നെടുവീർപ്പ് കൊണ്ട് ഞങ്ങൾ രാത്രി മുഴുവനും കഴിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പം അച്ഛൻ ഒരു തീരുമാനമായിട്ട് വന്നത്. അച്ഛൻ പറഞ്ഞു, എത്രയായാലും അവിടെ നിന്നെ ജോലിക്ക് വിടുന്നില്ല. കാരണം സൗദിയുടെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്താൽ അവിടുത്തെ നിയമം അനുസരിച്ച് അവൻ പറയുക, നീ എൻ്റെ വീട്ടിൽ വന്ന് വേലക്കാരത്തിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം നമ്മൾ. അങ്ങനെ അവിടെ ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് അച്ഛന് ഭയമായി. അച്ഛൻ പറഞ്ഞു അവിടെ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സർട്ടിഫിക്കറ്റ് എല്ലാം സൗദിയുടെ കയ്യിലായി. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തോടെ പ്രയാസത്തോടെ പോയി. സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പം അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞു, നിങ്ങൾ മിനിസ്ട്രിയിലൊന്ന് പോയി ചോദിച്ചു നോക്ക്, അപ്പം നമുക്കാണെങ്കിൽ അവിടെ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മിനിസ്ട്രി പോയി ചോദിച്ചപ്പം അവിടെ ഞങ്ങൾക്ക് ലോക്കൽ റിക്രൂട്ട്മെൻറ്റിന് അവരുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് പെട്ടെന്ന് ഇൻ്റർവ്യൂവും ടെസ്റ്റും എല്ലാം പാസ്സായി. അവിടെയും ഞങ്ങൾ സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര വെയിറ്റിങ്. അപ്പം ഒരു മരുഭൂമിയിലെ ഭയങ്കര ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 6 മാസത്തെ വെയിറ്റിംഗ് ആയിരുന്നു അത്. അപ്പം ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങളും വരാൻ തുടങ്ങി. കാരണം അങ്ങനെ മാറ്റം വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സന്തോഷത്തിന് മാറ്റം വരാൻ തുടങ്ങി. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് ഞങ്ങൾ നീങ്ങി. എനിക്ക് ജോലിയില്ല. അച്ഛൻ്റെ ജോലി കൊണ്ട് അച്ഛനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു കുടുംബമാണ് ബാംഗ്ലൂരുള്ളത്. അപ്പോൾ അവിടേക്ക് പൈസ അയക്കണം. നേരത്തെ അച്ഛന് ഫ്രീ ആയിട്ടായിരുന്നു അക്കോമഡേഷൻ, ഇപ്പം ഞങ്ങൾ അക്കോമഡേഷന് പേ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു പ്രയാസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. അപ്പം അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കുമല്ലാതെ നമുക്ക് പിന്നെ വേറെ ഒരു വഴിയില്ലായിരുന്നു.
അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റി. ആ മരുഭൂമിയിലെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമായിരുന്നു. രാവിലെ 7 മണിയാകുമ്പം ജോലിക്ക് പോകും. പിന്നെ രാത്രിയിലാണ് ജോലി കഴിഞ്ഞിട്ട് വരുന്നത്. അതുവരെ ഞാൻ മാത്രം അടയ്ക്കപ്പെട്ട റൂമിലിരിക്കും. എനിക്ക് ഭാഷ അറിയത്തില്ല. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. അവിടെ പുറത്ത് ആകെപ്പാടെ ഞങ്ങൾ ചർച്ചിൽ പോകുന്ന ഒരു ദിവസം വെള്ളിയാഴ്ച മാത്രമാണ് ഞങ്ങൾ മനുഷ്യരെ കാണുന്നത്. അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് ഞാൻ മാറി. അപ്പം അച്ചായൻ പോകുമ്പോൾ മുതൽ ഞാൻ ഏറ്റിരുന്ന് കരയാൻ തുടങ്ങും. ഞാൻ ഏറ്റിരുന്ന് കരഞ്ഞ് ഞാനിരുന്ന് പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും. ദൈവത്തോടാണ് എനിക്ക് പിന്നെ സംസാരിക്കാനുള്ളൂ. എനിക്ക് വേറെ ആരുമില്ല സംസാരിക്കാൻ. എനിക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. എന്നാൽ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, മരുഭൂമിയിലെ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എന്നെ ഒന്ന് പണിതെടുക്കാൻ കൂടിയായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഈ സ്നാനപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും ഞാൻ ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടറോ ആഴമായ ഒരു ബന്ധത്തിലേക്ക് ഒന്നും ഞാൻ കടന്നു വന്നിട്ടില്ലായിരുന്നു. ഞാൻ പാപിയും ദ്രോഹിയുമായിരുന്നപ്പോൾ തന്നെയാണ് യേശുക്രിസ്തു എന്നെ തേടി വന്നതെന്നും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചതെന്നും ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്നുള്ള ആഴം ഗ്രഹിപ്പാനും ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായിട്ട് യേശുക്രിസ്തു മാത്രമാണുള്ളതെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഈ മരുഭൂമിയിലെ ആ കരിഞ്ഞ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരുന്നു. ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിയ ദൈവമക്കളെ, നമ്മളെ ദൈവം വേർതിരിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് അങ്ങനെ അങ്ങ് തീർന്നു പോകാനല്ല, പക്ഷെ നിത്യതയ്ക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ നിത്യതയിൽ നമ്മൾ എത്തത്തില്ല. അങ്ങനെ നമ്മൾ നശിച്ചു പോകത്തേയുള്ളൂ. അപ്പം ദൈവം അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നീണ്ട 6 മാസം മിനിസ്ട്രിയിൽ ജോലി കിട്ടുമെന്നുള്ള പ്രത്യാശയിൽ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആ പ്രത്യാശ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് വീണ്ടും വന്ന ഒരവസ്ഥയായി ഞങ്ങൾ. അങ്ങനെ അവിടെ വേറൊരു ക്ലിനിക്കിൽ പോയി ജോലി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരം വന്ന് സർട്ടിഫിക്കറ്റൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം വൈകുന്നേരം അവിടെ പോകാനിരിക്കുമ്പോഴാണ് അന്നത്തെ വൈകുന്നേരത്തെ രാവിലെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടർ മിനിസ്ട്രി പോയി. അപ്പം എൻ്റെ പേപ്പർ സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് അവിടുന്ന് ഈ ഡോക്ടറോട് പറഞ്ഞു വിട്ട്, നീ അവളോട് വന്ന് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോയി പറയണമെന്ന്. അങ്ങനെ ആ ഡോക്ടർ ഒരു ഗുഡ് ന്യൂസുമായിട്ട് രാവിലെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു, ദൈവത്തിന് ഒത്തിരി മഹത്വം കരയറ്റി. ഞങ്ങൾ എന്നിട്ട് അപ്പം അങ്ങനെയാകുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ദൈവം 4-ാം യാമത്തിലും ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മളെ ആ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. ബേസേദ കുളങ്ങര 38 വർഷം ഒരു മുടന്തൻ കടന്നു. എന്നാൽ അവന് ജീവിതത്തിൽ ഒരു പ്രത്യാശയും ഇല്ലായിരുന്നു ഇനി അവനൊരു സൗഖ്യം വരുമെന്ന്. എന്നാൽ ആ ദൈവം അവൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ ആ ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ. അന്ന് എല്ലാ വാതിലുകളിലും അടഞ്ഞ് ഇനി ഒന്നും ഇല്ലാതെ നിരാശയിലേക്ക് വന്നാൽ ആ കുരുളിൻ്റെ അവസ്ഥയിൽ ദൈവം നമ്മളെ ആ ശൂന്യതയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ പോയി കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഞാൻ ജോലിക്ക് കയറി. വളരെ സന്തോഷമായി. അങ്ങനെ കടന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ കടന്നു വന്നു. അച്ചായന് ഫ്യൂ ടൈംസ് അവിടെ ജോലി നഷ്ടപ്പെട്ടു. എങ്കിൽ പോലും ദൈവം ഞങ്ങളെ അവിടെ വീണ്ടും അനേക അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചു. ഞങ്ങൾക്ക് അച്ചായന് വീണ്ടും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനും അങ്ങനെ എല്ലാം ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ ദാനമായിട്ട് തന്നു. അപ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് അവിടെ വളർത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അച്ചായന് ബിസിനസ്സിന് പോകുമ്പം നൈറ്റ് ഒത്തിരി ജേർണി ചെയ്യണം. പിന്നെ എനിക്ക് 15 ഡേയ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് കുഞ്ഞിനെ അവിടെ നോക്കാനുള്ള ഒരു അവസ്ഥയില്ലായിരുന്നു. അപ്പം അവൾ 50 ദിവസം മാത്രം ഉള്ളപ്പം ഡേയ്സ് മാത്രം ഉള്ളപ്പം ഞങ്ങൾ അവിടെ ബാംഗ്ലൂർ അപ്പച്ചൻ്റെ അമ്മച്ചേരും കൊണ്ടെടുത്ത് അവളെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. എന്നാൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വേദന നിറഞ്ഞ ഒരു സമയങ്ങളായിരുന്നു. ഞങ്ങൾ ലീവിന് വരുമ്പം ഈ കുഞ്ഞ് ഞങ്ങളുടെ അടുത്തൊന്ന് വരുമോ, ഞങ്ങളുടെ മടിയിലൊന്ന് ഇരിക്കുമോ, ഒന്നും ചെയ്യത്തില്ല. അവൾ ഞങ്ങളെ അറിയത്തുപോലുമില്ല. അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങളെ പപ്പായും മമ്മിന്ന് വിളിക്കുക, അല്ലാതെ ഒന്നുമില്ല. ഞങ്ങൾക്ക് അവളെ ഒന്ന് കയ്യിലെടുത്തൊന്ന് ലാളിക്കാനോ ഒന്ന് കുട്ടിൽ ചെയ്യാനോ അവളോട് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ആ കുഞ്ഞ് അതിനൊന്നും സമ്മതിക്കും. ഞങ്ങൾ ചെല്ലും മുതൽ അവൾ അമ്മയുടെ സാരിയെ പിടിച്ചു കഴിഞ്ഞാൽ വിടത്തില്ല. അമ്മേനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തില്ല. അങ്ങനെ ഞങ്ങളെ പേടിയാണ്.
അങ്ങനെ ഞങ്ങളൊന്ന് പോയി തിരിച്ച് ലീവ് കഴിഞ്ഞ് വരുന്നവരെ കൊച്ച് ഭയങ്കര ഡിസ്ട്രെസ്സാണ്. അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങൾ വളരെ ദുഃഖത്തോടെ ഞങ്ങൾ എപ്പോഴും ലീവ് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തോടെ വരുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പം 3-4-5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, അപ്പം നമുക്കിനി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് കടന്നു പോകാം. നമുക്ക് നാട്ടിൽ പോയി ഒരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങി അങ്ങനെ നമുക്ക് ജീവിക്കാം കുഞ്ഞുമായിട്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങളെത്തി. ഞങ്ങൾ റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഞങ്ങൾക്ക് ഈ ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുവാനൊരു സാഹചര്യത്തെ ഒരുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2003 കുഞ്ഞുമായിട്ട് ഈ യൂക്കയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നു. യൂക്കയുടെ പ്രദേശത്തേക്ക് കടന്നപ്പോൾ ഞങ്ങൾ പാസ്റ്ററെ ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമാണ് ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾക്ക് ചിന്ത, ഈ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ഒന്ന് ജീവിക്കണം. അവൾക്കന്ന് 4.5 വയസ്സായി. അപ്പം ഞങ്ങൾക്ക് ആ കുഞ്ഞുമായിട്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങളന്ന്. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാനൊരു നേഴ്സിംഗ് ഹോമിലായിരുന്നു ജോലി ചെയ്യുന്നത്, അവിടെ വേറൊരു സ്ഥലത്ത്. ഞങ്ങൾക്ക് അവിടെ വന്ന് ഞങ്ങൾ താമസിക്കുമ്പം ഒരു ചർച്ചില്ല ഞങ്ങൾക്ക്. ഭയങ്കര വിഷമമായി. ഞങ്ങൾ സൗദി അറേബ്യയിൽ ദൈവത്തെ സത്യത്തിലും ഭാഷണമൊക്കെ അറിയാമായിരിക്കും, അവിടെയൊക്കെ പോയിരുന്നുകൊണ്ട് അവിടുത്തെ ആരാധനയുടെ മഹത്വമൊക്കെ എന്താ വലുതാന്ന്. 4 മണിക്കൂറൊക്കെ ഒരു സ്ട്രെച്ചിലിരുന്നാൽ ഒന്നും അറിയാതെ ആരാധിക്കുന്ന ഞങ്ങളിവിടെ ഇംഗ്ലീഷ് ചർച്ച് വന്നിട്ട് ഒരു സന്തോഷവും ഇല്ല. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ജോലി കിട്ടി. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ വീടെടുത്തു. കുഞ്ഞിന് സ്കൂളായി, 2 പേർക്കും ഞങ്ങൾക്ക് ജോലിയായി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷം നിറഞ്ഞൊരു ജീവിതം. പക്ഷേ എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ശൂന്യത എന്ന് പറയുന്ന ഒരു ചർച്ചില്ല, ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. അത് നമുക്കൊട്ടും സന്തോഷമില്ല. എന്നാൽ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. അവർക്കും ഈ ഇംഗ്ലീഷ് ചർച്ച് ആയ കാരണം ഒരു ഭയങ്കര വിഷമം. അപ്പച്ചന് പിന്നെ ഇങ്ങോട്ട് വരികയേ വേണ്ട, കാരണം ഇവിടുത്തെ തണുപ്പും പിന്നെയാണെങ്കിൽ ഒരു ചർച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ അച്ചായനാണെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു തമിഴ് സഹോദരനുണ്ടായിരുന്നു. അപ്പോൾ ആ തമിഴ് സഹോദരന് പറഞ്ഞു, ജോയി നിനക്ക് നന്നായിട്ട് തമിഴ് അറിയാമല്ലോ, ലിസിക്കും തമിഴ് മനസ്സിലാവില്ല, എന്നാൽ നമുക്ക് ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ചർച്ച്, നീ എന്നാൽ ഞങ്ങളുടെ ചർച്ച്, അപ്പോൾ നിനക്ക് അതിലും കൂടുതൽ സന്തോഷമായിരിക്കും ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നേക്ക്. അങ്ങനെ ഞങ്ങൾ ആ ലെസ്റ്ററിൽ ആ തമിഴ് ചർച്ചിൽ അന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരു മലയാളി ഫാമിലിനെ കണ്ടു. അവരും ഞങ്ങളെപ്പോലെ ഇങ്ങനെ വെമ്പൽ കൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അതിനു മുമ്പ് പാസ്റ്റർ ഞാനിവിടെ ഒരു ചെറുതാൻ്റെ സഭയിൽ ചെന്ന് ചാടി. കാരണം ഞങ്ങളിങ്ങനെ ചർച്ച അന്വേഷിച്ച് നടക്കും. അങ്ങനെ ചർച്ച അന്വേഷിച്ച് നടക്കുമ്പോൾ സ്പിരിച്വൽ ചർച്ച എന്ന് എഴുതി വെച്ചു. അപ്പം ഞാനോടത്ത് എന്തോ പരിശുദ്ധാത്മാവിൻ്റെ. അപ്പം പപ്പ അവിടെ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നീ ഒന്ന് പോയി നോക്കി. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ചെന്നു. അപ്പം അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുക വണ്ടിക്കകത്ത്. ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഡാൻസും ഭയങ്കര DJ പോലത്തെ അങ്ങനത്തെ ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര ഫോർമൽ ഡ്രസ്സിലെല്ലാം കുറേ ആൾക്കാർ അങ്ങോട്ട് ചെല്ലുന്നിടത്തെല്ലാം നിൽക്കുക. അപ്പോൾ അവരെന്നോടത്ത് പറയുക, ഞാൻ ചോദിച്ചത് ഏത് ഡിനോമിനേഷനാണ് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എന്നോട് പറയുക, ഇത് കൃഷ്ണനും രാമനും ജീസസ് ക്രൈസ്റ്റും അല്ലായും ഒന്നും അല്ല ദൈവം. നിനക്കറിയാം ഒരു സ്പിരിറ്റാ ഈ ലോകത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കമ്മാൻ എൻജോയ് അവരെന്നെ പോസി അകത്തേക്ക് കൊണ്ടുപോകും. അത് അപ്പാടെ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ചെറുതാൻ്റെ സഭ അങ്ങനെയൊക്കെ. അപ്പോഴത്തെ എനിക്ക് അന്നേരം മനസ്സിലായി. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വെളിയിൽ വെയിറ്റ് ചെയ്യുമോ, ഞാൻ അടുത്ത ആഴ്ച വരാം അങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന് അത്രയും അവരൊക്കെ അത്ര ഫോഴ്സ് ചെയ്യും നമ്മളെ ഇൻസൈഡിലോട്ട് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ചർച്ചെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ലണ്ടനിലും ലിവർപൂളിലും മാഞ്ചസ്റ്ററിലും ഒക്കെ മാത്രമേ ഇവിടെ ചർച്ചുകളുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലെസ്റ്ററിൽ ചർച്ചിന് ആ ഫാമിലിനെ കണ്ടുമുട്ടി. അപ്പോൾ അവർ എല്ലാവരും കൂടെ പെട്ടെന്ന് ഒരു 4-5 ഫാമിലി ഞങ്ങൾക്ക് അവിടെ ഒരു ചർച്ച് രൂപീകരിക്കാനായിട്ട് അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചർച്ചായി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, പൈസ ഇഷ്ടം പോലെ, ജോലി എല്ലാം. അങ്ങനെ ഒരു ഭയങ്കര മറ്റുള്ളവർ കണ്ടാൽ കൊതിക്കുന്ന ഒരു ജീവിതം അതായിരുന്നു നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു. അപ്പം നമുക്കിവിടെ പിന്നെ ഒരാളിൽ നമുക്ക് ഒന്നും മിണ്ടാനും എടുക്കാൻ അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഈ ദേശത്ത് ഒരു കൂട്ടു സഹോദരങ്ങളെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ദൈവം ഒരു കൂട്ടു സഹോദരനെ ഒരുക്കി. അവൻ്റെ പേര് ടിറ്റു എന്നാണ്. അവന് അന്ന് മുതൽ ഇന്ന് വരെ ഒരു സഹോദരൻ മാത്രം, ഒരു മകന് എല്ലാമാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവന് ദൈവം അങ്ങനെ അവന് ഞങ്ങൾക്ക് വേണ്ടി അവനെ കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ അവന് വേണ്ടി അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ന് വരെയും ഞങ്ങൾ ആ സ്നേഹത്തിലും ബന്ധത്തിലും ഞങ്ങൾ മക്കളെന്നാണ് പറയുന്നത്, ആ രീതി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ അവനും കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ജീവിതം ഒത്തിരി സന്തോഷപ്രദമായി. അങ്ങനെ അവൻ്റെ ഭാര്യയെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും കുടുംബമായിട്ട് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ
അങ്ങനെ അങ്ങനെ ഞങ്ങൾ സന്തോഷപ്രദമായിട്ട് ജീവിക്കുമ്പോഴാണ് ഒരു ഭയങ്കര വല്ലാത്തൊരവസ്ഥ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്. ഞാനൊരു ദിവസം കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വല്ലാത്ത വേദന എൻ്റെ നടുവിന് ഇങ്ങോട്ട് വന്നു. അപ്പം ഞാനിങ്ങനെ അപ്പം അങ്ങ് വീഴുന്ന ഒരവസ്ഥയിലേക്ക്, അപ്പം ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കുഞ്ഞിനെ വിളിച്ച് കരഞ്ഞ് ഓടി വാ മോനെ എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും അച്ഛൻ കതക് തുറന്ന് ഓടി വന്ന് എന്നെ പിടിക്കുന്നു. ഞാൻ വീണില്ല, അച്ഛൻ എന്നെ പിടിച്ചു. പക്ഷേങ്കിൽ പെട്ടെന്ന് എൻ്റെ ഈ റൈറ്റ് ലെഗിൻ്റെ ഇത് സെൻസേഷൻ എല്ലാം നഷ്ടപ്പെട്ടു. അച്ഛൻ എന്നെ കൊണ്ട് കടത്തി. പിന്നെ വേദന കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവർ എക്സ്റേയും ഇത് സ്കാനൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് ഡയഗ്നോസ് ചെയ്തു എൻ്റെ L4ഉം L5ഉം ഫ്രാക്ചറാണ്, എനിക്ക് ബൈലാട്രൽ നെയർ റൂട്ട് കംപ്രഷനാണ്, പിന്നെ എൻ്റെ ഡിസ്ക് എല്ലാം പ്രൊലാപ്സ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയെല്ലാം ഭയങ്കര അവസ്ഥ. പക്ഷെ ഞാൻ വീണിട്ടില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ അപ്പം ഞാൻ എൻ്റെ റൈറ്റ് കാൽ അനങ്ങത്തില്ല, ഞാൻ ബെഡഡനായി. എനിക്ക് ടോയ്ലറ്റ് ഭയങ്കര വേദന കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ടോയ്ലറ്റിലേക്ക് താഴത്തെ നിലയിലേക്കെല്ലാം അച്ഛൻ എന്നെ എടുത്തോണ്ടാണ് പോകുന്നത്. അങ്ങനെ ചർച്ചിൽ ഒരു ഭയങ്കര ആദ്യത്തെ അവസ്ഥയായിരുന്നു എൻ്റെ ഇങ്ങനെയുള്ള ഈ സംഭവം. അപ്പം ചർച്ചിൽ നിന്നുള്ള എല്ലാവരും, അവർക്ക് ഇങ്ങോട്ട് 1 hour ജേർണിയാണ്. അങ്ങനെ എല്ലാവരും വരികയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ പാസ്റ്ററിന് അന്നേരം PhD പരീക്ഷയായിരുന്നു. 8ാം ദിവസം പാസ്റ്റർ അന്നേരം വരാൻ പറ്റിയത്. പാസ്റ്റർ ഫോണിൽ കൂടെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു പാസ്റ്റർ എന്നെ അച്ഛൻ എടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഹൃദയം പൊട്ടി. അങ്ങനെ അത്രയും ആ ബിറ്റർലി ദൈവസന്നിധിയിൽ അങ്ങ് ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ പോയി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഫീലിങ്സ്, എൻ്റെ കാലിൽ നിൽക്കാൻ പറ്റും. അങ്ങനെ അപ്പം ഞാൻ അച്ഛനോട് എൻ്റെ എനിക്കിപ്പോൾ ഈ കാലിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ ഒന്ന് ഏൽപ്പിച്ച് നിർത്തിക്കുക അച്ഛാ. അന്നേരം പപ്പ പറയും, നീ എപ്പോഴും ഇങ്ങനെ പറയും. അങ്ങനെ പല പ്രാവശ്യം എന്നും ഇങ്ങനെ ആ മനസ്സിൻ്റെ ആഗ്രഹം അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റും. അങ്ങനെ ഏൽപ്പിച്ച് നിർത്തിയപ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ട് നിന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഗ്രഹവും വിടുതലുമായിരുന്നു. അങ്ങനെ സഭ ശ്രദ്ധയേറി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെയും ഞാൻ ബെഡ്ഡനാണ്, എനിക്ക് ഒരു സ്വാധീനമില്ല ഒന്നും ചെയ്യാനായിട്ട്. പക്ഷേ താഴെ അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് പോയി താഴെ ഇരുത്തുവാണെങ്കിൽ എൻ്റെ കൈക്ക് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ടോയ്ലറ്റിലൊക്കെ എന്നെ എടുത്തുകൊണ്ട് വേദന കൊണ്ട് എനിക്ക് അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന ടോയ്ലറ്റിൽ, അങ്ങനത്തെ ഒക്കെ ഭയങ്കര അവസ്ഥയാണ്. ആ ബെഡിൽ ഇങ്ങനെ കിടന്ന് ആ സീലിങ്ങിലേക്ക് നോക്കി ഇങ്ങനെ ദൈവമേ, ഞാൻ ഇത്രയും ചെറുപ്പപ്രായത്തിൽ ഇങ്ങനെ എൻ്റെ അച്ഛനും ഞാനൊരു ഭാരമായി തീർന്നാലും ഞാനിനി എന്ത് ചെയ്യും? അങ്ങനെ ഭയങ്കര ഭാരത്തിലൂടെ പ്രയാസത്തിലേക്ക് കടന്നുപോയി. ഇനി ഞാൻ ഒരിക്കലും നടക്കത്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനും അച്ഛനും ഞാനൊരു ഭയങ്കര ഭാരമാണല്ലോ. ഇനി അവർ എത്ര വർഷം എന്നെ ഇങ്ങനെ വഹിക്കേണ്ടി വരും? അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വിഷമമായിട്ട് മാറി. ആ സമയങ്ങളിൽ നിങ്ങൾക്കറിയായിരിക്കും, 2008 അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം യുവർ ലിവിങ് മന്ന എന്നും പറഞ്ഞ് മറിയാമ്മത്തം അങ്ങനെ ഉള്ള ആ യുവർ ലിവിങ് മന്ന ഞാൻ എപ്പോഴും യൂട്യൂബിൽ കാണും. അപ്പോൾ അതിനകത്ത് നടക്കുന്ന ആ സാക്ഷ്യമല്ല എനിക്ക് ഭയങ്കര അനുഗ്രഹവും എൻകറേജ്മെൻറ്റും ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ആ സാക്ഷ്യം കാണും. അപ്പം എനിക്ക് കൂടുതൽ എൻകറേജ്മെൻ്റ് ആകും. ദൈവത്തോട് ഞാൻ അച്ഛൻ ജോലിക്ക് പോകുമ്പോഴത്തേക്കും ദൈവത്തോട് അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് എൻ്റെ ജീവിതം അങ്ങനെ മാറ്റി. ഞാൻ അങ്ങനെ 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 അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു 5 മാസത്തോളം എടുത്ത് ഞാനൊരു നോർമൽ ആയിട്ട് വാക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ. പിന്നീട് അന്ന് മുതൽ എനിക്ക് സർജറിക്കെല്ലാം അവർ സജസ്റ്റ് ചെയ്തു. സർജറിക്ക് ചെന്ന് അതെല്ലാം ഡിസ്കസ് ചെയ്യുമ്പം വീണ്ടും 60% ഞാൻ പാരലൈസായി പോകും സർജറി കഴിഞ്ഞാലെന്ന് അവർ പറഞ്ഞു. അവർക്കും 5 തന്നെ സർജറി ചെയ്യാനായിട്ട്. പിന്നെ അവരുടെ ഇതൊരു സർജൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു 40% ബെനിഫിറ്റ് ഉള്ളൂ. അപ്പം പിന്നെ എന്തിനാണ് നമ്മൾ അതിന് പോകുന്നത്? അപ്പം ഒത്തിരി പ്രാർത്ഥിച്ച് അതിന് വേണ്ടിയിട്ട് പോയിട്ട്, അപ്പം ദൈവം നമുക്ക് അങ്ങനെ ഒരു ഇതാ തന്നത്, അതിന് വേണ്ടി പോകണ്ടാന്ന്. അപ്പം അന്ന് മുതൽ പിന്നെ പെയിൻ മാനേജ്മെൻറ്റ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് മാറി. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ 3 to 4 months കൂടുമ്പോഴും എൻ്റെ നട്ടലിന് ഇഞ്ചക്ഷൻ എടുത്താണ് ഞാൻ കഴിഞ്ഞു പോകുന്നത്. പക്ഷെ എന്നാലും അതിൻ്റെ മുമ്പിൽ എപ്പോഴും ഭയങ്കര വേദനയും പ്രയാസങ്ങളൊക്കെ. അപ്പം എക്സ്ട്രാ ടാബ്ലറ്റ് എടുക്കും. പക്ഷെ ഒത്തിരി മെഡിക്കേഷൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഒത്തിരി മെഡിക്കേഷൻ എനിക്ക് അലർജിയാ, പിന്നെ വയറ്റിലാണെങ്കിൽ അൾസർ, അങ്ങനെയൊക്കെ ഉള്ളപ്പം എനിക്ക് ആൻറ്റിബയോട്ടിക് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെയെല്ലാം ബുദ്ധിമുട്ട് അങ്ങനെയുള്ള എല്ലാം കടന്നുപോയി. എങ്കിലും പിന്നെ ഞാൻ 4-5 മാസം കഴിഞ്ഞപ്പം വീണ്ടും ദൈവം എന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സഹായിച്ചു. അങ്ങനെ ഞാൻ
ജോലിയുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ 2011 വന്നപ്പം ടിറ്റുവിനൊരു കുഞ്ഞുണ്ടായി. പക്ഷേങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് അവർ നാട്ടിലേക്ക് പോയി, അവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി. അങ്ങനെ നാട്ടിൽ വന്ന് 100 ദിവസമായി. ആ 100-ാം ദിവസമായപ്പോഴത്തേക്കും പെട്ടെന്ന് കുഞ്ഞൊരു ഉച്ചയായപ്പോഴത്തേക്കും പാല് കുടിക്കത്തില്ല, ഒരു മൂളിച്ച ഞരങ്ങിച്ച് തുടങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്ത് പറയണ്ടു, വിതിൻ 4 hours ടൈം അവന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കുഞ്ഞുങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോയി തിരിച്ചു വന്നപ്പോൾ അവരവൻ്റെ പാസ്പോർട്ടുമായിട്ട് മാത്രം തിരിച്ചു വരുന്ന അവസ്ഥ, അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വളരെ വേദനയും പ്രയാസങ്ങളുമായിട്ട് ഞങ്ങൾ കഴിയുമ്പോൾ, ഞങ്ങൾ ഒരു ദിവസം ചർച്ചിൽ പോകുമ്പം ചർച്ചിൽ അന്ന് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു സിസ്റ്റർ എണീറ്റ് നിന്ന് സാക്ഷ്യം പറയുക. അവർ പ്രാർത്ഥിച്ചു. അന്ന് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ. ആ അമ്മമ്മ അവളും കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അമ്മമ്മ ഒരു ദർശനം കണ്ടു. നമ്മുടെ ചർച്ചിൽ ഒരു 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 സിസ്റ്ററിന് വല്ലാത്ത ഒരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്നു. പാസ്റ്ററും വേറൊരു ഫാമിലിയും കൂടെ ഭയങ്കര വിഷമത്തോടെ ആ ഹോസ്പിറ്റലിൽ കിടക്കയിൽ അവിടെ പോയി നിൽക്കുന്ന ആണ് അവർ ദർശനം കണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുടുംബമാണല്ലോ, നമ്മുടെ കുടുംബത്തിൽ ആർക്കങ്ങനെ സംഭവിച്ചാലും അത് ഭയങ്കര വേദന. അതുകൊണ്ട് സഭ ശ്രദ്ധയേറി പ്രാർത്ഥിക്കണമെന്നായിരുന്നു അവൾ സാക്ഷ്യം പറഞ്ഞു. അവൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നു. അവളെ സാക്ഷ്യം പറഞ്ഞ് അങ്ങ് ഇരുന്നപ്പം മുതൽ എൻ്റെ സിസ്റ്ററെ എനിക്കറിയത്തില്ല, എനിക്ക് വല്ലാത്ത എനിക്ക് ഇന്ന് വരെ അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എൻ്റെ ശരീരത്തേക്കൂടെ എന്തോ ഇലക്ട്രിക് പാസ് ചെയ്യോ, എന്നോട് ആരാണ്ട് ശക്തമായിട്ട് പറയാ, ഇറ്റ് ഈസ് യു, ഇറ്റ് ഈസ് യു, ഇറ്റ് ഈസ് യു എന്ന്. അതെൻ്റെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുക. എനിക്ക് വല്ലാത്ത അനുഭവം. പിന്നെ മറ്റുള്ളവർ സാക്ഷ്യം പറയുക, ഞാൻ എപ്പോഴും ഇങ്ങനെ സാക്ഷ്യമൊക്കെ എഴുതിയെടുക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, എന്നും പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് അതിനകത്തൊന്നും പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അന്നൊരു ഗസ്റ്റ് പാസ്റ്റർ ആയിരുന്നു. പാസ്റ്റർ മെസ്സേജിന് കയറിയപ്പോഴത്തേക്കും പാസ്റ്റർ പറഞ്ഞു, അത് ദർശനം കാണുന്നത് ഒരു അതിനൊരു വിടുതലുള്ളത് കൊണ്ട് ദൈവം നമ്മളെ നേരത്തെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാരും ആ ദർശനത്തെ ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാവരും നന്നായിട്ട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ദൈവമക്കൾ എല്ലാവരും ചെന്ന് ശക്തമായിട്ട് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പാസ്റ്റർ മെസ്സേജൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കലും എനിക്ക് ഭയങ്കര അന്ന് ഡിസ്ട്രാക്ഷൻ. അപ്പം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് ഇടയ്ക്ക്, ലിസി കാം ഡൗൺ, നീ മെസ്സേജ് കേൾക്ക്, നീ ദൈവസന്നിധി വന്നത് ഇങ്ങനെ ഡിസ്ട്രസ് ആകാനാണോ? ദൈവസന്നിധി നമുക്ക് എല്ലാം ഉണ്ട്, നീ കാം ഡൗൺ ആണൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഡിസ്ട്രസ്. എനിക്ക് ഓടിപ്പോയി അച്ചായനോട് എൻ്റെ ആ അന്നേരത്തെ വിഷമം ഒന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രെയർ കഴിയാൻ നോക്കി. അങ്ങനെ ഞാൻ പ്രെയർ കഴിഞ്ഞ് ഓടി ആ മുമ്പിൽ അച്ചാൻ്റെ അടുത്തേക്ക് പറയാനായിട്ട് പോകുമ്പം ഈ ദർശനം കണ്ട അമ്മാമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ അമ്മാമ്മ എന്നോട് പറഞ്ഞു, ലിസിസ്റ്ററെ, ഷൈനിസ്റ്റർ സാക്ഷ്യം പറഞ്ഞില്ലേ, ആ സാക്ഷ്യം ഞാൻ ലിസിസ്റ്ററിനെ കണ്ടത് ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്നു. അത് കാരണം അതുകൊണ്ട് ദൈവത്തോട് നന്നായിട്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. കാരണം അന്നൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഈ നട്ടലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാം മാനേജ് ചെയ്ത് പോകുന്ന ഒരു സമയമാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പം എനിക്കത് മനസ്സിലായി. പിന്നെ ഞാൻ അച്ചാൻ്റെ അടുത്തേക്ക് പോയില്ല, തിരിച്ചു പോന്നു. ഞങ്ങളിവിടെ വന്ന് ശക്തമായിട്ട് ദൈവസേനയിൽ അന്ന് മുതൽ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എങ്കിൽ 2 ആഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വയറ്റുവേദന തുടങ്ങി. ആ വയറ്റുവേദന വന്നു. ഞങ്ങൾ ജീപ്പിൻ്റെ അടുത്ത് പോയി, ജീപ്പ് മരുന്ന് തന്നു, അതെല്ലാം കഴിച്ച് വീണ്ടും. പക്ഷേങ്കിൽ ഒരു കുറവുമില്ല. 1 ആഴ്ചയായി, 2 ആഴ്ചയായി ജീപ്പ് വീണ്ടും മരുന്നുകൾ മാറ്റി തന്നു. എന്നിട്ടൊന്നും ഒരു കുറവില്ലാത്ത ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രാത്രിയിലെല്ലാം ഒരു കൺട്രാക്ഷൻ പെയിന്, ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ പോയി. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് ഇത് അപ്പൻഡിസൈറ്റിസ് ആണെന്നും പറഞ്ഞ് എന്നെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിസൈറ്റിസ് ഒന്നുമില്ല. അപ്പം എന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. പക്ഷേ എനിക്ക് വേദനയ്ക്ക് ഒരു കുറവുമില്ല. വീണ്ടും ഭയങ്കരമായ വേദന, ഒട്ടും ഉറങ്ങാനോ ഒന്നിനും കഴിയുന്നില്ല. വീണ്ടും പോയി. അവർ വീണ്ടും എനിക്ക് പെരിറ്റോണൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴെല്ലാം എനിക്ക് അവർ മോർഫിൻ തരും. എനിക്ക് മോർഫിൻ ഭയങ്കര അലർജിയോ, ഭയങ്കര സിവിയർ സിക്നെസ്സാണ്. അങ്ങനെ എനിക്കത് തരരുതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ വേദനയ്ക്ക് അതാ തരുന്നത്. അങ്ങനെ പറഞ്ഞ് തരും. അങ്ങനെ തന്ന് 2-ാമത്തെ ദിവസം ചെന്ന് കൊയറി പെരിറ്റോണൈറ്റിസ് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ സ്കാൻ ചെയ്തു. അതല്ലെന്നും പറഞ്ഞ് അവരെന്നെ വീണ്ടും വന്ന് ഡിസ്ചാർജ് ചെയ്യുക. പക്ഷേ എനിക്ക് ഭയങ്കര വേദനയായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആ ഡോക്ടറോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ഡോക്ടർ നീ എന്തുകൊണ്ടാണ് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത്? അപ്പം പറഞ്ഞു, നീ കൊയറി പെരിറ്റോണൈറ്റിസ് എന്ന് പറഞ്ഞ് വന്ന് സ്കാൻ ചെയ്തപ്പോൾ അതല്ല, അതുകൊണ്ട് നിന്നെത്തി. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു, അങ്ങനെ നിങ്ങൾ എനിക്ക് വേദനയ്ക്ക് ഒരു കുറവില്ല, പിന്നെ എന്തുകൊണ്ട് എനിക്ക് വേറെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ചെയ്ത് ഒന്ന് കണ്ടുപിടിക്കാത്ത എന്തുകൊണ്ട്? എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത്? അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, നീ ഇതാ നിന്റെ റീസൺ, അതല്ലെന്ന് ഇതുകൊണ്ടാണ് നീ വന്നത്. അതല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നിന്നെ തിരിച്ച് GPക്ക് റെഫർ ചെയ്യുന്നു. GP നിന്നെ ഇത് മെഡിസിന് വീണ്ടും റെഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അതൊരു ഭയങ്കര പ്രോസസ്സിങ്ങാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു ഹ്യൂമിലിയേഷൻ ആയിട്ട് മാറി സിസ്റ്റർ. കാരണം അവരെന്നെ ഒരു അറ്റൻഷൻ സീക്കറായിട്ടാണ് കാണുന്നത്. ഇവിടെ UK കുറച്ച് അങ്ങനെയുണ്ട്.
അങ്ങനെ ഒരു 35, 40, 45 ഒക്കെ ഉള്ള ഇയേഴ്സ് പ്രായമുള്ളവർ കുറേ പേര് അങ്ങനെ ഒരു അറ്റൻഷൻ സീക്കേഴ്സ് ഉണ്ട്. അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, അവർ ബെനിഫിറ്റ് മേടിച്ചും ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള അവരെയൊക്കെ ഒരു അറ്റൻഷൻ സീക്കറായിട്ട് അവർ ഇത് ചെയ്യുന്നത്. അപ്പം എന്നെ അവർ ആ പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കും, കാരണം പെയിൻ അളക്കാനായിട്ട് ഒരു മെഷർമെന്റ് ഇല്ലല്ലോ, അവർക്ക് കാണത്തില്ല അത്, ഞാൻ പറയുന്നതല്ലാതെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്നെ ഒരു അറ്റൻഷൻ സീക്കറായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര, ഞാൻ ജോലി ചെയ്യുന്ന ട്രസ്റ്റിൻ്റെ മെയിൻ ട്രസ്റ്റിലാണ് എനിക്ക് ഭയങ്കര ഹ്യൂമിലിയേഷനായി. പക്ഷേങ്കിൽ എനിക്ക് വേദന കാരണം കൊണ്ട് എനിക്ക് കട്ടിലിൽ ഏറ്റിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് ബെഡ് വേണമെന്നും പറഞ്ഞ് അവർ വന്ന് എന്നെ, ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനുണ്ട് വെയില, ഞാൻ ഇപ്പം തന്നെ പോകണം, അതുവരെ ഞാൻ ഈ കട്ടിലിൽ കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് പോലും ഇല്ലാതെ അവരെന്നെ കസേരയിൽ ഏൽപ്പിച്ചിരുത്തിയിട്ട് ആ ബെഡ് ചെയ്തു വേറെ പേഷ്യൻ്റ്. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ അച്ഛൻ വന്നപ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കാര്യം, ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാം പെട്ടെന്ന്, നമുക്ക് വീടും കൂടിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, നമ്മൾ ഈ നമുക്ക് വയ്യാഞ്ഞിട്ടല്ല, ഞാനൊരു അറ്റൻഷൻ സീക്കറായിട്ട് അവരെന്നെ കാണുന്നത്. അതുകൊണ്ട് ഞാനിനി ഒരിക്കലും ഈ ഹോസ്പിറ്റലിൽ വരാൻ എന്നെ അച്ഛൻ നിർബന്ധിക്കരുത്, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് എനിക്കൊന്നും ഏറ്റിരിക്കാനൊന്നും പറ്റത്തില്ല സിസ്റ്റർ, എനിക്ക് ഭയങ്കര അതിന് കൺട്രാക്ഷൻ പെയിനാ. ആ ഒരവസ്ഥയിൽ ഞാനിവിടെ പൊതിച്ചു മൂടി അങ്ങനെ കിടന്നു. അച്ഛൻ എന്തോ താഴെ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. ഞാനങ്ങനെ ടോയ്ലറ്റിൽ പോകാനായിട്ട് അവിടെ പോയിരുന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എൻ്റെ ശരീരം, എൻ്റെ കാലും കൈയും എല്ലാം ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇപ്പം ഇങ്ങോട്ട് ഒഴുകുന്ന രീതിയിലുള്ള റാഷസ് ഇങ്ങനെ കൂമ്പി നിൽക്കുക. പെട്ടെന്ന് അങ്ങനെ ഭയങ്കര റെഡ് കളർ ബ്രൈറ്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് അച്ഛനെ അലറി വിളിച്ചു, അച്ഛാ ഓടി പോയി ഇതെന്നാന്ന് ചോദിച്ചു. അതുകൊണ്ടപ്പോഴത്തേക്കും പപ്പായ്ക്കും ഭയങ്കര ഭയമായി ഇതെന്നാന്ന് പറഞ്ഞ്. അപ്പം അന്നേരം അച്ഛൻ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം, ഹോസ്പിറ്റലിൽ. ഞാൻ അന്ന് ഉച്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങനെ വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിനി ഹോസ്പിറ്റലിലേക്കില്ല, ഞാനിവിടെ കിടന്ന് മരിച്ചോട്ടെ, ഇത്രയും 4 ആഴ്ചയായി. അപ്പോഴത്തേക്കും എനിക്ക് തീരെ വയ്യ. അപ്പം പപ്പ പെട്ടെന്ന് ടിറ്റുനെ വിളിച്ച്, ഇജ്ജ് വന്നു ചേച്ചി, ഇങ്ങനെ ചേച്ചി പറഞ്ഞാൽ പറ്റത്തില്ല, ഇപ്പോൾ ആംബുലൻസ് വിളിച്ച് നമുക്ക് തിരിച്ചു പോകണം, ഇതെന്നാ നമുക്ക്. ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് മോർഫിൻ്റെ വല്ലതും അലർജി ആയിരിക്കുന്നു. പക്ഷേ എങ്കിൽ അവൻ നമുക്കറിയില്ല, അവിടെ ചെന്നാൽ അറിയത്തുള്ളൂ, പോകണം നിർബന്ധമായിട്ട് അവർ എന്നെ നിർബന്ധിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ട് അഡ്മിറ്റാക്കി വീണ്ടും ഒരു മോർഫിൻ തന്നു. ഞാൻ ഒത്തിരി സിക്കായിട്ട് അവിടെ കിടക്കുക. രാവിലെ ഡോക്ടർ അടുത്ത്, നൈറ്റ് ഡോക്ടർ ഇങ്ങനെ ഇത് ചെയ്യുക, ഈ ലേഡി ഇപ്പം 3rd ടൈം അഡ്മിറ്റ് ആയിരിക്കുന്നത്, നോക്ക് ഈ പ്രാവശ്യം അവൾ വന്നപ്പോൾ അവളുടെ ദേഹത്തൊക്കെ നോക്ക് ഒരു ഭയങ്കര റാഷസ്. അപ്പോൾ ഈ കുറച്ചൊരു ഡിസ്റ്റൻസിൽ തന്നെയാണ് ഡോക്ടർ എന്ന് പറയാം. എനിക്ക് നല്ലതായിട്ട് കേൾക്കാം, എൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഡോക്ടറായിരുന്നു, ഒരു സർജൻ, പുള്ളി പറഞ്ഞു ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിൽ അത് കണ്ടുകൊണ്ട് തൊട്ട് പോലും നോക്കാതെ അടുത്ത് വരുമ്പോൾ ആ ഡോക്ടർ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു ദാറ്റ് ഈസ് വാസ്കുലൈറ്റിസ് എന്ന്. അങ്ങനെ വാസ്കുലൈറ്റീസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കൊക്കെ അവരെന്നെ അറ്റൻഷൻ സീക്കറായിട്ടാണ് അന്നും കാണുന്നത്. വാസ്കുലൈറ്റീസ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഡെർമറ്റോളജിക്ക് എല്ലാം റെഫറൽ ചെയ്തു, റുമാറ്റോളജിക്ക്, ഗ്യാസ്ട്രോൻട്രോളജിക്ക് എല്ലാം എന്നെ റെഫറൽ ചെയ്ത്. ഡെർമറ്റോളജി അന്നേരം വന്ന് എൻ്റെ സ്കിന്നിൻ്റെ എൻ്റെ ഇതെല്ലാം ബയോപ്സിക്ക് എല്ലാം എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പ്രോപ്പർ വാസ്കുലൈറ്റിസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ എന്നെ എല്ലാം ഭയങ്കര ഇൻറ്റൻസ് കെയറാണ്. അപ്പോഴത്തേക്കും എൻ്റെ ഓർഗൻ എല്ലാം ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ 140, 150 ആയി. അവരെനിക്ക് എൻഡോകാർഡൈറ്റിസ് ആണെന്നും പറഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നു. പിന്നെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് തുടങ്ങി, എൻ്റെ ബാക്ക് പാസേജിൽ നിന്ന് ഫ്രഷ് ബ്ലഡ് പോകുന്നു. അപ്പോഴത്തേക്കും അവർ CT സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ വയറിൽ ആ കയ്യിലും കാലിലും ഒക്കെ ഉള്ളതുപോലത്തെ ആ റാഷസ് ആണ് വയറ്റിൽ, അതുകൊണ്ടാണ് ഞാൻ ബ്ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ അങ്ങനെ എന്നോട് വന്ന് ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ 2-3 പ്രാവശ്യം ഇത് എന്നും ബ്ലഡ് എടുക്കുന്നതും എൻ്റെ കിഡ്നിയുടെ അവസ്ഥ എന്തായി, അപ്പം കിഡ്നിയൊക്കെ ഫങ്ഷൻ എല്ലാം വളരെ പൂറായപ്പോൾ അവർ വന്ന് ഭയങ്കര വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു. അപ്പോൾ അവർ വന്ന് പറഞ്ഞു, റുമാറ്റോളജി വന്ന് പറഞ്ഞു, സോറി ടു സേ ഇത് ഓട്ടോണിമ്യൂൺ ഡിസീസാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഈ ആസാദിൽ ഒത്തിരി സിസ്റ്ററിന് അറിയാം, പക്ഷേ ബാസിന് അറിയത്തില്ല മെഡിക്കലിൽ അല്ല. അതുകൊണ്ട് ഈ ആസാദിൽ ഒത്തിരി സാക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ SLE, ലൂപ്പസ്, വാസ്കുലൈറ്റിസ്, അങ്ങനെ ആ ഓട്ടോണിമ്യൂൺ ഡിസീസ് വൺ ഓഫ് അത് അങ്ങനെ ഡയഗ്നോസ് ചെയ്തപ്പോൾ അതിന് മെഡിസിൻ ഇല്ല. അപ്പോൾ അവർ വന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് മരുന്നില്ലാത്തതുകൊണ്ട് എൻ്റെ ലങ്സ് അല്ലെങ്കിൽ എൻ്റെ കിഡ്നി നെക്രോസിസ് ആയിട്ട് ഞാൻ മരിച്ചു പോകുന്നു. അങ്ങനെ അവരെനിക്ക് മെഡിക്കൽ സയൻസ് എന്നെ വിധി എഴുതി മരണത്തിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടു. അപ്പം മാറ്റിയിട്ട് ആ അവസ്ഥയിൽ ഞങ്ങൾ വളരെ പ്രയാസത്തിൽ, നമുക്ക് മരണത്തിന് വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടിരുന്ന ഒരവസ്ഥ. അപ്പം ചർച്ച് എനിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ചർച്ചിൽ ഇങ്ങനെ ഒരു ദർശനം കണ്ടതുമാണല്ലോ. അപ്പം ചർച്ച് അവർ തീരുമാനിച്ചു നമ്മുടെ വീട്ടിലൊരു ഫാസ്റ്റിംഗ് പ്രയർ വെക്കാനായിട്ട്. അങ്ങനെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ വെക്കുന്ന ഒരു ദിവസം, അപ്പോൾ ആ ഫാസ്റ്റിംഗ് പ്രയറിന് അന്ന് ഞാൻ ഭയങ്കരമായിട്ടും പോളിയായി
ആയിട്ട്. അപ്പം എനിക്ക് ചർച്ചിൽ നിന്ന് തന്നെ ഒത്തിരി വന്ന് എല്ലാവരും വന്ന് പാസ്റ്ററും എല്ലാം വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. പിന്നെ അന്നേരം ടിറ്റുവിൻ്റെ വൈഫ് രണ്ടാമത്തെ ഗർഭിണിയായിട്ടിരിക്കുന്നു. എൻ്റെ മോളും മാത്രമേ ഉള്ളൂ. ചർച്ചിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥന ഇരിക്കുക. പപ്പായും ടിറ്റും എൻ്റെ അടുത്തിരിക്കുക. അവർ പോരുന്നില്ല, കാരണം അവർക്കും അറിയാം ഞാൻ വളരെ സീരിയസ് ആയി. ഇനി ഒരു പ്രാവശ്യം കൂടി എന്നെ കാണത്തില്ലായിരിക്കും. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, വീട്ടിൽ പ്രെയർ നടക്കുമല്ലോ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലുക, എത്ര വണ്ടികളൊക്കെ അവിടെ വരുന്നത്, അപ്പം നിങ്ങൾ പക്ഷേങ്കിൽ അവർ ഒന്നും ഇല്ലാതെ ഇനി കാണാൻ പറ്റത്തില്ലെങ്കിലോ എന്നുള്ളൊരവസ്ഥയിൽ അവരും ഇരിക്കുക. അപ്പം എനിക്ക് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ സംസാര ശേഷി എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ മരണത്തെ മുഖാമുഖമായിട്ട് കാണുന്ന ഒരവസ്ഥ അപ്പം ഞാനും ഓർത്തു, എന്തെങ്കിലും ആട്ടെ, അവർ പോകുമോ പോകാതിരിക്കുക, എന്തെങ്കിലും ചെയ്യട്ടെ. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പം വിസിറ്റിംഗ് ടൈം എല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ തിരിച്ചു വന്നു. അന്ന് രാത്രിയിൽ ഞാൻ മരണഭയം കൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. അവരെനിക്ക് മോർഫിൻ തന്നിട്ട് ഒന്നും എനിക്ക് പറ്റത്തില്ല. നാക്കിനൊന്നും എനിക്കൊരു ശക്തിയില്ല സംസാരിക്കാൻ. അപ്പം എനിക്ക് ഭയങ്കര മരണഭയവാ. ഇനി അച്ചാനെയും ചിറ്റിനൊന്നും ഒരു കാലത്ത് ഞാൻ കാണത്തില്ല എന്നുള്ളത് അതെൻ്റെ മനസ്സിൽ ഉറച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അന്ന് വരെ ചെയ്ത ഇങ്ങനെ ഓരോ കുറ്റങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ഞാൻ ഭയങ്കരമായിട്ട് ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മരണത്തിന് വേണ്ടിയാണ് ഞാൻ രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കാര്യം എന്തായി എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ എപ്പോഴോ ഇത് ഉറക്കത്തിൽ അങ്ങ് സ്ലിപ്പ് ചെയ്തു പോയി. പക്ഷെ ആ പ്രാർത്ഥന വീട്ടിൽ നടക്കുമ്പോൾ ശത്രുവിൻ്റെ ഒരു ഭയങ്കര പോരാട്ടമായിരുന്നു നടന്നത്. ദൈവം എനിക്ക് വിടുതലയക്കുന്നത് അതിന് ശത്രു അതുപോലത്തെ തടയുന്ന ഒരവസ്ഥയായിരുന്നു അന്ന് എല്ലാവരും ഓർത്ത് ഞാൻ അങ്ങനെ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലാണെന്ന്. എന്നാൽ ഞാൻ അങ്ങനെ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഞാൻ 4 ആഴ്ച കൂടിയാണ് 4-5 ആഴ്ച കൂടി അന്ന് നന്നായിട്ട് ഉറങ്ങും. രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ്, അയ്യോ ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന് ഭയങ്കര സർപ്രൈസായി എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചായിട്ട്, പക്ഷെ മരുന്നൊന്നും ഇല്ലല്ലോ അതിന്. അത് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ഭവനത്തിലേക്ക് വന്നു. പിന്നെ ഒത്തിരി പക്ഷെ അന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭർത്താവോ കുഞ്ഞോ നമ്മുടെ പപ്പനോ അമ്മയോ നമുക്ക് ആര് ജീവിതത്തിലുണ്ടായാലും അവർക്കെല്ലാം ഒരു പരിധിയുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഒരു സമയം ലിമിറ്റേഷൻ, ഒരു ലോയൊക്കെ ഉണ്ട്. എന്നാൽ അന്ന് അവർ കടന്നു പോന്നപ്പം ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം, ആ വചനം അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ റിയലി അനുഭവിച്ചറിഞ്ഞു. അത് നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ആഴം അറിയത്തില്ല. എല്ലാവരും കൈവിടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും. അത് നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് തന്നെ നമ്മൾ അനുഭവിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ കാര്യം, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള ആ വാഗ്ദത്തം അന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ സന്തോഷത്തോടെ ഞാൻ രാവിലെ എണീറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ പക്ഷേങ്കിൽ അത് കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര പ്രോബ്ലംസാണ്. ഞാൻ റിക്കവർ ആകുന്നില്ല. വീട്ടിൽ വന്നു, ഞാനിവിടെ അപ്സ്റ്റെയർ ബൗണ്ടായി, എനിക്ക് എൻ്റെ ജോയിൻസിനെല്ലാം അത് അഫക്റ്റ് ചെയ്ത് നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനൊരു 6-7 മാസത്തോളമായി. അങ്ങനെ നിൽക്കുമ്പം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലെറ്റർ വന്നു, നീ ജോലിക്ക് ഇൻകേപ്പബിൾ ആണെന്ന് പറഞ്ഞ്. പാസ്റ്റർ, ആ ഇൻകേപ്പബിൾ എന്നുള്ള ആ വേർഡ് കേട്ടപ്പം ഞാൻ ഭയങ്കരമായിട്ട് ബിറ്റർലി ഞാൻ കരഞ്ഞു. എന്നാൽ അവരെന്നെ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല. കാരണം കുറച്ച് നാളുകൾക്കും ഒരു യൂത്ത് ക്യാമ്പിന് പോകുമ്പം ആ യൂത്ത് ക്യാമ്പിൽ വെച്ചൊരു പാസ്റ്റർ അന്ന് പറഞ്ഞു, അന്ന് ഈ ഇൻകേപ്പബിൾ എന്നുള്ള വേർഡ് എന്നോട് വളരെ ശക്തമായിട്ട് ഇടപെട്ട്. തിരിച്ചു പോരുമ്പോഴെല്ലാം ഞാൻ പപ്പായോട് അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അന്ന് ആ പാസ്റ്റർ പറഞ്ഞു, യൂത്ത്സ് അല്ലേ, അപ്പം അവർ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇൻകേപ്പബിൾ ആണെന്നും അവരെക്കുറിച്ച് അങ്ങനെ പറയും, അവരെ ബുള്ളി ചെയ്യും അങ്ങനെ. പക്ഷെ ഞാനും ഇംഗ്ലീഷുകാർ മാത്രമുള്ള ഒരു വാർഡിൽ അന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പല ബുദ്ധിമുട്ടുകളുണ്ട്, ബുള്ളി അങ്ങനെ. പക്ഷെ ആ ഇൻകേപ്പബിൾ എന്നുള്ള അവർ പറയുന്ന നമ്മളെക്കുറിച്ച് അങ്ങനെയുള്ള അതല്ല, എന്നെ ഭയങ്കരമായിട്ട് സ്റ്റക്ക് ചെയ്ത ഒരു വേർഡാണ്. ആ വേർഡ് എൻ്റെ പേരിൽ എഴുതി വന്നപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു ഏറ്റിരിക്കാൻ പോലും മേല. പക്ഷെ ഞാൻ ഒരു പ്രത്യേക ശക്തിയിൽ എണീറ്റ് ഞാൻ GP അടുത്ത് പോയി. ഞാൻ GPയോട് പറഞ്ഞു, ഐ എം ഫിറ്റ് ഫോർ ജോലി, എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതാ. അപ്പം GP നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നത്. GP എനിക്ക് ഞാൻ ആ ലെറ്ററുമായിട്ട് ചീഫ് നഴ്സിൻ്റെ മേട്ടറിൻ്റെ അടുത്ത് ചെന്നു. ചീഫ് നഴ്സിൻ്റെ മേട്ടറിൻ്റെ അടുത്ത് ഞാൻ ചെന്നിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഇൻകേപ്പബിൾ ആണെന്ന് പറയാൻ പറ്റുന്നത്? എനിക്കൊരു ജോലി ഞാൻ ചെയ്തിട്ട് എനിക്ക് പറ്റിയല്ലാത്ത ഒരവസ്ഥ കാണുമ്പോഴല്ലേ നിങ്ങൾക്ക് ഇൻകേപ്പബിൾ. പക്ഷെ എനിക്ക് ലെറ്റർ വന്ന കണ്ടോ, അതുകൊണ്ട് എനിക്ക് നാളെ മുതൽ ജോലിക്ക് കയറണം, അതിനുവേണ്ടി ഞാൻ നിൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു.
എൻ്റെ ചീഫ് നേഴ്സും ആ മേട്ടനും ഒന്നും സമ്മതിക്കത്തില്ല ഇത് ഞാൻ ജോലിക്ക് കയറണം. അവർ പറയുന്നത്, അയ്യോ ലിസി, നിന്റെ ഓർഗൻസ് ഇപ്പോഴും എല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, നീ ഹൈ ഡോസ് ഓഫ് ഇമ്യൂണോസപ്രസീവിലാണ് ഇപ്പോഴും റൺ ചെയ്യുന്നത്. ആ ഇമ്യൂണോസപ്രസീവ് എടുത്ത് നീ ഇവിടെ ജോലിക്ക് വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് നീ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല കവർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ സിക്ക് ലീവ് കണ്ടിന്യൂ ചെയ്തോളാൻ പറയുക. ഞാൻ പറഞ്ഞു നോ വേ, ഇത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ലെറ്റർ. അന്നേരം അവർ പറയുന്ന അവർക്ക് ആ ലെറ്ററിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ പറഞ്ഞു പക്ഷേ ഈ ഹോസ്പിറ്റലിൻ്റെ ലെറ്റർ പാഡിലാണ് ഈ ലെറ്റർ വന്നിരിക്കുന്നത്, HR എന്നാണ്. എനിക്കതൊന്നും അറിയണ്ട, പക്ഷേ എനിക്ക് നാളെ ജോലിക്ക് കയറണം, എനിക്ക് GP ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരണം, എനിക്ക് ജോലിക്ക് കയറണം. അങ്ങനെ അവരെൻ്റെ നിർബന്ധം കൊണ്ട് അവരെനിക്ക് നാളെ മുതൽ 2 മണിക്കൂർ ജോലി ചെയ്യാനായിട്ട് സമ്മതിച്ചു. അതിനകത്ത് 1 മണിക്കൂർ കഴിയുമ്പം ഞാൻ അരമണിക്കൂർ റെസ്റ്റ് എടുക്കണം, പിന്നെ അരമണിക്കൂർ, അങ്ങനെ മൊത്തം 2 മണിക്കൂർ ജോലി. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക്, പക്ഷേ ഞാൻ ഒരു കാലത്തും ഇനി ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ അവസ്ഥ അത്രയും മോശമാണ്. എനിക്ക് ഏറ്റു നിൽക്കാനോ സംസാരിക്കാനോ ഇച്ചിരി നടക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് ഹാർട്ട് ബീറ്റൊക്കെ അന്ന് 140 150, ഞാൻ പെട്ടെന്ന് ടയേർഡായിട്ട് വീഴും, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഞാൻ ജോലിക്ക് ചെല്ലുമ്പോൾ എൻ്റെ മാനേജർ എന്നെ കണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടും. അവൾക്ക് ലെറ്റർ ഇട്ടിട്ടുണ്ട്, അവളത് വായിച്ചില്ല, കാരണം അവൾക്ക് മനസ്സിലായില്ലായിരുന്നു. നീ ജോലിക്ക് പോകുന്ന എന്നെ കണ്ട്. പക്ഷേ എനിക്കും ആ യൂണിഫോം ഒക്കെ ഇട്ട് ഞാൻ ഒരിക്കലും ഇനി പോകത്തില്ല എന്ന് ഓർത്തിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു യേസ് ഞാൻ ജോലിക്ക് വന്ന ലിസി, ഞാൻ ഭയങ്കര സർപ്രൈസാണ്. അതെ ഞാൻ സർപ്രൈസാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു നിനക്ക് ലെറ്റർ കിട്ടിയില്ലേ, ഞാൻ 2 മണിക്കൂർ ജോലി ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ഇത് മേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ലെറ്റർ തൂങ്ങി കിടപ്പുണ്ട്, ഞാൻ വായിച്ചില്ല. ഓക്കെ നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു എനിത്തിങ് ഐ ക്യാൻ ഡു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ നീ എന്നാൽ മെഡിസിൻ കൊടുക്കുമെന്നും പറഞ്ഞ് 1 മണിക്കാണ് ഞാൻ ചെന്നത്. അപ്പോൾ എനിക്ക് മെഡിസിൻ്റെ ചാവി തന്നിട്ട് പറഞ്ഞു നീ റോളെടുത്ത് മെഡിസിൻ കൊടുക്കും. ഞാൻ പാസ്റ്ററെ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങി. 3 പേഷ്യൻ്റ് മെഡിസിൻ കൊടുത്തു. എനിക്ക് അപ്പോൾ അവിടെ കിടക്കണം, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇനി ഒരു മിനിറ്റ് പോലും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ആ മെഡിസിൻ റോളിൽ പൂട്ടിട്ട് അവിടുത്തെ ടോയ്ലറ്റിൽ കയറുന്നു. ഞാനങ്ങ് അവിടെ ആ ടോയ്ലറ്റ് കമ്മോടെ കയറി ഞാനങ്ങ് ഇരുന്ന് കരയാൻ തുടങ്ങി. ദൈവമേ, നീ എന്നോടത്ത് വാഗ്ദത്തം ചെയ്തിരിക്കും ദൈവം, നിന്റെ വചനത്തിലുണ്ട്, ആ ദൈവത്തിൻ്റെ അതിൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കണം, എന്നെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. എനിക്കിങ്ങനെ ഇവിടെ ഇരുന്നിക്കാൻ പറ്റത്തില്ല. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമാ. എന്നിലേക്ക് ആ ശക്തി പകരണം, നിന്റെ വലം കൈ കൊണ്ട് എന്നെ താങ്ങണം, ഇല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ഇരുന്ന് ബിറ്റർലി കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം എന്നോട് തന്നെ പറഞ്ഞു. അപ്പോഴത്തേക്കും എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക, അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ മാനേജ് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു ലിസി, നീ കേപ്പബിൾ ആണോ ഇൻകേപ്പബിൾ ആണോ? എങ്കിലും നിന്റെ കണ്ണുനീര് പെട്ടെന്ന് തുടച്ചിട്ട് മര്യാദയ്ക്ക് നീ പോയി മെഡിസിൻ കൊടുക്കുക. അപ്പം അങ്ങനെ എന്നെ തന്നെ ഞാൻ ഷൗട്ട് ചെയ്ത് എന്നോട് സംസാരിച്ച് ഞാൻ കണ്ണുനീരെല്ലാം തുടച്ച് വീണ്ടും 3 പേഷ്യൻ്റ് മെഡിസിൻ കൊടുത്ത്, പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും വന്നിരുന്ന് കരഞ്ഞു. പക്ഷെ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട് എപ്പം മേലം തോന്നുന്നു അന്നേരം നിർത്തിക്കോളാനായിട്ട്. പക്ഷെ ഞാനൊരു ഫൈറ്ററാണ്, ഞാൻ കീഴടങ്ങാൻ റെഡിയല്ല. അതിനാണ് ഞാൻ വീണ്ടും ശക്തി പ്രാപിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ അങ്ങനെ 1 മണിക്കൂറായി. പിന്നെ ഞാൻ പോയി അരമണിക്കൂർ ഇതെടുത്തു. അങ്ങനെ ഞാൻ 2 മണിക്കൂർ അന്ന് ഒരു വിധേന എനിക്കറിയത്തില്ല, ഞാൻ വീഴാതെ ഒരു തരത്തിൽ ഞാൻ ഭവനത്തിൽ വന്നെത്തി. പക്ഷേങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളായിരുന്നു മുഴുവൻ ദിവസങ്ങൾ. വീട്ടിൽ വന്ന് അങ്ങനെ കട്ടിലെന്ന് പിന്നെ ഏക്കാൻ പറ്റില്ല. പിന്നെ അവരെനിക്ക് 3 ദിവസമാണ് ജോലി തന്നത്, 2 മണിക്കൂർ. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് മീറ്റിംഗ് വെച്ചു. പക്ഷെ ആ മീറ്റിങ്ങിൽ അവർ വീണ്ടും ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നി, എന്നോട് കരുണ തോന്നി. അവർ പറഞ്ഞു വീണ്ടും ഇങ്ങനെ തന്നെ അടുത്ത മാസം നീ 2 മണിക്കൂർ ജോലി ചെയ്താൽ മതി. അങ്ങനെ വീണ്ടും 2 മാസം. പിന്നെ 3-ാം മാസം ചെന്നപ്പം പറഞ്ഞു 3 മണിക്കൂർ 4 അങ്ങനെ എന്നെ ഗ്രാജുവലി അവർ ഫുൾ ടൈമിലേക്ക് അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലും എൻ്റെ വാർഡ്മാൻ എല്ലാവരും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഈ സമയത്ത് എൻ്റെ സഭ വളരെ എനിക്ക് വേണ്ടി ശ്രദ്ധേറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന. അത്ര ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പാസ്റ്ററും സഭയെല്ലാം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ശ്രദ്ധേറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെ ഞങ്ങൾ റിക്കവറായി നാട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ചുറ്റും ഭാര്യ ഗർഭിണിയായിരുന്നു, അവൾ ഫുൾ ടൈം ആയി. അപ്പോൾ ഞാനിനി ഒരിക്കലും എൻ്റെ മാതാപിതാക്കന്മാരെയോ നാടോ ഒന്നും കാണത്തില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണല്ലോ അന്ന് കടന്നുപോയത്. അവരെ കാണാനും അവർക്ക് എന്നെ കാണാനും ഒക്കെ ഭയങ്കര ആഗ്രഹം. അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് ഒരു 15 ദിവസത്തെ ലീവിന് പോയി. അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോരുമ്പം അവൾ പ്രസവിച്ചു. അത് കഴിയുമ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വളരെ പ്രയാസത്തോടെ കടന്നു വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് കുഞ്ഞ്, അവന് 65 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. 88ാമത്തെ ദിവസം അവനും കറുത്ത സന്നിയിൽ ചേർക്കപ്പെട്ടു.
പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അവസ്ഥ. അതിന് മുമ്പ് അവൾ ഒരു പ്രാവശ്യം വയറ്റിലുണ്ടായത് ഇങ്ങനെ ഇതായി പോയായിരുന്നു. അങ്ങനെ ഇത് മൂന്നാമത്തെ കുഞ്ഞാണ് നഷ്ടപ്പെട്ടത്. അപ്പം പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെയായി ഭയങ്കര. അപ്പം അതിനകത്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയും എടുക്കുകയും എല്ലാം ചെയ്തു. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് പ്രോബ്ലം ആയിട്ട് കാർഡിയക് മയോപ്പതി എന്ന് പറയുന്ന ഡിസീസായിട്ട് അവർ മരിച്ചു പോയത്. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തിരുന്നു. അങ്ങനെ കൊച്ചിൻ്റെ ഫ്യൂണറലെല്ലാം ഇവിടെ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അച്ഛൻ ഭയങ്കരമായിട്ട് വയ്യാതെ ഒരവസ്ഥയിലായിരുന്നു. ഒരു 3 മാസമായിട്ട് കഫ് ആൻഡ് കോൾഡ്. അപ്പം കുഞ്ഞിങ്ങനെ വെന്റിലേറ്ററൊക്കെ ആയിരുന്നു. ഞങ്ങളിങ്ങനെ ജീപ്പിയുടെ അടുത്ത് പോയി 3 പ്രാവശ്യം ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചാൽ 3 മാസം. ഒരു ദിവസം ഇങ്ങനെ ചർച്ചിൽ പോകാനായിട്ട് ഞായറാഴ്ച കുളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. അയ്യോ പെട്ടെന്ന് ഓടി വാ, എനിക്ക് ഭയങ്കര ഷോർട്ടപ്പുറത്ത്, ഇപ്പം ഞാൻ ഈ ടോയ്ലറ്റിൽ വീഴാൻ പോകും, എനിക്ക് തുറത്താനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് പിന്നെ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് വന്ന് കട്ടിലേ കൊണ്ട് കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വിഷമെല്ലാം അങ്ങ് മാറി. ഞങ്ങൾ ചർച്ചിലും പോയി. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ജീപ്പിൻ്റെ അടുത്ത് പോയി ഇവരെല്ലാം പറഞ്ഞു. ജീപ്പ് എക്സ്റേ എടുത്തു. ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു റിസൾട്ടിന് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പം അച്ഛന് ഹാർട്ട് ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്തു ആ എക്സ്റേക്കകത്ത്. ആദ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കേട്ടപ്പോഴത്തേക്കും ഹാർട്ട് ഫെയിലിയർ എന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ അപ്പം ഇത് കാർഡിയക് വാർഡിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ സിസ്റ്ററെ പിന്നെ ജീവിതത്തിൽ എല്ലാം അപ്സൈഡ് ഡൗൺ ആയി. വീണ്ടും വൺ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ ഇങ്ങനെ ക്യൂ അപ്പ് ചെയ്യുവാണ്. ഓരോ ഡിസാസ്റ്റേഴ്സും ഞങ്ങൾ ഒന്ന് കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്തത് വന്ന് ക്യൂ അപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ വന്നു. അങ്ങനെ അച്ഛൻ അങ്ങനെ ഇത് വന്നു. നമ്മൾ വീട്ടിൽ വന്ന് നമുക്ക് പ്രാർത്ഥിക്കുമല്ലാതെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഹോസ്പിറ്റലുകാർ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ വർഷത്തിൻ്റെ അവസാനമായി അച്ഛന് ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 15 ദിവസം ആശുപത്രി കിടന്നു. അവർ ഒത്തിരി സ്കാനും അതും ഇതെല്ലാം ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു അച്ഛന് ലങ് ക്യാൻസർ ആണ്, TB ആണ്. അപ്പം ഹാർട്ട് ഫെയിലറിൻ്റെ അവരുടെ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായെന്നെല്ലാം അന്വേഷിക്കുക. അങ്ങനെ അതിനകത്തല്ല ഇങ്ങനെ ഓരോ ഡയഗ്നോസ് വരും. അങ്ങനെ അച്ഛൻ അവിടെ 15 ദിവസം കിടന്നു. ഞങ്ങൾക്ക് ഇത് ഇയർ എൻഡ് പ്രെയർ, ഞങ്ങൾ ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഇയർ എൻഡ് പ്രെയർ, നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ആണല്ലോ നമുക്ക് ആ പ്രെയർ. അപ്പോൾ അത് ഞങ്ങൾ ഒരിക്കലും മുടക്കിയിട്ടില്ല. അച്ഛൻ പറഞ്ഞു ഇന്നിപ്പോൾ ഞാൻ 15 ദിവസം, ഞാൻ ഇന്ന് ഡിസ്ചാർജ് എടുത്ത് ഞാൻ വീട്ടിൽ പോകും, ഞാൻ ഇനി ഇവിടെ ആരെന്നെ പറഞ്ഞാലും ഇവിടെ കിടക്കത്തില്ല. അങ്ങനെ ഇൻചാർജിനെ വിളിച്ച് പറഞ്ഞു നീ എനിക്ക് ഡിസ്ചാർജ് തന്നായിരുന്നില്ല, ഞാൻ സെൽഫ് ഡിസ്ചാർജ് എടുത്ത് വീട്ടിൽ പോകും. അങ്ങനെ അവർ ഒരുത്തി ഞങ്ങൾക്ക് ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് റെസ്പിറേറ്ററി കാണാമെന്നും പറഞ്ഞ് ഞങ്ങളെ ലങ് ക്യാൻസർ ആണെന്ന് അവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് പോന്നു. അന്ന് ഞങ്ങൾ രാത്രിയിൽ ചർച്ചിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ദൈവം പപ്പായ്ക്ക് പ്രൊമിസ് വേർഡ് കൊടുത്തു, നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കില്ലെന്ന്. പാസ്റ്റർ ആ ദൈവവചനം ആ വർഷം മുഴുവനും ഞങ്ങളെ നിർത്തിയത് എന്നും അത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഒരുപാട് ആ വർഷം ഒരുപാട് ആയുധങ്ങൾ ഞങ്ങളുടെ നേരെ കടന്നു വന്നു. എന്നാൽ ആയുധം ഫലിക്കാതെ വണ്ണം ദൈവം ഞങ്ങളെ നിർത്തി. അപ്പോൾ അവർ ഞങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് പാപ്പയ്ക്ക് സാർക്കോഡോസിസ് ആണെന്ന് പറഞ്ഞ് ഹൈ ഡോസ് ഓഫ് ഇത് സ്റ്റിറോയിഡ്സ് എല്ലാം കൊടുത്തു. അങ്ങനെ ആകുമ്പോഴത്തേക്കും അച്ഛന് ഭയങ്കര ശക്തിയും ബലവും. അപ്പം ഞങ്ങളോർത്ത് ഹാർട്ട് റിവേഴ്സ് ചെയ്തായിരിക്കുന്നു. പക്ഷേ അടുത്ത എക്കോ ചെയ്തപ്പോഴും താഴേക്ക് വരിക ചെയ്ത്, മേളിലേക്ക് പോകുന്നില്ല. അങ്ങനെ അവരതെല്ലാം നിർത്തി. അപ്പോഴത്തേക്കും അച്ഛൻ്റെ 2 കണ്ണിനും കാഴ്ചയില്ലാതെയായി. ഈ സ്റ്റിറോയിഡിൻ്റെ കോംപ്ലിക്കേഷൻ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ഒരു കണ്ണിന് ആദ്യമേ കാട്രാക്ട് ചെയ്തു, അടുത്ത വർഷം പിന്നെ അത് കാൺട്രാക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ആ ദൈവവചനം പറഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ പ്രൈവറ്റിൽ പോയി അന്വേഷിച്ചു. പിന്നെ അടുത്ത വർഷം ഞങ്ങൾ നാട്ടിൽ പോയി എവിടെയെങ്കിലും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന്. പിന്നെ ഞങ്ങൾ അമേരിക്കയിൽ അന്വേഷിച്ചു. എവിടെയും ഇതിനൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല. ഇവിടെ NHS അവർ നോക്കുമ്പോൾ അതെല്ലാം അവർ ആ ഇൻവെസ്റ്റിഗേഷനും എല്ലാം നോക്കുമ്പോൾ അച്ഛനെ നന്നായിട്ട് നോക്കുന്നു. അത് കഴിഞ്ഞ് വേറൊരു ട്രീറ്റ്മെൻറ്റ് എങ്ങും ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന മാത്രമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുക. അച്ഛൻ്റെ കണ്ടീഷൻ ഓരോ ദിവസവും താഴോട്ട് വന്നു. അങ്ങനെ 2014 വന്നു. 14 ഞങ്ങൾക്ക് വീണ്ടും ദൈവം പ്രോമിസ് വേർഡ് തന്നു. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം വരില്ല, കഷ്ടകാലത്തെ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിളിച്ചു മഹത്വപ്പെടുത്തുന്നു. ആ വചനം പറഞ്ഞ് ഞങ്ങൾ കിട്ടുന്ന വചനം പറഞ്ഞ് അങ്ങനെ വചനത്തിൽ ഞങ്ങൾ വചനം വായിക്കാനും പഠിക്കാനും അതിനകത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് വേറെ ഒരു പ്രതീക്ഷയും ഇല്ല, ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്കൊരു വിടുതലുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നു. അങ്ങനെ 2015 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു ഉപവാസ പ്രാർത്ഥന, ഞങ്ങളുടെ പാസ്റ്റർ ശക്തമായിട്ട് ദൈവവചനം പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവ് ശക്തമായിട്ട് ഞങ്ങളോട് ഇടപെട്ടു. ദൈവം പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, നല്ല കുശവൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ ഉടഞ്ഞ പാത്രങ്ങളായിരുന്നു. എന്നാൽ ഒരു ഗ്ലാസ് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് നിലത്ത് വീഴുമ്പോൾ അതെങ്ങനെ ചിന്നി ചിതറി എങ്ങനെ പോകുന്നുവോ
അങ്ങനെ പോയതായിരുന്നു. അത് അടിച്ചു വാരി തൂത്തുവാരി ബിന്നിലേക്ക് ഇടാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. അങ്ങനെ എന്നാൽ ആ ബിന്നിലേക്ക് ഇടാതെ അത് റീമേക്ക് ചെയ്യാനായിട്ട് നല്ല കുശവന് പ്രസാദം തോന്നി. പക്ഷേ ആ റീമേക്കിംഗ് ആ ഓരോ അച്ചിലൂടെ കടന്നു പോകുമ്പോൾ ആ റീമേക്കിംഗ് അത്ര സുഖകരമല്ലെന്ന്. അത് ഞങ്ങളോട് ദൈവം ശക്തമായിട്ട് ഞങ്ങളോട് സംസാരിച്ച വചനമായിരുന്നു. അപ്പൊ അത് ശരി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളും മാസങ്ങളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു സിസ്റ്ററെ. ആ അച്ചിലൂടെ കടന്നു പോകുന്ന അവസ്ഥ എവറി ഡേ പപ്പയ്ക്ക് സുഖമില്ല, എന്നാലും ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വരും. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, എന്നാൽ ഒന്നുമില്ല. ശൂന്യത ഞങ്ങളുടെ ജീവിതത്തിൽ, എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ, പക്ഷെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയാ. അങ്ങനെ ദൈവത്തോട് പിള്ളേർ പറയും പപ്പയുടെ മുമ്പിൽ മമ്മി കരയരുതേ മമ്മി, പപ്പ ഇല്ലാത്തപ്പോഴുള്ളൂ. ഞാൻ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഈ റൂമിലോട്ട് ഞാനങ്ങ് ഒത്തിരി ഒച്ചത്തിലങ്ങ് കരയും, ഒച്ചത്തിലങ്ങ് കരയും. ഞാൻ എപ്പോഴും ഈ പറയുന്ന ദൈവവചനം തന്നെ ഞാൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കും. ദിവസത്തിൽ എത്ര പ്രാവശ്യം അത് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, എനിക്കതിന് ഒരു കണക്കില്ല. എന്നും ഞാനിങ്ങനെ അച്ചാനെ കെട്ടിപ്പിടിച്ച് ഞാനിങ്ങനെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവമേ എന്നിൽ നിന്ന് അച്ചാനെ എടുത്തോണ്ട് പോകരുതേ. ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയതുള്ളൂ, ഇത്രയും നാൾ ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ജീവിച്ചത്. പക്ഷേ എങ്കിൽ ഞങ്ങൾ ഇനിയാണ് എന്നാ ജീവിക്കുന്നത്, അത് കാരണം എന്നിൽ നിന്ന് എടുത്തോണ്ട് പോകല്ലേ എന്ന് ഞാൻ ഇങ്ങനെ എന്നും എപ്പോഴും ഏത് സമയത്ത് ഇങ്ങനെ അങ്ങനെ 2016 കടന്നു വന്നു. 2016 കടന്നു വരുമ്പോൾ അച്ഛന് ഭയങ്കര സുഖമില്ല, ഫ്ലൂയിഡ് കൊണ്ട് ഭയങ്കരമായിട്ടും പ്ലൂറൽ എഫ്യൂഷനാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അച്ചാനോട് അവർ മോർഫിൻ കൊടുക്കും. അപ്പോൾ അച്ചാൻ പറഞ്ഞു എനിക്ക് മോർഫിൻ വേണ്ട. അപ്പോൾ അവർ മെഡിസിൻ എല്ലാം മാറ്റുന്നു. അപ്പം നിർബന്ധിക്കുമ്പം അന്നേരം ആ ഡോക്ടർ ചോദിച്ചു നിനക്ക് നിൻ്റെ പ്രോഗ്നോസിസ് എന്നാന്ന് അറിയണമെന്ന് ചോദിച്ചു. അപ്പം അച്ചാന് പ്രോഗ്നോസിസ് എന്നുള്ള വേർഡ് അറിയത്തില്ല, മെഡിക്കൽ അല്ലല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു എനിക്കറിയണം. ഞാൻ പറഞ്ഞു നോ കേൾക്കണ്ട. പക്ഷെ ഇവിടെ ഇവരെല്ലാം പേഷ്യൻറ്റിനോടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം പറഞ്ഞു നീ ഇനി 6 മാസം ജീവിക്കത്തുള്ളെന്ന്. അങ്ങനെ പറഞ്ഞു. ഞാൻ കുഞ്ഞന്ന് അത് +2 പഠിച്ചുകൊണ്ടിരിക്കുക, അവളോട് അത് പറയരുതല്ലോ എന്നോർത്ത് അങ്ങനെ വിഷമത്തോടെ ഞാൻ ഇവിടെ വന്നു കഴിയുമ്പം അച്ഛൻ വന്ന് കുഞ്ഞിനോട് അന്നേരം പറഞ്ഞു മോനെ നിനക്കറിയാവോ പപ്പ ഇനി 6 മാസം ജീവിക്കത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അവളുടെ പരീക്ഷയിൽ പഠിത്തത്തിലെല്ലാം അത് ബാധിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡോക്ടറെ അപ്പം എനിക്കും ഇങ്ങനെ ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം എപ്പോഴും ഫ്ലെയറപ്പ് എടുക്കും എല്ലാം ചെയ്യുന്നുണ്ട്, മരുന്ന് ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതെല്ലാം സംഭവിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഇത് ഒരു ഡോക്ടർ പറഞ്ഞു ഓ ലിസി നിന്റെ ഹസ്ബൻഡിന് ഹാർട്ട് ഫെയിലർ അല്ലേ, നിനക്ക് വാസ്കുലൈറ്റിസാ, എൻ്റെ പിള്ളേരെ എത്രയുണ്ട്. ഞാൻ പറഞ്ഞ ഒരു മോളവളത്. ഓ എൻ്റെ ദൈവമേ കൊച്ചിൻ്റെ കാര്യം കഷ്ടം. അത് കേട്ട മുതൽ ചില സമയത്ത് ഷാൻഡിസ്റ്റർ ഇങ്ങനെ ഓരോ മനുഷ്യർ നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മളെ എത്ര ഹേർട്ട് ചെയ്യും. നമ്മളതിങ്ങനെ എപ്പോഴും നമ്മളെ പിന്തുടരും. അത് അവർ അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത്, പക്ഷേങ്കിൽ നമ്മളാ കടന്നു പോകുന്ന അവസ്ഥയിൽ. അപ്പം പിന്നെ എന്ത് ചിന്തയാണ്, എൻ്റെ ദൈവമേ ഞങ്ങൾ രണ്ടുപേരും മരിച്ചു പോകും, എൻ്റെ കുഞ്ഞിന് ആരുമില്ലാതെ അവളൊരു അനാഥയായി പോകും. അങ്ങനെ ദൈവത്തോട് അങ്ങനെ എൻ്റെ കുഞ്ഞിനെ അനാഥയാക്കല്ലേ. അങ്ങനെ ഞങ്ങൾ വളരെ ദൈവസന്നിധിയിൽ അങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2016 വരുമ്പോൾ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പാസ്റ്റർ വന്ന് പറഞ്ഞു, പാസ്റ്റർ വന്ന് ആകെയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവനിലിട്ടുകൊള്ളും. അങ്ങനെ ആ വചനം പിന്നെ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഇത്. അപ്പം ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഞാൻ ദൈവത്തിൻ്റെ മേലിടാൻ തുടങ്ങി. പിന്നെ ഞാൻ അച്ഛൻ്റെ റിപ്പോർട്ടുകളൊന്നും നോക്കത്തില്ല, കാരണം ആ റിപ്പോർട്ടുകളെല്ലാം നോക്കുമ്പം എനിക്ക് ഭയങ്കര ഭാരമാണ് ഉണ്ടാകുന്നത്. കാരണം അന്ന് പിന്നെ വേദനിക്കാൻ മാത്രമല്ല, അതൊന്നും അതിൽ നിന്ന് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. കാരണം ഓരോ ദിവസം അത് വേഴ്സായിക്കൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ അപ്പം പിന്നെ ഞാനിങ്ങനെ രാത്രി എല്ലാം കിടക്കുമ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് വയ്യാതെയാകും, ഭയങ്കര ഇത് ഷോർട്ട് ഓഫ് ബ്രീത്ത്. പിന്നെ ഞാൻ കൊച്ചിനെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഭയങ്കര ശക്തമായിട്ട് അനേക പ്രാവശ്യം ഞാൻ ദൈവത്തിൻ്റെ ഇൻസ്റ്റന്റ് ഹീലിംഗ് കണ്ടിട്ടുണ്ട്. അച്ഛന് ഇത് ബ്രീത്ത് നിന്ന് പോകുന്ന അവസ്ഥ, ചുമച്ച് ബ്രീത്ത് നിന്ന് പോകുന്ന അവസ്ഥകളെല്ലാം അപ്പോഴെല്ലാം ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. അച്ഛൻ അങ്ങനെ ആ ഷോർട്ട് ബ്രീത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ അങ്ങ് കിടന്ന് ഒരു കംഫർട്ടബിൾ എന്ന് തോന്നുമ്പോൾ ഉറങ്ങിപ്പോകും. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല സാൻഡിസ്റ്ററെ. എൻ്റെ കൂടെ കടന്ന് മരിച്ചു കിടക്കുമെന്ന് എനിക്ക് ഭയങ്കര ഭയമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകണം. ഉറക്കമില്ലാത്ത രാത്രികളായി, എനിക്കും ഭയങ്കര ക്ഷീണം പ്രയാസം. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും കോഫിനാണ് കാണുന്നത്, ഇങ്ങനെ ഫ്യൂണറലിൽ അങ്ങനെയെല്ലാം നമ്മളെത്ര ദൈവവചനം പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. പിന്നെ എനിക്ക് അച്ഛനെ ഇട്ടിട്ട് ജോലിക്ക് പോകാനെല്ലാം ഭയവാ. അപ്പം എല്ലാം ദൈവത്തിൻ്റെ വചനം ഞാൻ Psalm 27 അവസാന വാക്കുകൾ ഞാൻ ഇങ്ങനെ വായിക്കും,
യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ആ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അന്ന് മാത്രമല്ല, ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഏത് ജോലിയിലാണെങ്കിലും കുടുംബത്തിൽ എവിടെയാണേലും ഡിസ്ട്രസ് എന്തെങ്കിലും വരുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അങ്ങനെ ആ ദൈവവചനം പറഞ്ഞ് എന്നെ ശക്തീകരിച്ച് ഞാൻ ബലപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഇങ്ങനെ ചർച്ചിലേക്കൊന്ന് ഓടിപ്പോകാനായിട്ട് ഭയങ്കര ആർത്തിയാ. ദൈവമേ നീ എന്നോട് സംസാരിക്കണേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ഓരോ പ്രെയർ മീറ്റിങ്ങുകൾക്കും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അമ്മ അവിടെ ചെല്ലുമ്പം ദൈവം എന്നോട് സംസാരിക്കും. നമ്മളുടെ ഹൃദയം എങ്ങനെ ഞുറുങ്ങിയിരിക്കുന്നു, ആ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കും ദൈവത്തിന്റെ വചനം. ആ നുറുങ്ങിയിരിക്കുന്ന അവസ്ഥ അറിയുന്ന ദൈവം മാത്രം. അപ്പം നമ്മൾ അങ്ങനെ ദൈവമേ നീ എന്നോട് തീർച്ചയായിട്ടും സംസാരിക്കണം എന്ന് പറയുമ്പോൾ അന്നത്തെ പാട്ടിലൂടെ ദൈവവചനത്തിലൂടെ ഞാൻ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പഠിപ്പിക്കുന്ന അതിലൂടെ എല്ലാം ദൈവം സംസാരിക്കും. ഓരോ ആഴ്ചയും അങ്ങനെയാണ് സാന്റിസ്റ്റർ മുമ്പോട്ട് കടന്നു പോകുന്നത്. ഓരോ ആഴ്ചയും ദൈവം അന്നന്നത്തെ ആഴ്ചയ്ക്കുള്ളത് നമുക്ക് ആ ദൈവവചനത്തിലൂടെ നമ്മൾ തരും. നമ്മൾ ആ ദൈവവചനത്തിലൂടെ ഇരിക്കുമ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായി. അപ്പം നമ്മൾ ആ വചനം ദൈവം, ആ വചനം നമ്മൾ വായിക്കുമ്പം അത് നമ്മളോടിങ്ങനെ നമ്മുടെ ആ ഹൃദയത്തിന്റെ ഞുറുക്കവും നരക്കവും അനുസരിച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഓരോ ആഴ്ചയും കൃപ പ്രാപിച്ച് മുമ്പോട്ട് വരുന്നു. അപ്പോൾ ഈ 2016 അച്ഛൻ 6 മാസമുള്ളൂ ജീവിക്കത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഇവരിവിടുന്ന് അച്ഛനെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് റെഫർ ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ പോവുകയും അവരോട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയും എല്ലാം 3 മാസം കൂടുമ്പോൾ നമുക്ക് അവിടെ അവർ ഇങ്ങനെ ഇതൊക്കെ അപ്പോയിൻമെന്റ് തരുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ ഞങ്ങൾ 2017 ആദ്യകാലങ്ങളെ അച്ഛന് ഭയങ്കര സിവിയറായിട്ട് വയ്യാതെയായി. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു ആൻറ്റി വന്നു ഞങ്ങളുടെ ചർച്ചിൽ, നിങ്ങളെല്ലാവരും അറിയുന്നത് സിസി ആൻറ്റി എന്ന് പറഞ്ഞ്. അപ്പം സിസി ആൻറ്റി ഇങ്ങനെ വചനം സംസാരിക്കും പറഞ്ഞ് സിയോൻ പുത്രിയോട് കരുണ കാണിക്കേണ്ടുന്ന സമയം വന്നിരിക്കുന്നു. അപ്പോഴത്തേക്കും സാന്റിസ്റ്റർ ഞാൻ ആ വചനം ഇങ്ങോട്ട് വാരി കോരി എടുക്കുന്ന പോലെ ഞാൻ എടുത്തു. കർത്താവേ, ഇനി ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ആ അവസ്ഥയിലേക്കായി. എന്നെ ഇത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പേഷ്യൻ്റെ അടുത്ത് ചെല്ലുന്നു, അവരെ ഹാർട്ട് പേഷ്യൻ്റ് എല്ലാം ട്രീറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം എനിക്ക് റിഫ്ലക്ഷൻ ആകാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു. എനിക്കിനി ഒട്ടും മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഞാൻ അങ്ങനെ ആ വചനം ഏറ്റവും, കർത്താവേ നീ എന്നോട് കരുണ കാണിക്കണം, ഇനി എനിക്ക് ഒട്ടും സമയം എനിക്ക് നിൽക്കാൻ ഇനി പറ്റുന്ന അവസ്ഥയില്ല. ഞാനത് എടുത്ത് ആ വചനം എന്നിലേക്ക് വെച്ച് ഞാൻ അങ്ങനെ ആ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു, സിയൻ പുത്ര. അപ്പൊ എനിക്കൊരു കൺഫർമേഷൻ, എന്നോട് ദൈവം കരുണ കാണിക്കാൻ പോകും, അത് എന്നോട് തന്നെയാണ് സംസാരിച്ചെന്ന് ഞാൻ തന്നെ അത് കൺഫേം ചെയ്തു. അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് 3 ആഴ്ചയായി. പപ്പയ്ക്കാണെങ്കിൽ തീരെ വയ്യ. പപ്പായ്ക്കാണെങ്കിൽ ബ്ലഡ് പ്രഷർ 62-ലേക്കായി. അപ്പോഴത്തേക്കും ഹാർട്ട് 15 liters ഓഫ് ഫ്ലൂയിഡ് കൊണ്ട് നിറഞ്ഞു. അപ്പം ഹോസ്പിറ്റലിൽ പോകണം. പക്ഷേ പപ്പ പോകത്തില്ല. കാരണം ഈ 6 മാസം ഇനി നിനക്ക് ജീവിച്ചിരിക്കത്തുള്ളെന്ന് പറഞ്ഞ പോലെ. പിന്നെയുള്ള അപ്പോയിൻമെൻറ്റ്സ്, നമ്മൾ ഓരോ അപ്പോയിൻമെൻറ്റ്സും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന അന്നൊരു ക്യൂർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയാണ്. പക്ഷേ എങ്കിൽ പപ്പായോട് അവിടെ ചെല്ലുമ്പോൾ ഇനി നിങ്ങൾക്ക് 5 മാസമുള്ളൂ, നിനക്ക് ഇനി 4 മാസമുള്ളൂ, അങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥ. പപ്പയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ നിർബന്ധിച്ച് ഞാനും ടിറ്റും എല്ലാം ഞാൻ കാർഡിയാക് നേഴ്സിനെ വിളിച്ച് അവളോട് പറഞ്ഞ് അവള് പപ്പാനെ വിളിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയുടെ അവസ്ഥ ഇതാ, 60-62 ബ്ലഡ് പ്രഷർ ഉള്ളൂ. അവർ കാർഡിയാക് മെഡിക്കേഷൻ എല്ലാം നിർത്തിയിട്ട് ഒരു 40 milligram ഫ്രൂസിവേഡ് മാത്രം. പക്ഷേ പപ്പ അത്രയും കൊടുത്താലും യൂറിനൊന്നും പോകത്തില്ല. അങ്ങനെ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ പപ്പാനെ അവിടെ പള്ളേറ്റീവ് കെയറിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ ഈ ബ്ലഡ് പ്രഷർ ഇങ്ങനെയാകാൻ അവർക്ക് ഒരു കാർഡിയാക് മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം പപ്പായ്ക്കാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു 50 മിനിറ്റോളം ഞാൻ ഡ്രൈവ് ചെയ്യണം ആ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ. അപ്പം എനിക്ക് ജോലി, കൊച്ചിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പം പപ്പ അവിടെ കിടക്കത്തില്ല. പപ്പ പറഞ്ഞു, ഞാനിവിടെ എന്തിനാണ് കിടക്കുന്നത്, ഞാൻ വീട്ടിൽ വന്ന് കിടന്ന് മരിച്ചോളാം, എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റത്തില്ല, എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും അവർ തരുന്നില്ല, പിന്നെ എങ്ങനെയാണ്. അങ്ങനെ ഞാൻ ടിറ്റും കൂടെ കൺസൾട്ടിനോട് പോയി സംസാരിച്ച് അവർ പാലിയേറ്റീവ് കെയറിൽ വീട്ടിലോട്ട് വിട്ടു. ഇവിടെ വീട്ടിൽ വന്ന് അങ്ങനെ മരിക്കാനായിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്ന അവസ്ഥ. അപ്പം ആ അവസ്ഥയൊന്നും നമുക്ക് കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളും അത്രയും സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഞാനിവിടെ വന്ന് ഞാൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് വിളിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അവസ്ഥ ഇപ്പം ഇതാ, ലോക്കൽ ഹോസ്പിറ്റലിൽ ഇപ്പം പള്ളേറ്റീവ് കെയറിലിട്ടിരിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് അവിടെ ചെന്നു അച്ഛൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്കാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡോണർ ഇല്ല, അത് കാരണം ഒരു കാര്യം ചെയ്യാം, നമ്മൾ ട്രൈ ചെയ്യാം, നിനക്ക് 15 liters ഓഫ് ഫ്ലൂയിഡും ഈ ബ്ലഡ് പ്രഷറും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യാൻ
ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, അതാണ് നിൻ്റെ അവസ്ഥ. പക്ഷേ ഞങ്ങൾ ആ ഫ്ലൂയിഡ് കുറച്ച് ഞങ്ങൾക്ക് ഡ്രെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിൻ്റെ കാർഡിയക് മോണിറ്ററിൻ്റെ സഹായത്തോടെ ICUവിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാം. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എൽവാർഡ് എന്ന് പറയുന്ന ഒരു മെഷീൻ ഇടാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു, ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റഡ് ഡിവൈസ്. അതൊരു ഹാർട്ടിന് പകരമായിട്ട് ഹൃദയത്തിൻ്റെ സെയിം സർജറിയാണ്. അത് ഹാർട്ടിലിട്ട് ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഹാർട്ട് എന്തെങ്കിലും കിട്ടുന്ന കാലത്ത് അത് മാറ്റിയിട്ട് നമുക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അങ്ങനെ 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 അവർ പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു 10 ദിവസം ഞങ്ങളെ എമർജൻസി ലിസ്റ്റിൽ ഇടാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ പപ്പായുടെ എല്ലാ നമ്പേഴ്സും കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് കഴിഞ്ഞ് ഒത്തിരി ഡൗൺ ആയി. അങ്ങനെ അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ഫ്യൂ ഡേയ്സ് തരാമോ, വീട്ടിൽ പോയി കൊച്ചിൻ്റെ കാര്യം അപ്പോഴത്തെ അവളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാക്കണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് പിന്നെ ഞങ്ങൾക്ക് ഞായറാഴ്ച ചർച്ചിൽ പോയൊരു സാക്ഷ്യം പറയണം ദൈവമക്കളോട്. അപ്പം ദൈവമക്കളെല്ലാം സഭയായിട്ട് ഭയങ്കര ശക്തമായിട്ട് പപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലൊരു പ്രാർത്ഥന ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ആ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രകാരം മൂപ്പന്മാർ വന്ന് എണ്ണ പൂശിയുള്ള അതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ അതെല്ലാം കണ്ടു അനുഭവിച്ചു. ഞങ്ങൾ അതെല്ലാം സഭ ഭയങ്കര ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വന്ന് സാക്ഷ്യം പറഞ്ഞു. തിങ്കളാഴ്ച പോയി ഞങ്ങൾ അഡ്മിറ്റ് ആണ്. ഞായറാഴ്ച സഭ മുഴുവനും കരഞ്ഞു. അന്നത്തെ കരച്ചിലും നിലവിളിയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പലരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ച പോയി അഡ്മിറ്റായി. അവർ MDT മീറ്റിങ്ങിനകത്ത് ഞങ്ങളോട് പറഞ്ഞായിരുന്നു 10 ദിവസം എമർജൻസി ലിസ്റ്റിലിടാമെന്ന്. അങ്ങനെ പോയി അവരവിടെ ICUവിൽ ഇത് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കൺസൾട്ടൻറ്റും ഇത് കോർഡിനേറ്ററും കൂടെ ഞങ്ങളെ വന്ന് കാണാനായിട്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു, ഓക്കെ ജോയി, ഞാൻ നിനക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് പ്രൊഫഷണലായിട്ട് തിയേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ നീ എന്നെ അങ്ങനെ പറയുന്നത്, MDT മീറ്റിംഗ് നീ പറഞ്ഞിരിക്കുന്നത്. കാരണം MDT മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരൊരു ഒത്തിരി വലിയൊരു ടീം കൂടി തീരുമാനിച്ചിരിക്കുന്ന കാര്യം പുള്ളി തന്നെ അങ്ങ് ചേഞ്ച് ചെയ്യുന്നത് എന്താണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു MDT മീറ്റിങ്ങിൽ അങ്ങനെയല്ലേ സാറേ പറഞ്ഞത്, 10 ദിവസം എമർജൻസി ലിസ്റ്റിൽ ഇടാവുന്നു. അപ്പം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു. പുള്ളി അവിടുത്തെ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ്, ഞങ്ങളെ കാണുന്ന ആൾ. അപ്പം പുള്ളി പറഞ്ഞു, ജോയി നിന്റെ കാര്യത്തിൽ 3 കാര്യമാണ്. ഇവിടെ വൈറ്റ്സ് ആർ ദ ഡോണേഴ്സ്. പക്ഷേങ്കിൽ ബീയിങ് ആൻ ഏഷ്യൻ ഒറിജിൻ യു വിൽ നെവർ ഹാവ് എ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ബിക്കോസ് യുവർ DNA വിൽ നോട്ട് മാച്ച് വിത്ത് ദ വൈറ്റ്. അതുകൊണ്ടാണ് നീ 10 മാസം ട്രാൻസ്പ്ലാന്റ് ലിസ്റ്റ് കടന്നിട്ടും നിനക്ക് ഒരു ഫോൾസ് കോൾ പോലും വരാത്തത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് A നെഗറ്റീവാണ്. നിനക്കൊരു ഹാർട്ട് കിട്ടിയാൽ പോലും ദാറ്റ് ഹാർട്ട് ഡസൻ നീഡ് ടു ബി A നെഗറ്റീവ്. ആ കാര്യത്തിൽ നിന്റെ ചാൻസ് എന്ന് പറയുന്നത് 0യാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിന്നെ 10 ദിവസം ഒരു എമർജൻസി ലിസ്റ്റിൽ ഇടുക എന്ന് പറഞ്ഞാൽ നീ ഇനി 10 ദിവസം കൊണ്ട് ജീവിച്ചിരിക്കത്തില്ല. കാരണം നിന്റെ ഹാർട്ട് ലെസ് ദാൻ 10% വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സിസ്റ്ററെ ഈ ഭൂമിയിൽ പക്ഷേങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞു ഒരുക്കുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടില്ല, അങ്ങനെയല്ല നമുക്കറിയാം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും തയ്യാറല്ല. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയത്തില്ല നീ ക്രിസ്ത്യനാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിങ്ങനെ ഭൂമി പിളർന്ന് താഴോട്ട് പോകുന്ന ഒരവസ്ഥ. ഞങ്ങൾ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഐ ഡോണ്ട് നോ വെദർ യു ആർ എ ക്രിസ്ത്യൻ ഓർ നോട്ട്, വി ആർ ക്രിസ്ത്യൻ, വി ബിലീവ് ഇൻ ജീസസ്. ജോയിക്ക് 4.5 വർഷം മുമ്പ് ദൈവം എഴുതി കൊടുത്തിട്ടുണ്ട് ഹി വിൽ ഹാവ് എ ഫുൾ ഡെലിവറൻസ് എന്ന്. പക്ഷേങ്കിൽ ലുക്കിംഗ് അറ്റ് ഹിം ദർ ഈസ് നോ ഹോപ്പ്, ബട്ട് വി സ്റ്റിൽ have hope in Jesus. We believe that in these 10 days God will do a miracle. അങ്ങനെ നമ്മൾക്ക് ബൈബിൾ എഴുതിയിട്ടുണ്ടല്ലോ സിസ്റ്ററെ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏതൊരുവനെയും സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞത് ഇത് ഈ വചനം ഒന്നും ഓർത്തിട്ടല്ല. പക്ഷേങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്. അപ്പം അന്നേരം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ അങ്ങനെ കോർഡിനേറ്ററോടും ഡോക്ടറോടും അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പൊട്ടിക്കരഞ്ഞപ്പം ആ ഡോക്ടർ പറഞ്ഞു, ഓക്കെ വി വിൽ സി വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളുടെ ആ കരച്ചിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം പുള്ളി റൗണ്ട്സിന് വന്നപ്പം അച്ഛൻ 6 ലിറ്റർ ഫ്ലൂയിഡ് ഇത് പാസ് ചെയ്തു. അപ്പോഴത്തേക്കും അന്നേരം കാർഡിയക് മോണിറ്ററിൽ 60-62 ബ്ലഡ് പ്രഷർ. അപ്പം പറഞ്ഞു 6 ലിറ്ററോ. അപ്പം പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പുള്ളി പറഞ്ഞു, എനിക്ക് ഐ കനോട്ട് ബിലീവ് ദിസ്, ഈ നേഴ്സസ് ഇതൊന്നും മെഷർ ചെയ്ത് കാണത്തില്ല പ്രോപ്പർലി. ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, ഞാനാ കൊടുക്കുന്നതെല്ലാം കൊടുക്കുന്നത്, അവർ കറക്റ്റായിട്ട് എല്ലാം മെഷർ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് ബിലീവ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി പക്ഷേ രണ്ടാമത്തെ ദിവസം, കാരണം 6 ലിറ്ററിൽ ഫ്ലൂയിഡ് പോയ ആൾ ആ 60-65 ബ്ലഡ് പ്രഷർ എനിക്ക് അത് മെഡിസിനാണ് യഥാർത്ഥം. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിക്കുന്നത് പുള്ളിക്ക് അറിയത്തില്ല. അങ്ങനെ സെക്കൻഡ് ഡേയ്സ് പുള്ളി റൗണ്ട്സിന് വന്നപ്പം 6 ലിറ്റർ വീണ്ടും അച്ഛൻ യൂറിൻ പാസ്സായി. അപ്പം അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല സംസാരിക്കാനും ഒക്കെ കഴിവും അങ്ങനെ ആ മോണിറ്ററും കൊണ്ട് അവിടെയൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ അച്ഛന് പറ്റും. അപ്പം പുള്ളി പറഞ്ഞു, ദിസ് ഈസ് അമേസിങ്. അന്നേരം 60-62 ബ്ലഡ് പ്രഷർ. അപ്പം പുള്ളി പറഞ്ഞു, ഓക്കെ
ഈ ഇഞ്ചക്ഷൻ എല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്താക്കുമ്പോൾ ഇതെല്ലാം കെമിക്കലാണ്, അവൻ്റെ കിഡ്നി എല്ലാം അടിച്ചു പോകും. അതുകൊണ്ട് കിഡ്നിയും ലിവറും ഒക്കെ അടിച്ചു പോകാതെ ഇത് നിൽക്കാം. ഇത്രയും ഇഷ്ടംപോലെ ഫ്ലൂയിഡായി, നമുക്ക് ഉടനെ ഇപ്പം എൽവാർഡ് വയ്ക്കാം, നമുക്ക് മെഷീൻ വയ്ക്കാം. അതുകൊണ്ട് ഈ ഇഞ്ചക്ഷനൊക്കെ നിർത്തിയേക്കാൻ പറഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് പോയി. അങ്ങനെ പോകുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഓക്കെ കാർഡിയാക്ക് ഞാൻ ITUവിലെ ബെഡും വിട്ടും തിയേറ്ററും ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ പോകുകയെന്ന് പറഞ്ഞാണ് പുള്ളി അവിടുന്ന് ഞങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞ് സിസ്റ്ററെ, ദൈവത്തിൻ്റെ മഹാ അത്ഭുതം നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയ അത്ഭുതമാണ് ദൈവം. അന്ന് രാത്രി 2 മണിയാകുമ്പം നമുക്കൊരു ഗുഡ് ന്യൂസ് കിട്ടുവാണ്, പപ്പയ്ക്ക് ഈ മെഷീൻ അല്ല വെക്കുന്നത്, ഒരു പ്രോപ്പർ ഹാർട്ടാണ് വെക്കുന്നതെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു എന്നെയും കൂടെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഫ്ലാറ്റിൽ കിടന്നു. ഞങ്ങൾ പക്ഷേങ്കിൽ ഞാൻ 5 മണിയായപ്പോൾ ഓടിച്ചെന്നു. എന്നോട് ഇത് അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ ഒരുപാട് സ്തുതിച്ച് മഹത്വപ്പെടുത്തി. പക്ഷെ അവർ പറഞ്ഞു, നിങ്ങൾ ഒട്ടും ഓവർ എക്സൈറ്റഡ് ആകരുത്. കാരണം പല പ്രാവശ്യം തിയേറ്ററിൽ കയറ്റിയിട്ട് ഞങ്ങൾ ഇത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്ന ഹാർട്ട് ചിലപ്പോൾ നമുക്ക് ആകാതെ അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും ഓവർ എക്സൈറ്റഡ് ആകരുത്, പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതാണെന്ന് പറഞ്ഞ് അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അത് കാരണം ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, പിള്ളേരെ വിളിച്ചു പറഞ്ഞു. അപ്പം കൊച്ചിൻ്റെ അഡ്മിഷൻ വേണ്ടിയിട്ട് ഇറ്റും നിങ്ങളുടെ അവിടെ അഡ്മിഷൻ്റെ സ്ഥലത്ത് പോയി അവരങ്ങോട്ട് പെട്ടെന്ന് വന്നു, മോളും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കുഞ്ഞും ജനിച്ചു. അവൾക്ക് 2014 ഒരു മോള് ജനിച്ചു. ആ മോള് ജനിച്ചത് ഒരിക്കലും മെഡിക്കൽ സയൻസ് ഇനി അവർക്ക് പിള്ളേരുണ്ടായില്ല, ആ കൊച്ചുങ്ങൾക്കെല്ലാം കാർഡിയാക് മയോപ്പതി ആകുമെന്ന് പറഞ്ഞു, ഒരിക്കലും ഉണ്ടാകരുതെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ദൈവം അവളോട് വാഗ്ദത്തം ചെയ്ത് അത്ഭുതമായിട്ടൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് 2014 തന്നത്. അത് മോളാ. അവളെയും കൊണ്ട് അവരും അങ്ങോട്ട് വന്നു. ഞങ്ങൾ പാസ്റ്ററിനെ മാത്രം ചർച്ചിൽ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരിതുണ്ട്, പക്ഷെ ആരോടും പറയണ്ട, ഓവർ എക്സൈറ്റഡ് ആകണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥന. പാസ്റ്റർ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അങ്ങനെ നിന്നു. അങ്ങനെ വൈകുന്നേരമായിട്ട് അപ്പോൾ രാവിലെ തന്നെ BBC-കാരും കോർഡിനേറ്റേഴ്സും ഒക്കെ ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ഫിലിം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മെഡിസിൻ പിള്ളേർക്ക് പഠിക്കാനോ വല്ലതും നിങ്ങൾ ചെയ്ത് ഞങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ അവരൊരു ലീഫ്ലെറ്റ് എല്ലാം എൻ്റെ തന്നു. പക്ഷേ സാൻഡിസ്റ്റർ അവരിങ്ങനെ ഓവർ എക്സൈറ്റഡ് ആണ്, എന്തും ജീവിതത്തിൽ സംഭവിക്കാം, എന്തും നിങ്ങൾ പ്രതീക്ഷിച്ചോണെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മൾ അതുകൊണ്ട് ഒരു ഓവർ എക്സൈറ്റഡ് ഒന്നുമല്ല, നമ്മൾ വീണ്ടും ഒരു മരണത്തെയാണ് മുമ്പിൽ കാണുന്നത്. നമ്മൾ മനുഷ്യരല്ലേ, പലപ്പോഴും നമുക്ക് പ്രത്യാശ. അപ്പം എനിക്ക് ഭയങ്കര ഞാൻ അച്ഛനെ ഇങ്ങോട്ട് കിട്ടും, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ കടന്നത്. അപ്പം നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരം ടെറിബിൾ ആയിട്ടുള്ള അവസ്ഥയിൽ കിടക്കും. അപ്പം ഞാൻ ഈ ലീഫ്ലെറ്റ് ഒന്നും വായിക്കുമോ നോക്കുകയൊന്നും ചെയ്യും, ഞാനത് അങ്ങനെ ബായിലേക്ക് ഇട്ടു. അങ്ങനെ അപ്പോൾ ഇവർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഉച്ചയായപ്പോഴും എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കൊടുത്തോ, ഇനിയും ആയിട്ടില്ല. അങ്ങനെ സമയങ്ങൾ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നു. രാത്രി 9 മണിയായി. 9 മണിയായപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഹാർട്ട് കിട്ടി, മെഷീനിൽ ഇട്ടിട്ടുണ്ട്, ഹാർട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഫ്ലഡാണ്. പോയ ആംബുലൻസ് തിരിച്ചു വരാൻ പറ്റത്തില്ല അവർക്ക്. അവരതുകൊണ്ട് എയർ ആംബുലൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും വെയിറ്റ് ചെയ്തു. പിള്ളേർ പുറത്ത് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു, ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ രാത്രി വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ 1 മണി രാത്രിയായി. 1 മണി രാത്രിയാകുമ്പോൾ അച്ഛൻ പെട്ടെന്ന് കാലിന് ക്രാംസ് കയറിയിരുന്നു പറഞ്ഞു. എനിക്ക് അങ്ങ് എണീറ്റ് എന്ന് വെച്ച് പറഞ്ഞു, എനിക്ക് എന്നെ പെട്ടെന്നൊന്ന് തിരിയും. ഞാനപ്പം നേഴ്സിനെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അവൾ പറഞ്ഞു, പപ്പായ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, ഞാൻ കാല് തിരുമിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ ഇരുന്ന് കാല് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ നേഴ്സ് അങ്ങ് പോയി വേണ്ടാന്ന് പറഞ്ഞ കാരണം അങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്നപ്പം സിസ്റ്റർ അച്ഛൻ അങ്ങോട്ട് പുറത്തേട്ട് അങ്ങ് മലന്നടിച്ച് വീണു, അടിഞ്ഞ് കാർഡിയക് അറസ്റ്റായി. അപ്പോഴത്തേക്കും കാർഡിയക് അറസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ നിന്ന് പറയുക, എൻ്റെ ബ്രെയിനെല്ലാം ഭയങ്കരമായിട്ട് ബ്ലാങ്കായി. ഞാനിങ്ങനെ അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സെയിം സിസ്റ്റം അവിടെ ഞാനവിടെ കാർഡിയക്കെല്ലാം അടിക്കേണ്ടവർ പോലെ ഞാൻ ബൂസ്റ്ററാണ് അടിച്ചത്. അപ്പം ബൂസ്റ്റർ ഞാൻ എന്നിട്ട് പപ്പായി വിളിക്കുന്നുണ്ട്, എന്ന് പറഞ്ഞ് കുലിക്കെല്ലാം വിളിച്ചിട്ടൊന്നും ഒരു ബ്രീത്തിലൊന്നുമില്ല. അപ്പം ഞാൻ ഓർക്കും, ഇതെന്നെ നേഴ്സസ് ഒന്നും വരാത്ത, ഞാനിങ്ങനെ കാർഡിയക്കെല്ലാം അടിച്ചിട്ടും വരാത്തതന്നെ വന്നു. പക്ഷെ ഞാൻ ബൂസ്റ്ററായിരുന്നു അടിച്ചത്. എൻ്റെ ആ മെൻ്റൽ സ്റ്റാറ്റസ് അത്ര ബാഡായി പോയി. അപ്പം ഞാൻ എന്നിട്ട് വെച്ചു, അപ്പം ഞാൻ ഇവരെ കാണാത്തതുകൊണ്ട് ഞാൻ ആ മുറിയുടെ മുമ്പിലേക്ക് ഞാൻ നിന്നിട്ട് ഞാൻ ആ വാതിക്കൽ നിന്ന് ഞാൻ ഡോണാ കം ക്യൂക്കെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ICUവിൽ അവരെല്ലാം അത് കേട്ട് അവരെല്ലാവരും ഓടി, 8 നേഴ്സുമാരും ഡോക്ടറും എല്ലാവരും കൂടെ ഓടി വന്ന് അവർ അച്ഛനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ചും മറിച്ചു വിട്ട് അവർ കുലിക്ക് വിളിച്ചിട്ടൊന്നും പപ്പയ്ക്ക് ഒരു ബ്രീത്തും ഇല്ല. അപ്പോൾ അവർ കാർഡിയക് കംപ്രഷൻ കൊടുക്കാനായിട്ട് പപ്പാനെ ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് അപ്പോൾ ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് ഒരു ബ്രീത്തും എടുത്തില്ല. അങ്ങനെ വന്ന് കാർഡിയക് കംപ്രഷൻ കൊടുക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പപ്പ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, സ്റ്റോപ്പ്, അത് കംപ്രഷൻ. അങ്ങനെ നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കുകയില്ലെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി. അവരൊരു കാർഡിയക് കംപ്രഷൻ കൊടുക്കും. അപ്പോൾ ആ ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ആ തലേദിവസം ആ ഡോക്ടറൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ്.
ഒരു പാകിസ്ഥാനി ഡോക്ടർ ദൈവദൂതനെ പോലെ ഇറങ്ങി വന്നു. ആ ഡോക്ടർ ഈ നേഴ്സസിനോടല്ല, അവർ വന്ന് ബാൻഡ് 7, 8, 5 എല്ലാവരും അവിടെയുണ്ട്. അവർ കാർഡിയക് കേസ് പോകുമ്പോൾ എല്ലാ ബാൻഡുകളും അവിടെയുണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടും ആ ഡോക്ടർ പറഞ്ഞു, പൂവർ മാൻ, ബ്ലെസ് ഹിം, ഇഫ് യു ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദിസ് കാർഡിയാക് ഇവന്റ് ഹി വിൽ നെവർ ഗെറ്റ് ഇൻ ടു തിയേറ്റർ. അപ്പം തിയേറ്ററെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കൂലേ, ആ ഹാർട്ടിങ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ആ സമയത്ത്. അന്നേരമാണ് ശത്രു ഈ രീതിയിൽ പ്രവർത്തിച്ചത്. അപ്പം പറഞ്ഞു, ഹി വിൽ നെവർ ഗെറ്റ് ഇൻ ടു തിയേറ്റർ, ഷാൽ വി തിങ്ക് ദിസ് ഓൾ ആസ് എ വാസോവേഗൽ എപ്പിസോഡ്. അപ്പോൾ അവർ ആ 8 പേരും അതിന് എഗ്രി ചെയ്തു, ഞാനും എഗ്രി ചെയ്തു. പാസ്റ്റർ സത്യം ഞാൻ പറയുക, എൻ്റെ അച്ഛൻ മരിച്ചു പോയായിരുന്നു, ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. ഇവർ ഈ കാർഡിയക് ഇവന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ തിയേറ്ററിൽ വിട്ടിട്ടാണ് മരിച്ചു. പക്ഷേ എങ്കിൽ അന്നത്തെ അവസ്ഥയിൽ ദൈവം എല്ലാവരുടെയും വായടച്ചു. ഡാനിയലിന് വേണ്ടിയിട്ട് സിംഹങ്ങളുടെ വായടച്ച പോലെ അവരാരും അവരുടെ പിന്നമ്പര് കളയാൻ റെഡിയുള്ളവരല്ല. പക്ഷേങ്കിൽ അവരെല്ലാവരും ദൈവം പ്രവർത്തിക്കുന്നിടത്ത് അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം അനുകൂലമെങ്കിൽ ആർക്കാ പ്രതികൂലം നിൽക്കാൻ പറ്റും. അവരെല്ലാവരും മേസെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ അച്ഛൻ ഓർത്തു ഹാർട്ടിന് ആൾക്കാരെല്ലാം ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം എല്ലാവരും ഹാർട്ട് വന്നതായിരിക്കും, അങ്ങനെ കൊണ്ടാകാനായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നതെന്ന് ഓർത്ത്. പക്ഷേങ്കിൽ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ ഒരു ഇവൻ്റ് ഒന്നും റിമെമ്പർ ചെയ്യുന്നില്ല. അവിടെ എണീറ്റ് നിന്ന് കാലിന് ക്രാംസ് വന്നതായിട്ട് ഓർക്കുന്നുണ്ട്, പിന്നെ ഒന്നും അച്ഛൻ ഓർക്കുന്നില്ല. അങ്ങനെ അപ്പോഴത്തേക്കും ഹാർട്ട് വന്നു. അച്ഛനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പം അങ്ങനെ തിയേറ്ററിൽ കൊണ്ടുപോയി ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞു, പിറ്റേ ദിവസം 8 മണിയാകുമ്പോഴത്തേക്കും ITUവിൻ്റെ മുന്നിൽ വന്നാൽ മതി, ITUവിൽ അച്ഛനെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സിസ്റ്ററെ. പിറ്റേ ദിവസം രാവിലെ 8 മണിയായി. കോർഡിനേറ്റർ അവർ രാവിലെ വരും. അവരെന്നെ കണ്ടപ്പോഴത്തേക്കും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചാൽ ആ കോർഡിനേറ്റർ പറഞ്ഞു, ലിസി, ഐ തിങ്ക് ഐ നീഡ് ടു ഷെയർ യുവർ ഗോഡ് എന്ന്. കാരണം അന്ന് ഞാൻ അവരുടെ മുമ്പിലാണ് വിളിച്ച് പറഞ്ഞത്, ഞങ്ങൾ ദൈവത്തിലെ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ മിറാക്കിൾ ചെയ്യുന്ന, ഞാൻ ജീസസ് എനിക്ക് മിറാക്കിൾ ചെയ്യുന്ന വിശ്വസിക്കുന്നതെന്ന് അവരോടാണ് പറഞ്ഞത്. അവൾ ഓടി വന്ന് പറഞ്ഞു, ഐ തിങ്ക് ഐ നീഡ് ടു ഷെയർ യുവർ ഗോഡ് എന്ന്. അങ്ങനെ ആ ഹോസ്പിറ്റൽ അതൊരു ഭയങ്കരം ഇതായിട്ട് ഒരു ഭയങ്കര ഒരു ഹിസ്റ്ററിയിൽ ഒരു ഇതായി മാറി അച്ഛൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പം 8 മണിയായിട്ടും 10 മണിയായി, അച്ഛനെ കൊണ്ടുവരുന്നില്ല. അവർ ഞങ്ങളെ വിളിച്ച് കാണിക്കുന്നില്ല. അപ്പം ടിറ്റു പറഞ്ഞു, ഇനി 1 മിനിറ്റ് പോലും നമുക്ക് നിൽക്കാൻ പറ്റും. നമുക്ക് ഭയങ്കര പരിവേശം. അച്ഛനെ ഇങ്ങനെ കാർഡിയക് അറസ്റ്റ് കഴിഞ്ഞിട്ട് പോയത് കാരണം കൊണ്ട് നമ്മൾ ഭയങ്കര വെപ്രാളത്തിൽ നിൽക്കുന്ന, ഇങ്ങനെ ഓരോ നിമിഷം താമസിക്കുമ്പോഴും. അപ്പം അവിടെ ITU വിളിച്ച് ചോദിച്ചു, വൈഫിനെ കാണിക്കാത്ത തന്നെ ഇത്രയും നേരമായിട്ട് വന്നോ? ഞങ്ങൾക്കൊന്നും ഒരു വിവരമില്ല, ഞങ്ങളൊരു ഭയങ്കര സ്ട്രെസ്സിൽ നിൽക്കുന്ന ഫാമിലി, ഞങ്ങളോട് നിങ്ങൾ എന്നാ സംസാരിക്കുക? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ലില്ല, ജോയി വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ഞാൻ അവിടെ ചോദിക്കട്ടെ. അങ്ങനെ എന്നെ ചോദിച്ച് അകത്ത് കയറ്റി. എൻ്റെ സിസ്റ്ററെ ഞാനങ്ങോട്ട് കയറി ചെല്ലുമ്പം അച്ഛൻ ഒരു കോഫിനകത്ത് കിടക്കുന്ന പോലെ കിടക്കുന്നത്. എന്തുമാത്രം മെഷീൻസ്, ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നായിരുന്നു, എന്തുമാത്രം മെഷീൻസാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പം ആ ഡോക്ടേഴ്സ് അവിടെയാണെങ്കിൽ അപ്പം 3 സർജന്മാരും, ഒരു അനസ്തറ്റിസ്റ്റും, ഒരു മൈക്രോബയോളജിസ്റ്റും, 3 നേഴ്സുമാരും അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്. എന്നോട് ആ ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തു, ജോയിനെ കൊണ്ടുവന്നപ്പോൾ മുതൽ ഹെവി ബ്ലീഡിങ്ങാണ്, അതുകൊണ്ടാണ് നിന്നെ വിളിക്കാത്ത ഇതേവരെ. ഞങ്ങൾ ഇങ്ങനെ ഇത് 9ാമത്തെ യൂണിറ്റ് ബ്ലഡാണ് പോകുന്നത്, ഞങ്ങൾ ബ്ലഡ് പുഷ് ചെയ്യുക, പക്ഷേ അത് ആ രീതിയിൽ അതിങ്ങോട്ട് തിരിച്ച് ഡ്രെയിനിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എവിടെയാണ് ഞങ്ങൾ തിയേറ്ററിലേക്ക് തിരിച്ചെടുത്ത് വീണ്ടും റീഓപ്പൺ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് നിനക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ ഇരിക്കണ്ട, എനിക്ക് പിള്ളേരോട് പോയി എനിക്ക് എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ അവിടെ ഇരുന്നോണ്ട് നമുക്കൊന്നും എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പിടിച്ചു വന്ന് പിള്ളേരോട് പറഞ്ഞു, മക്കളെ ഇതാ അവസ്ഥ, നമ്മൾ ഇങ്ങനെ. അപ്പം പെട്ടെന്ന് ടിറ്റു പാസ്റ്ററോടും ചർച്ചിൽ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു, ഇതാ അവസ്ഥ, എല്ലാവരും അങ്ങനെ എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആ കോയിറ്റ് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. വീണ്ടും ഡോക്ടേഴ്സ് ഒന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, ഈ ജോയിയുടെ HB4 ഉള്ളൂ, ഞങ്ങൾക്ക് മെഡിക്കൽ കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തിയേറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ ഈ ITU തന്നെ ഇട്ട് ഇത് റീഓപ്പൺ ചെയ്യാൻ പോവാം, പക്ഷേ എങ്കിൽ ഹൈ സെപ്സിസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് അന്നൊന്നും പറയാനില്ല സിസ്റ്ററെ. ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ നോ പറയാൻ യേശു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും അത് റീഓപ്പൺ ചെയ്തു. 4 മണിക്കൂർ അവർ നോക്കിയിട്ട് അവർക്കൊരു ബ്ലീഡറിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, പക്ഷേ അച്ഛൻ ഹെവി ആയിട്ട് ബ്ലീഡ് ചെയ്യുക. അവർ വീണ്ടും ക്ലോസ് ചെയ്തിട്ട് അവർ തീരുമാനിച്ചു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അവർ ഞങ്ങളോട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, ഞങ്ങളുടെ പ്ലാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. നാളെ രാവിലെ വീണ്ടും തിയേറ്ററിൽ 8 മണിക്ക് മെയിൻ തിയേറ്ററിലേക്ക് എടുത്തിട്ട് ബൈപ്പാസ് മെഷീനിൽ ഇട്ടിട്ട് നോക്കണം എവിടുന്നാണ് ബ്ലീഡിങ് എന്ന്. അന്നേരം ഉള്ളൂ നമുക്കറിയാൻ പറ്റുള്ളൂ, അങ്ങനെ ബ്ലീഡറിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആ രാത്രിയിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന തീച്ചൂള, അന്ന് വരെ തീച്ചൂളയിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതുപോലത്തെ ഒരവസ്ഥ, കാരണം 4 HB എന്ന് പറയുമ്പം
ഹാർട്ട് ഒന്നാമത് ഫങ്ഷൻ ചെയ്യാനുള്ള ബ്ലഡ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കടന്നു. ഞങ്ങൾ അതുപോലെ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ആണിപ്പാടുള്ള ആ കരം ആ ചങ്ക വെച്ച് ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ചായൻ്റെ ബ്ലീഡിങ് നിൽക്കും കർത്താവേ. അങ്ങനെ സഭയും ലോകത്തിലെല്ലാ പറയപ്പെടുന്ന കൂട്ടുകാരും നാട്ടുകാരുടെ എല്ലാം അടുത്ത് പ്രാർത്ഥന വിഷയം ചെന്ന് എല്ലാവരും ഈ ഇംഗ്ലണ്ടും ഈ രാജ്യത്ത് അനേക സ്ഥലങ്ങളിൽ ദൈവമക്കൾ നിരന്തരമായിട്ട് ദൈവസേനയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ചാന് 3-ാമത്തെ പ്രാവശ്യം ഹാർട്ട് റീഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് ഡേ തുടങ്ങിയപ്പം പാസ്റ്ററെ ദൈവത്തിൻ്റെ മഹാ അത്ഭുതം എന്ന് പറയട്ടെ, അച്ചാന് ബ്ലീഡിങ് ഇല്ല. ആ ബ്ലീഡിങ് അങ്ങനെ നിന്ന് ദൈവത്തിൻ്റെ മഹാ അത്ഭുതം, ദൈവം തന്നെ ആ ബ്ലീഡിങ് നിർത്തി. അതുകൊണ്ട് അവർക്ക് ബൈപ്പാസ് മെഷീനിൽ ഇടേണ്ട ഒന്നും വന്നില്ല. അങ്ങനെ കൊണ്ടുവന്ന് അച്ഛൻ, പിന്നെ അച്ഛൻ 6 ദിവസം വീണ്ടും വെന്റിലേറ്റർ ആയിരുന്നു. അവർ വെന്റിലേറ്ററിൽ നിന്നും പിന്നെ റിമൂവ് ചെയ്യാൻ തുടങ്ങും. അച്ഛൻ എന്ത് ചെയ്യാം. അപ്പം പിന്നെ സെക്കൻഡ് ഡേ തന്നെ അച്ഛന് മോർഫിനെല്ലാം അവർ വിഡ്രോ ചെയ്തു. പക്ഷേ എങ്കിൽ അന്നേരം മുതൽ അച്ഛൻ അവയ്ക്ക് ആകേണ്ടതാണ്. പക്ഷെ 6 ദിവസമായിട്ടും അവയ്ക്ക് ആകത്തില്ല, ഡീപ്പ് കോമയില്ല. അപ്പോൾ അവർ പറഞ്ഞു പേഷ്യൻറ്റിന് ഇത് ഡിപ്രഷൻ ഉണ്ടാകും ചിലപ്പോൾ സർജറി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ നിങ്ങൾ ആൻറ്റി ഡിപ്രഷൻ ദയവായിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം എൻ്റെ അച്ഛൻ ഒരു ഡിപ്രഷൻ, കർത്താവിന് ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ദൈവത്തിൽ മാത്രം ഇത്രയും വർഷങ്ങൾ ഇത്രയും പ്രയാസം ഉണ്ടായിട്ടും പുള്ളി ധൈര്യപ്പെട്ടിരിക്കുന്ന ഒരു ഡിപ്രഷനും ഇല്ല. മോർഫിൻ പുള്ളി ഒരിക്കലും എടുത്തിട്ടില്ല. 500 mg പാരസിറ്റമോൾ ഇത്രയും വലിയ ആളായിട്ടും എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ടൂ മച്ച് ആയിട്ട് തന്നെ, അല്ലാതെ ഒന്നുമല്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിന്റെ ലാംഗ്വേജ് നീ ഇങ്ങനെ വിളിച്ചു. ഞാനിങ്ങനെ അല്ലാതെ തന്നെ കയ്യെ പിടിച്ച് എപ്പോഴും ചെവിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ അന്നേരം ഒന്നും ഒരു അനക്കമില്ല. അത് പക്ഷേ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ വിളിക്കുമ്പോഴത്തേക്കും ഈ നെറ്റൊക്കെ ഇച്ചിരിച്ച് അനക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ ഗ്രാജുവലായിട്ട് റിക്കവർ ആയപ്പോഴത്തേക്കും അവർ ഫസ്റ്റ് പെട്ടെന്ന് ഈ അച്ഛനാണ് അവർ ഏറ്റവും സെപ്സിസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഒരു സെപ്സിസും ഇല്ല. ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലേക്ക് അച്ഛനെ മാറ്റി. അപ്പോൾ അവർ പെട്ടെന്ന് ഈ ഡയാലിസിസ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ 24 മണിക്കൂറിന് ഒരു യൂറിനില്ല. അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. അച്ഛൻ ചിലപ്പോൾ ലൈഫ് ലോങ് ഡയാലിസിസിലേക്ക് പോകുന്നു. പക്ഷേങ്കിൽ ദൈവമക്കളുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന, അവർ വീണ്ടും പിറ്റേ ദിവസം തീരുമാനിച്ച് ഈ ഫ്രൂസിമേഡ് രാത്രിയിലൊന്ന് കൊടുത്തു നോക്കാം. അപ്പം ഈ ഹാർട്ടിനെ ഹൈഡ് ചെയ്തുകൊണ്ട് ഒരു ഹൈഡ് ആൻഡ് സിക്ക് പോലെ. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് ഫലിച്ചു സിസ്റ്ററെ. അച്ഛന് ഒരു ഡയാലിസിസും ഇന്ന് വരെയും ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർ ഞങ്ങളോട് പറഞ്ഞു 3 മാസം അവിടെ കിടക്കണം, 3 മാസം അവിടെ കിടന്നെങ്കിലേ ഉള്ളൂ ഇത് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ മഹാകൃപ, ദൈവമക്കളുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടുണ്ടല്ലോ, ഞങ്ങൾ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ 21-ാം ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് അവിടുത്തെ തന്നെ ഫ്ലാറ്റിലേക്ക് മാറ്റി. പിന്നെ ഞങ്ങൾ എന്നും ക്ലിനിക്കിൽ ചെന്നാൽ മതി. അങ്ങനെ അത്ര ഫാസ്റ്റ് റിക്കവറി ആയിരുന്നു. അച്ഛന് വെന്റിലേറ്ററിൽ നിൽക്കുമ്പോൾ നടക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേങ്കിൽ ഫിസിയോ വന്ന് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറയുമ്പോൾ അച്ഛൻ 2 സ്റ്റെപ്പ്, അങ്ങനെ പെടപെടാന്ന് ദൈവത്തിൻ്റെ മഹാപ്രവൃത്തിയാണ് അവിടെ വെളിപ്പെട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ 31-ാം ദിവസം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഞങ്ങളുടെ വീട്ടിൽ വന്നു. ദൈവത്തിൻ്റെ മഹാകൃപ. എന്നാലും ഞാനൊരു മെഷീനെ കുറിച്ച് പറയട്ടെ. ആ ഹോസ്പിറ്റലിൽ നടന്ന എന്തുകൊണ്ടാണ് അച്ഛൻ ആ ഹിസ്റ്ററിക്കകത്ത് വന്നതെന്ന്. ദൈവമക്കളെ, ഞാൻ ഒന്ന് പറയട്ടെ, ദൈവം അച്ചായനോട് വാഗ്ദത്തം ചെയ്തതിന് മുമ്പ് തന്നെ റേവൻസിനോട് ദൈവം സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഏലിയാവിനോട് പോയി പറഞ്ഞത്. അതുപോലെ ഞങ്ങൾക്ക് ദൈവം വാഗ്ദത്തം തരുന്നതിന് മുമ്പ് തന്നെ ആ ലോക്കൽ ചാരിറ്റിയോട് ദൈവം ഇടപെട്ടു. 5 വർഷം, ഞങ്ങൾ 4.5 വർഷമായിട്ട് 5 വർഷം മുമ്പേ ആ ലോക്കൽ ചാരിറ്റി, അവർ ഇവിടെ ഒത്തിരി ചാരിറ്റീസ് പൈസ റേസ് ചെയ്താണ് ഹോസ്പിറ്റലിനൊക്കെ ഡൊണേറ്റ് ഒത്തിരി മെഷീൻസ് എല്ലാം വാങ്ങിക്കുന്നത്. അങ്ങനെ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ 50 വർഷമായിട്ട് ആ വർഷം 2017 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ 50-ാം വർഷം അവർ ആഘോഷിക്കുക. ആ ആഘോഷിക്കുന്ന സമയം അടുത്തപ്പോഴത്തേക്കും ആ ലോക്കൽ ചാരിറ്റി 5 വർഷമായിട്ട് പൈസ റേസ് ചെയ്യുന്നു. 40,000 പൗണ്ട് അവർ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹോസ്പിറ്റലിൽ അവർ തീരുമാനിച്ചു നമ്മളിപ്പോൾ 50 വർഷമായിട്ട് 4 hours ഐസിങ് സിസ്റ്റം അവരവിടുത്തെ ഇതിന് ഇത് ഓർഗൻ കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഓർഗൻ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും ടൈം ആകും, പിന്നെ ആണെങ്കിൽ അത് ഡിസീസ്ഡ് ആകും, പിന്നെ അല്ലാതെ തന്നെ അതിനകത്ത് ഡിഫക്റ്റ് കാണും. അപ്പം പലപ്പോഴും അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് സർവൈവ് ചെയ്യുന്നില്ല, ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയെല്ലാം വരും. പക്ഷേ ഒരു മെഷീന് അന്നേരം അവർ തീരുമാനിച്ച് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ. പക്ഷേ അതിൽ ഒത്തിരി പൈസ ആയ കാരണം അവർക്ക് അതില്ലാഞ്ഞുകൊണ്ട് അവർ വെയിറ്റ് ചെയ്ത്. അപ്പോൾ അവർ തീരുമാനിച്ച് അമേരിക്കയിൽ നിന്ന് ഒരു മെഷീൻ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ മെഷീനകത്താണെങ്കിൽ ദിവസങ്ങൾ ഈ ഡോണറിൻ്റെ ബ്ലഡ് കൊണ്ട് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, പിന്നെ അതിൻ്റെ ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും.
പിന്നെ ദൂരദേശത്ത് പോയി നമുക്ക് ആ മെഷീനിൽ ഇട്ടുകൊണ്ട് 2 ദിവസമൊക്കെ ഇടാൻ പറ്റും. അങ്ങനെ കൊണ്ട് അങ്ങനെ അവര് ഈ അച്ചായൻ്റെ ഹാർട്ട് വന്നത് വേറെ ഒരു സ്ഥലത്തു നിന്നാണ്, ബെൽഫാസ്റ്റ്, അങ്ങനെ നോർത്തേൺ അയർലൻഡിൽ നിന്നാണ് വന്നത്. അത്രയും ദൂരത്ത് പോയി അത് കൊണ്ടുവരാനെല്ലാം പറ്റും. അങ്ങനെ ആ മെഷീൻ അവരവിടെ ഇമ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് BBC-ക്കാർ വന്ന് ഞങ്ങളോടൊക്കെ ഫിലിം എടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല, ആ ലീഫ്ലെറ്റ് ഞാൻ വായിച്ചിട്ടേ ഇല്ല എന്ന് വരെ. അപ്പോൾ ആ മെഷീനെ കുറിച്ചുള്ള ലീഫ്ലെറ്റ് ആയിരുന്നു എനിക്ക് തന്നത്. അച്ചായനായിരുന്നു ആദ്യത്തെ പേഷ്യൻ്റ് അവിടെ. അത് ഉപയോഗിക്കാൻ, ആ മെഷീൻ ഉപയോഗിച്ച ആദ്യത്തെ പേഷ്യൻ്റ്. അതുകൊണ്ടാണ് അച്ചാനെ BBC-ക്കാർ വന്ന് ഫിലിം ചെയ്ത്. അത് കഴിഞ്ഞ് ലേറ്റർ ആ ഡോക്യുമെൻ്ററി എല്ലാം വന്ന് ഇന്നും BBC-യുടെ ഇതിനകത്ത് യൂട്യൂബിലുണ്ട് അച്ചാൻ്റെ അവരെടുത്തിരിക്കുന്ന ഫിലിമുകൾ, ആ സർജറിയൊക്കെ. അങ്ങനെ അതൊരു മഹാ അത്ഭുതമായിരുന്നു. കാരണം ആ ഹോസ്പിറ്റൽ 50 വർഷമായിട്ട് ഇല്ലാതിരുന്ന നമുക്കൊരു വിദേശിക്ക് വേണ്ടിയിട്ട് ദൈവം വാഗ്ദത്തം ചെയ്താൽ വിശ്വസ്തനാ, വാക്ക് മാറാത്തവനാ. ആകാശം ഭൂമിയും മാറിപ്പോയാലും അവനും അവൻ്റെ വചനങ്ങൾക്കും യാതൊരു മാറ്റമില്ല. ആ 4-ാം യാമത്തിലും ദൈവം ഇറങ്ങി. പിന്നെ നമുക്ക് കഴിഞ്ഞു പോയാൽ നമ്മൾ വീണ്ടും, അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത് ICU ബെഡും തിയേറ്ററും ബുക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ മെഷീന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ മെഷീൻ ഇടുന്നതിന് മുമ്പ് ആ ടൈം ലിമിറ്റ്, ദൈവത്തിൻ്റെ ടൈമിങ്, അതെല്ലാം എത്ര പെർഫെക്റ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ കോർഡിനേഷന്, അന്ന് അവിടുന്ന് ഹാർട്ട് കിട്ടാൻ, അതൊരിക്കലും വർണ്ണിച്ചാൽ മതിയാകുന്ന രീതിയിൽ. അങ്ങനെ അച്ഛൻ അവിടുത്തെ ഒരു ഹിസ്റ്ററിയിലെ ഒരാളായിട്ട് മാറി. അങ്ങനെ ദൈവമക്കളെ, പക്ഷെ അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പം പാസ്റ്റർ ഒന്ന് പറയട്ടെ, ഞങ്ങൾ ഈ ദേശത്തേക്ക് ദൈവം കൊണ്ടുവന്നതിൻ്റെ എല്ലാം ഇത് ഞങ്ങൾക്കന്ന് മനസ്സിലായി. അന്ന് നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു കാലത്ത് ഇത് നടക്കുന്നത് നിനക്കറിയാം. കോടിക്കണക്കിന് പൈസ ഞാൻ അച്ചാൻ്റെ കൈ പിടിച്ച് ഒരു കെട്ട് മെഡിസിനുമായിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോരുമ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവമേ, ഓൾ ഗ്ലോറി ടു യു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ദൈവം നടത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ആരത് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് അച്ചാനെ അങ്ങനെ പിടിപ്പിച്ചു. അങ്ങനെ അച്ചാന് കുറച്ച് നാൾ ജോലിക്ക് പോകാതെ ഇവിടെ വന്നിരുന്നു. പിന്നെ ജോലിക്കെല്ലാം പോകാൻ തുടങ്ങി. ദൈവം ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തിയിരിക്കുന്നു. ഈയിടെ എനിക്ക് ഒരു കാർഡിയോജനിക്ക് ഷോക്ക് ഉണ്ടായി, എന്നാലും അതിൽ നിന്നെല്ലാം ദൈവം പിടിപ്പിച്ചു. ദൈവം ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തുന്നു. സമയമായ പാസ്റ്റർ, എനിക്ക് ഇനി എന്തെങ്കിലും പറയാൻ? സിസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, സമയം പോയെന്ന് ഓർക്കണ്ട. ദൈവം അത്യാവശ്യം പറയാനുള്ള അനുഭവങ്ങൾ വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം. ഓക്കെ. ദൈവം നടത്തിയ അത്ഭുത പ്രവൃത്തികൾ ഒരുപാടാ. അങ്ങനെ ഇതിന്റെ ബിറ്റ്വീനാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു 2019 ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ അടിവയറ്റിലൊരു, ഞാൻ പോയി റെസ്റ്റിന് വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ വയറ്റിൽ എന്തോ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ അവിടെ ഒരു മുഴ. പെട്ടെന്ന് എൻ്റെ പാസ്റ്റർ, എനിക്ക് വല്ലാത്ത ഒരു പ്രയാസം, എൻ്റെ ദൈവമേ ഇതെന്നതാ, ഇനി എന്താ അത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ പോയി എൻ്റെ വാർഡ് ജോലി ചെയ്യുന്ന ഡോക്ടറോട് പറഞ്ഞു, നൈറ്റ് ഡ്യൂട്ടി ഇല്ല ഡോക്ടർ, എൻ്റെ ഇതൊന്ന് നോക്കിക്കേ, എൻ്റെ വയറ്റിലൊരു മുഴ പോലെ എനിക്ക് ഫീൽ ചെയ്യുക, എൻ്റെ പുക്കിളിൻ്റെ താഴെ കീവേറിൻ്റെ അവിടെ. അപ്പോൾ ആ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഓ ലിസി, അതൊരു സോസേജ് പോലെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ജോലി ചെയ്യുന്ന വേറെ സ്റ്റാഫുകളൊക്കെ വന്ന് ചെക്ക് ചെയ്തു. എനിക്ക് പിറ്റേ ദിവസം പിന്നെ എനിക്ക് ഭയങ്കര ഡിസ്ട്രെസ്സാണ്. ഞാൻ വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു. ഞങ്ങൾ രാവിലെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, GP-യുടെ അടുത്ത് പോയി, GP കണ്ടു. GP ചെക്ക് ചെയ്തപ്പോഴും പറഞ്ഞു അതൊരു സോസേജ് പോലെ ഉണ്ട്. അങ്ങനെ പിള്ളേരോടെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ GP എന്നെ സ്കാനിന് വേണ്ടിയിട്ട് റെഫർ ചെയ്തു. പക്ഷെ ഞാൻ ആ സ്കാനിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക സിസ്റ്ററെ. ആ സ്കാന് 3 മാസം കഴിയുമ്പോഴാണ് ഒരു പേപ്പർ വരുന്നത്. അതിനകത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അടുത്ത ഒരു 2 മാസം, എനിക്കതിൽ എത്ര നാളും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ വെയിറ്റിങ്ങിലായപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഡിസ്ട്രെസ്. നമ്മൾ ഓർക്കും, ദൈവമേ, ഞാൻ ഈ മുഴയിൽ എപ്പോഴും എൻ്റെ കൈ അറിയാതെ അങ്ങോട്ട് പോകും. അങ്ങനെ ഞാൻ ഇതെല്ലാം, എനിക്ക് ഭയങ്കര ഭയമാണ്. അങ്ങനെ ഞാൻ എന്നാ ചെയ്യുന്നത് അങ്ങനെ. അപ്പം ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അച്ചാനും പിള്ളേരും ഇതെല്ലാവരും ടെസ്റ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഉണ്ട്, എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും എൻ്റെ ടിറ്റു, അവരാരും പിള്ളേരൊന്നും എന്നാൽ എങ്ങനെയുണ്ട് ആ മുഴയെന്ന് ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ എന്നിട്ട് ഓർത്ത് ഇവർക്കൊക്കെ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്നൊക്കെ ഞാൻ ഓർത്തൊരു ഭയങ്കരമായിട്ട് ഞാൻ മാനസികമായിട്ട് ഭാരപ്പെട്ടു. ഈ സ്കാനിട്ട് വരുന്നുമില്ല. അപ്പം ഞാൻ ദൈവമായിട്ട് ഒരു ഉടമ്പടിയെടുത്ത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാനൊരു ഒരു കറി വയ്ക്കുവാണെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഞാൻ കറി വയ്ക്കത്തില്ല. എന്തവസ്ഥ വന്നാലും ചില സമയത്ത് എനിക്ക് പല കാര്യങ്ങളും അച്ചായനോട് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. അപ്പം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ദൈവത്തോടാണ് പറയുന്നത്, ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാകാൻ നീ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ദൈവം അച്ചായനോട് സംസാരിക്കണം. അങ്ങനെ ഞാൻ
ദൈവത്തോട് പറയും. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര അനുഭവം അത്. അച്ഛന് 2 ദിവസം കഴിയുമ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് പറയാം. അപ്പം ഞാൻ ദൈവത്തെ ഒരുപാട് സ്തുതിക്കും. ദൈവമേ, അതാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും. ദൈവം ഒരു നന്മ ചെയ്താൽ നമ്മൾ ദൈവത്തിന് ഒത്തിരി സ്തുതിക്കും. കാരണം നമ്മുടെ ദൈവം സ്തുതികളിൽ മേലെ വസിക്കുന്നത്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഭവമാണ്. അപ്പോൾ ഇവരാരും എന്നോട് ചോദിക്കുന്നേ ഇല്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമായി. എൻ്റെ ഒരു മോള് ഡോക്ടറായിട്ട് പോലും എന്നോടത്ത് ചോദ്യം, എന്നെക്കുറിച്ചൊരു കൺസേൺ ഇല്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ ദൈവമായിട്ട് ഞാൻ ഇനി ഈ ജീവിതത്തിൽ ഈ സ്കാൻ കഴിയുന്നിടം വരെ ഞാൻ ഇത് തപ്പി നോക്കത്തില്ല. എൻ്റെ മക്കളും എന്നും എന്നോട് ചോദിക്കുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് ഒന്നും ചോദിക്കുന്നില്ല. എനിക്കും ഇത് അറിയണ്ട. ഇനി എൻ്റെ ദൈവം അറിഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ഈ കൈ ഇനി അവിടെ തപ്പി നോക്കത്തില്ല എന്നായി. അങ്ങനെ 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തത്. അപ്പം ഞാൻ സ്കാനിന് പോയി. സ്കാനിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവനിങ്ങനെ എനിക്ക് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് കുറേ സമയമായിട്ട് ഈ ഇത് കൂടെ ആ സ്കാനിൻ്റെ ഹെഡും കൊണ്ട് എല്ലായിടത്തും പുള്ളി നടക്കുക. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ഞാൻ ഓർത്ത്, എൻ്റെ ദൈവം എൻ്റെ എല്ലായിടത്തും സ്പ്രെഡായി എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവൻ എല്ലായിടത്തും ഇങ്ങനെ കടന്നിങ്ങനെ തപ്പി വയറ് മുഴുവൻ ഇങ്ങനെ തപ്പുന്നത് അതുകൊണ്ടാണല്ലോ എല്ലായിടത്തും സ്പ്രെഡായി എന്ന് അങ്ങനെ ഓർത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എന്നോട് അവൻ ചോദിച്ചു, നിൻ്റെ ഏത് സൈഡിലാണ് ഇത് നിനക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ റൈറ്റ് സൈഡിലാണ് എനിക്കിനെ ഫീൽ ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ചോദിച്ചു, അവിടെ ഒന്ന് തൊട്ട് കാണിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ 3 മാസമായി തൊട്ടിട്ട് ഞാൻ ഇങ്ങനെ ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്തിരിക്കുക. എനിക്ക് ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കാൻ ചെയ്ത് എൻ്റെ റിസൾട്ട് വരുന്നതിന് വരെ ഞാൻ തൊട്ടു. പക്ഷെ നീ ഇപ്പം നിനക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു. അന്നേരം അവൻ, എനിക്കിത് കാണാൻ പറ്റുന്നില്ല, ഞാൻ നിൻ്റെ എല്ലായിടവും ചെക്ക് ചെയ്തിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് എവിടെയാണ് ആ പർട്ടിക്കുലർ പോയിന്റ് വീണ്ടും ചെക്ക് ചെയ്യാനാണ്. അപ്പം ഞാൻ, നീ പറയുവാണ് ഞാൻ ദൈവമായിട്ട് ഉടമ്പടി വെച്ചിരിക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്താൽ അങ്ങനെ എനിക്കൊരു മുഴയില്ല പാസ്റ്ററെ. ദൈവം ആ മുഴ എന്നെ വിടുവിച്ചു. അപ്പം ഞാനത് വീട്ടിൽ, അപ്പം ഇവരെല്ലാം ആ സ്കാനിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് എൻ്റെ മക്കളും ഹസ്ബൻഡൊക്കെ വെയിറ്റ് ചെയ്യും. ഇവിടെ ഞാൻ പറഞ്ഞു, കരഞ്ഞു പറഞ്ഞു, നിങ്ങളാരും എന്നെ അന്വേഷിച്ചില്ല, പക്ഷെ എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമായിട്ട് ഞാൻ ഇങ്ങനെ ഉടമ്പടി ചെയ്ത് ഇങ്ങനെ ഞാൻ സാക്ഷ്യവും പറഞ്ഞു ചർച്ചിൽ എന്നിട്ട്. അപ്പോൾ എന്നോട് അവർ പറയാ, ഞങ്ങൾ മമ്മി എന്തോരം വിഷമിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്, പക്ഷെ ഞങ്ങളും കൂടെ ഡിസ്ട്രസ് കാണിക്കുമ്പോൾ മമ്മി എന്തുമാത്രമായിട്ട് മാറും, ഞങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. അത് കാരണം ഞങ്ങൾ എൻ്റെ മമ്മിയോട് ഇത് ചോദിക്കത്തില്ല, ഞങ്ങൾ തീരുമാനം എടുത്ത് വെച്ചിരിക്കുന്നത് അമ്മയോട് ഇത് ചോദിക്കത്തില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനപ്പം തീരുമാനം എടുത്തു, ഞാൻ നിങ്ങളോടും പറഞ്ഞു എൻ്റെ ദൈവത്തോടെ മാത്രം, പക്ഷേ ദൈവം എന്നിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് അവരെന്നോട് ചോദിക്കുമ്പോൾ വീണ്ടും ഞാൻ ഡിസ്ട്രസ് ആവില്ലെന്ന് ഓർത്ത് അവരത് മറച്ചു വെച്ച് എന്നെ. അങ്ങനെ എനിക്കാണെങ്കിൽ എനിക്ക് സിവിയർ ഓസ്റ്റിയോപൊറോസിസ്, എൻ്റെ നട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര വയറ്റ് വേദനയാൽ ഈ വാസ്കുലൈറ്റിസും ഇതെല്ലാം വന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ അതിൻ്റെ ഫ്ലെയറപ്പ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ കഴിയും. അപ്പം എനിക്ക് വയറ്റിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേദനയാണ്. അതിന് പോയി ജീപ്പിൽ എടുത്തു. അപ്പം എനിക്ക് ഭയങ്കര കാൽസ്യമാണ്, എൻ്റെ ബ്ലഡിൽ ഭയങ്കര കാൽസ്യമാണ്. അതുകൊണ്ട് കാൽസ്യം ഒത്തിരി കൂടുതലായ കാരണം ഓസ്റ്റിയോപൊറോസിസിന് ട്രീറ്റ് ചെയ്യാൻ അവർ കാൽസ്യം സപ്ലിമെൻറ്റ്, എല്ലിന് കാൽസ്യം ആവശ്യമാണല്ലോ, അപ്പോൾ അത് തരാനായിട്ട് പറ്റത്തില്ല, കാൽസ്യത്തിൻ്റെ ഹൈ ലെവല് ബ്ലഡിലുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് അവർ ഡയഗ്നോസ് ചെയ്തു, എനിക്ക് ഹൈപ്പർ പാരാതൈറോയിഡിസം ആണ്. അങ്ങനെ ആ ഹൈപ്പർ പാരാതൈറോയിഡിസത്തിന് സർജറി ചെയ്യാൻ വേണ്ടി, ഹൈപ്പർ പാരാതൈറോയിഡിസം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. എനിക്ക് ന്യൂക്ലിയർ സയൻസ് സ്കാന്, CT സ്കാന്, അൾട്രാസൗണ്ട് സ്കാൻ ഇതെല്ലാം ചെയ്തു. പക്ഷെ അവർക്ക് എൻ്റെ പാരാതൈറോയിഡ് ഗ്ലാൻഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അതിങ്ങനെ നീണ്ടു പോരും 9 മാസമായി. അപ്പം ഡോക്ടർ പറഞ്ഞു, ലിസി ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഞങ്ങളുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ പറ്റും. അങ്ങനെ നിൻ്റെ ഒരു ഗ്ലാൻഡെങ്കിലും എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കാൽസ്യം സപ്ലിമെൻറ്റ് കഴിക്കാൻ പറ്റും. അപ്പം നിൻ്റെ കാൽസ്യം ലെവൽ അങ്ങനെ കുറയും. ആ ഗ്ലാൻഡാണല്ലോ ഇത് ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ സർജറിക്ക് പോയി. പക്ഷേങ്കിൽ ഈ 9 മാസവും ഞാൻ ദൈവത്തോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ഹിതം അല്ലെങ്കിൽ എന്നെ ഒരു സർജറിക്ക് അയക്കില്ലേ എന്ന് ഞാൻ വളരെ ശക്തമായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേങ്കിൽ ആ സർജറിയുടെ കാര്യങ്ങളെല്ലാം വന്ന് അങ്ങനെ സർജറിക്ക് പോകും. അപ്പം ദൈവത്തിൻ്റെ ഹിതമായിട്ടാണ് എല്ലാം, അങ്ങനെ ഒരു ഫേവറായിട്ടാണ് അങ്ങനെ നടക്കുന്നത്. ഞാൻ സർജറിക്ക് പോയി. അവരെൻ്റെ സർജറിക്ക് തന്നെ രാവിലെ ആദ്യത്തെ ഫസ്റ്റ് കേസ് ആയിട്ട് അവർ കയറ്റി. അവർ എന്നോട് പറഞ്ഞിരുന്നത്, ഇത് നിനക്ക് ഡേ കേസാ, 2 മണിക്കൂറത്തെ സർജറിയാണ്, അത് കഴിയുമ്പം റിക്കവറി എല്ലാം കഴിയുമ്പോൾ വീട്ടിൽ പോകാം അങ്ങനെ പറഞ്ഞു. അങ്ങനെ രാവിലെ ആദ്യത്തെ കേസായിട്ട് അവരെന്നെ പോയി എടുത്തു. അവർ എക്സ്പ്ലോർ ചെയ്ത് 2 മണിക്കൂറായിട്ട് അവർക്ക് പാരാതൈറോയിഡ് ഗ്ലാൻഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ വേറൊരു സർജനെയും കൂടെ അവർ ഹെൽപ്പിന് വിളിച്ചു, അനസ്തേഷ്യ എക്സ്റ്റെൻഡ് ചെയ്തു. വീണ്ടും അവർ 2 മണിക്കൂറിന്, അങ്ങനെ 4 മണിക്കൂറിലേക്ക് എൻ്റെ സർജറി എക്സ്റ്റെൻഡ് അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ വല്ലാത്ത അവസ്ഥയിലേക്കായി. അപ്പോൾ അവർക്ക് പിന്നെ സർജറി അന്നേരം സ്റ്റോപ്പ് ചെയ്യേണ്ട, എൻ്റെ
ബ്രീത്തും ബ്ലഡ് പ്രഷർ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര അബ്നോർമലായിട്ട് മാറി. അങ്ങനെ അവർ ആ സർജറി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ആ സർജറി എനിക്ക് ഭയങ്കര ഫെയിലിയർ ആയിപ്പോയി. അങ്ങനെ ഞാൻ അപ്പോൾ അവരെന്നെ റിക്കവറി എന്നെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാനെല്ലാം ഒത്തിരി താമസിച്ചു. വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ്. അതേ സമയത്ത് ഞാൻ 3 മണിയൊക്കെ അല്ലെ ഉച്ച കഴിയുമ്പോൾ വീട്ടിൽ വരേണ്ട ഞാൻ 6 മണിയായിട്ട് എന്നെ റിക്കവറിയിൽ നിന്ന് പോലും ആക്കിയിട്ടില്ല. അങ്ങനെ അവരപ്പോൾ എൻ്റെ ബ്ലഡ് പ്രഷർ എല്ലാം ഒത്തിരി ഡ്രോപ്പ്, ഓക്സിജൻ എല്ലാം വേണം, അങ്ങനെ എല്ലാം ആയിട്ടൊരവസ്ഥയിലാണ്. പക്ഷേങ്കിൽ അവർ 2 മണിക്കൂർ കഴിയുമ്പം കഴിഞ്ഞ് സർജറിയും പിന്നെ റിക്കവറി കഴിഞ്ഞ് വീട്ടിൽ പോരാന്ന് പറഞ്ഞാൽ അച്ഛന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് കറക്റ്റ് സമയത്ത് മെഡിക്കേഷൻ കഴിക്കണം. അത് നമ്മൾ രാത്രിത്തെ മെഡിസിൻ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ബ്ലഡ് പ്രഷർ അപ്പോൾ എനിക്ക് 90 അവിടെ വന്നു. അപ്പം 90 ഒക്കെ മതി എനിക്ക്, അങ്ങനെ ഞാൻ ഓർത്തു. അപ്പോൾ എനിക്ക് പക്ഷേ എന്നെ അല്ല ചിന്തിക്കുന്നത്, എനിക്ക് അച്ഛൻ്റെ കാര്യത്തില്ല. പക്ഷേ അച്ഛൻ കറക്റ്റ് സമയത്ത് മെഡിസിൻ, ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഒരു 50 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു നേഴ്സല്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ ഡിസ്ചാർജ്, അപ്പോൾ അവരെന്നെ തീരുമാനിച്ച് എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യുന്നില്ല, എന്നെ അവരുടെ ഒബ്സർവേഷന് വെക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് എത്രയാണേലും വീട്ടിൽ പോകണം, എനിക്ക് എന്നെ കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് അച്ഛൻ്റെ മെഡിസിനെ കൊണ്ടുവന്നിട്ടില്ല, നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങനെ. അപ്പോൾ പക്ഷേ ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കോംപ്ലിക്കേഷൻ എല്ലാം എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എന്നോട് പറഞ്ഞു എൻ്റെ സർജറി ഫെയിലായി, വി ആർ വെരി സോറി ടു സേ ദാറ്റ്, പക്ഷേങ്കിൽ അതുകൊണ്ട് നിനക്ക് അനസ്തേഷ്യ എല്ലാം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു, സർജറി സമയമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയല്ല ആയത്. ബട്ട് അതുകൊണ്ട് നീ ഇന്ന് ഈ രാത്രി ഇത്രയും പ്രോബ്ലമാറ്റിക് ആയ കാരണം നീ സ്റ്റേ ചെയ്യണം. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് നിനക്കറിയാം എന്നെക്കാട്ടിലും കറക്റ്റ് മെഡിസിൻ എടുക്കുക, മെഡിസിൻ കൊണ്ടുവന്നിട്ടില്ല, പോകണം ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു ഞാനൊരു നേഴ്സല്ലേ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും അന്നേരെ, അതുകൊണ്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അവർ ആ എഗ്രിമെൻറ്റിൽ എന്നെ വിട്ടു. എൻ്റെ പാസ്റ്ററെ പിറ്റേ ദിവസം രാവിലെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കിടിടാന്ന് ഭയങ്കര പനിയായി. എൻ്റെ ഈ കഴുത്തെല്ലാം ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് കൊണ്ട് ഇങ്ങനെ തൂങ്ങി. ഞാൻ സെപ്സിസാ. ഉടനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ ഐ ആം നോട്ട് സർപ്രൈസ്ഡ്, കാരണം എൻ്റെ സർജറി അത്ര ബാഡായിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ ഇവിടെ ഒന്നും അനക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് അവർ വീണ്ടും ഇത് റീ ഓപ്പൺ ചെയ്തിട്ട് ബ്ലഡ് ക്ലോട്ട്സ് അതെല്ലാം റിമൂവ് ചെയ്യണം. അപ്പം വെള്ളിയാഴ്ച അന്ന് അപ്പോഴത്തേക്കും വീണ്ടും എന്നെ സ്കാനിങ്ങിന് വിട്ടു. അവർ ആ സ്കാൻ അൾട്രാസൗണ്ട് ചെയ്ത് അവർക്ക് ആ ക്ലോട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അൾട്രാസൗണ്ട് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഇത് ഇത്രയും റെഡായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, അപ്പം നമുക്ക് ആ അത്രയും ഇൻഫ്ലെയിം ചെയ്തിരിക്കുന്നതിനകത്ത് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ തല മിണ്ടാനോ ഇവിടെ ഒന്നും അനക്കാനോ ഒന്നും പറ്റത്തില്ല. എനിക്ക് പാരസിറ്റമോൾ അല്ലാതെ ഒരു മെഡിസിൻ കഴിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഓപ്പിയേഡ്സ് ഇങ്ങനത്തെ നാർക്കോട്ടിക് ഡ്രഗ്സ് എല്ലാം എനിക്ക് ഭയങ്കര അലർജി, എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരു സ്ട്രോങ് പെയിൻ കില്ലർ പോലും തരാം, എനിക്ക് മിണ്ടാൻ അങ്ങനത്തെ അവസ്ഥയാണ്. അങ്ങനെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് തിങ്കളാഴ്ച വരെ IV ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് റീ ഓപ്പൺ ചെയ്യാം, അതുവരെ ഈ എന്തെങ്കിലും ഒന്ന് മാറ്റം പറ്റാം. അപ്പോൾ അവർ അതിനുവേണ്ടി എഗ്രി ചെയ്തു. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും എൻ്റെ പാസ്റ്റർ എനിക്കിങ്ങനെ 2012 വാസ്കുലൈറ്റിസ് വന്ന് പിന്നെ എനിക്ക് അങ്ങനെ പലപ്പോഴെങ്ങാനൊക്കെ ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നില്ല. അന്ന് എനിക്ക് വാസ്കുലൈറ്റിസ് ആ സെയിം പർപ്പറയല്ല എൻ്റെ മേത്ത് ഇങ്ങനെ ഉണ്ടായി. അത് കണ്ട് എനിക്ക് ഭയങ്കര ഡിസ്ട്രെസ് ആയിപ്പോയി. കാരണം ദൈവമേ വീണ്ടും അത് തിരിച്ചു വന്നു. അപ്പം ഡോക്ടറെ വന്ന് കണ്ടു. ഇപ്പം നമുക്ക് പഴയതല്ല, ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, കീമോ ട്രീറ്റ്മെൻ്റ് ആണ് ഈ വാസ്കുലൈറ്റിസും തരുന്നത്. അതൊക്കെ കീമോ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ അറിയാം അതൊക്കെ എത്ര ഡിഫിക്കൽട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നെ അതിനകത്ത് കൂടി ഒന്നും വിടണ്ട, കാരണം എനിക്കിങ്ങനെ ഞാൻ എന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് വേദന കാരണം കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ കരയുമ്പം ആ ഡോക്ടർ ചോദിച്ചു അവളെ, അപ്പം ഞാൻ പപ്പായ എന്നെ വിസിറ്റിംഗ് ടൈം ആയല്ലോ, പപ്പാനെ വിളിച്ചു. ഞാൻ പറഞ്ഞു പിള്ളേരെ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കുക, അമ്മൂനെ എനിക്കൊന്ന് കാണണം, എൻ്റെ മോളെയും കാണണം, എന്നിട്ട് എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് അത്ര വേദന വെച്ചാൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് അത് എന്തൊക്കെയോ ആയി. അപ്പം എൻ്റെ ഈ ഓട്ടോഇമ്യൂണിറ്റിയിലെല്ലാം എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എല്ലാം ബാധിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വേറെ ഒരു ലോകം പോലെയായി എനിക്ക് എല്ലാ കാര്യങ്ങളും. അങ്ങനെ പിന്നെ ഞാൻ അവിടെ അങ്ങനെ കിടന്ന് എനിക്ക് IV ആൻറ്റിബയോട്ടിക് എല്ലാം എടുത്ത്, പിന്നെ അവരെനിക്ക് വേറെ IV സൈക്ലിസിൻ മെഡിസിൻ തന്നുകൊണ്ട് എനിക്ക് ഓപ്പിഡ്സ് തന്നു. പക്ഷെ അതൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ വേറൊരു ലോകത്തിലാണ്, ഞാനൊരു ഫെയറി വേൾഡാണ്. അത് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക. എനിക്ക് ഭയങ്കര വേദന കൊണ്ട് നിൽക്കത്തില്ല, എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ തല എവിടെയെങ്കിലും ഒന്ന് മുട്ടിച്ച് കടക്കാനോ ഒന്നും പറ്റില്ല, ഇങ്ങനെ ഇരിക്കാനോ പറ്റില്ല, എത്ര നേരം ഇരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ അപ്പം ചർച്ചിലെല്ലാവരും വരികയും കാണുകയും പ്രാർത്ഥിക്കുകയും എല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞായറാഴ്ച വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ കൂടെ ഇരിക്കാൻ വന്ന്, അച്ഛൻ ചർച്ചിൽ പോകുന്നില്ല, നമുക്ക് സൂമിലിരിക്കാം. ഞാൻ പറഞ്ഞു അച്ഛൻ ചർച്ചിൽ പോകും, ഞാൻ ഇവിടെ തന്നെ, എനിക്കൊരു കുഴപ്പമില്ല, ഈ വേദനയല്ലേ ഉള്ളൂ, അതിപ്പം അച്ഛൻ ഇവിടെ ഇരുന്നാലും ഇല്ലല്ലോ എനിക്ക് വേദന തന്നെ വരും. അങ്ങനെ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ സുംപ്രയറിനകത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ
കയറിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ചായൻ പോയി. പക്ഷെ അന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ മുതൽ സിസ്റ്റർ എനിക്ക് വല്ലാത്ത മനപ്രയാസം. എനിക്ക് ഈ സർജറി ഫെയിലിയറായി ഈ വേദന പ്രയാസങ്ങളെല്ലാം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കൊരു നിരാശ വന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് ഞാൻ ബിറ്റർലി കരയുക. ഞാൻ കരഞ്ഞിട്ടെല്ലാം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, എന്തോരം പ്രാർത്ഥിച്ചു, എന്നിട്ട് നീ എന്നെ ഈ അവസ്ഥയിലൂടെ എന്തിനാ കടത്തിവിട്ടത്? ഈ സർജറി ഫെയിലായിരുന്നു നിനക്കറിയാലോ, നീ നാളുകളിൽ അറിയുന്ന ദൈവം എന്തിനാണ് ഇതിനകത്ത് കടത്തിവിട്ടത്? അങ്ങനെ എല്ലാം ഞാൻ ഭയങ്കര മാനസികമായിട്ട് തകർന്ന അവസ്ഥയിൽ ഞാനിങ്ങനെ ആ Zoom മീറ്റിങ്ങിന് ഇരിക്കുമ്പം ഞാൻ ആ Zoom മീറ്റിങ്ങിനകത്ത് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പയ്യനെ അങ്ങ് ഉറക്കത്തിലേക്ക് പോയി. അറിയാതെ ഞാൻ ഉറക്കത്തിലേക്ക് സ്ലിപ്പ് ചെയ്തും പാസ്റ്ററെ എനിക്ക് 2008 മുതൽ ദൈവം ഞങ്ങളെ നടത്തിയ ആ വഴികളെല്ലാം എനിക്കൊരു സ്ക്രീൻ പോലെ എനിക്ക് കാണാൻ പറ്റി. അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അപ്പം അങ്ങനെ ഞാൻ ദൈവത്തെ ഒന്നും അല്ല കാണുന്നത്, പക്ഷെ ഒരു വഴക്കത്തില്ല ഞാനിങ്ങനെ. അപ്പം അതെല്ലാം എനിക്ക് സ്പഷ്ടമായിട്ട് എനിക്കറിയാം ഞാൻ ചോദിക്കുന്നതും പറയുന്ന അതിനെനിക്ക് ഉത്തരം കിട്ടുന്നതല്ല. ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാ ഇങ്ങനെ ഇതിനകത്ത് കൂടെ കടത്തിവിട്ട? അപ്പം എനിക്ക് കിട്ടിയ ഉത്തരം 2008 മുതൽ ഇന്ന് വരെ നടത്തിയവൻ ഞാനാണ്, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഈ 2008 മുതൽ എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമയം വരെയും എന്നെ ദൈവം നടത്തി. പക്ഷേങ്കിൽ ഈ ഓപ്പറേഷനിലൂടെ എനിക്കൊരു വിടുതൽ കിട്ടിയെന്ന് പറയാനല്ല ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുക, എനിക്ക് ദൈവത്തിങ്കിൽ നിന്ന് വിടുതൽ ലഭിച്ചു എന്ന് പറയാൻ. കാരണം അത്ര വർഷങ്ങൾ എന്നെ ദൈവം നടത്തിയത്. അപ്പം ഈ ഓപ്പറേഷത്തിന് ഞാനാണേലും ചർച്ചിൽ പോയാണേലും മറ്റുള്ളവരോട് സാക്ഷി, ആ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ബെറ്ററായി എന്നല്ല, ഞാൻ മാനുഷികം എന്നല്ല, ഞാൻ അങ്ങനെ തന്നെയല്ലേ പറയത്തുള്ളൂ. അത് മാത്രമേ പറയൂ. പക്ഷേ എങ്കിൽ ദൈവം ആ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാൻ റെഡിയല്ല. അങ്ങനെ പറഞ്ഞു. ഞാൻ 2008 എനിക്ക് നടുവിനിങ്ങനെ വയ്യാതെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തെളിഞ്ഞു വരും. എനിക്ക് വയ്യാതെ ആകുമ്പം പ്രേയർ ഇങ്ങനെ കരഞ്ഞ് ഞാൻ ഒച്ചത്തിൽ ദൈവത്തോട് പറഞ്ഞ് കരയുന്ന വേർഡാ അത്. അങ്ങനെ ദൈവത്തിന്റെ ശക്തി ആ സമയത്ത് എന്നിലേക്ക് പകർന്ന് ദൈവം എന്നെ ഓരോ ദിവസവും നടത്തുന്നത് ആ ദൈവത്തിന്റെ ശക്തി എന്നെ പകർന്ന്. അങ്ങനെ ഞാൻ നടക്കുന്ന അന്ന് ദൈവത്തിന്റെ മഹത്വം ആർക്കും വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നീ എന്തിനാ ദൈവമേ എന്നെ ഈ സർജറിയിലൂടെ കടത്തി വിട്ടത്? അപ്പൊ എന്നോട് ദൈവാത്മാവ് എന്നെ സംസാരിച്ചെന്നറിയാവോ? ഈ സർജറി ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ എപ്പോഴും നീ പറഞ്ഞേനെ ആ സർജറി ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് കുറവായേനെ, ആ സർജറി ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് കുറവായേനെ. അങ്ങനെ എന്നോട് പറഞ്ഞത്, ആ സർജറി ചെയ്തായിരുന്നു എനിക്ക് കുറവായേനായിരുന്നു ഞാൻ എപ്പോഴും പറയും. അതുകൊണ്ടാണ് ഈ സർജറിയിലൂടെയും കൂടെ ഞാൻ കടത്തി വിടു വന്നത്. അപ്പം ഞാൻ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന് തന്നെ ദൈവം കൊടുക്കുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് കണ്ണു തെളിച്ചു. പിന്നെ ഞാൻ ചർച്ചിൽ അത് സാക്ഷ്യം പറഞ്ഞു. പിന്നെ എനിക്ക് ഇന്ന് വരെ പാസ്റ്ററെ അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ, എനിക്ക് മാനസികമായിട്ട് ഒരു പ്രയാസവും ഇല്ല, ഒരു ബുദ്ധിമുട്ടുള്ള ദൈവാത്മാവ് എന്നോട് ഞാനും അന്നേരം ഓർത്തു, ദൈവമേ ഈ 2008 മുതൽ എന്നെ ഉള്ളം കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടന്ന ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ആ സർജറിയിലൂടെ ഞാൻ ഭേദായെന്ന് ഞാനും പറയും. അത് തീർച്ചയായിട്ടും അത് പറയാനല്ല ദൈവം ഒരിക്കലും ആഗ്രഹം. എന്നെ ദൈവം ഇന്നും എനിക്ക് ആ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ദൈവം എന്നെ ഇന്നും ഒരു ഭാര്യയായിട്ട്, ഒരമ്മയായിട്ട്, ഒരു നേഴ്സായിട്ടെല്ലാം എന്നെ ആ നിലകളിലെല്ലാം ദൈവത്തിന്റെ മഹാകൃപ എന്മേൽ പകർന്ന് എന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് തന്നെ മഹത്വം. അപ്പം സർജറി കഴിഞ്ഞ് ഫെയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു, എന്നാൽ നിന്റെ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എവിടെയാന്ന്. അപ്പം നമുക്കത് അപ്പം എനിക്ക് പെറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഞാനത് ക്യാൻസൽ ചെയ്തു. ഞാൻ സർജറിക്ക് ഒന്നും ഇനി പോകുന്നില്ല, ദൈവാത്മാവിനോട് ശക്തമായി ഇടപെട്ടതാ, എനിക്ക് വിടുതലുള്ളത് ദൈവത്തിങ്കിൽ നിന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകുന്നത്. അന്ന് എന്നോട് ഡോക്ടറും പറഞ്ഞു, നീ ഒരു മിസ്റ്ററിയാന്ന് പറഞ്ഞു. നീ ഒരു മിസ്റ്ററിയാന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പം ഞാനൊരു മിസ്റ്ററിയാ, ദൈവം എന്നെ അത്ഭുതമായിട്ടും അതിശയകരമായിട്ടും സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ഡോക്ടർ എന്നെ നിർബന്ധിച്ച് വീണ്ടും എന്നെ പെറ്റ് സ്കാനിന് വിട്ടു. ഞാൻ അത് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തെങ്കിലും അങ്ങനെ വിട്ടപ്പോൾ എൻ്റെ ഈ റൈറ്റ് ക്ലാവിക്കലിൻ്റെ ബോണിൻ്റെ അടിയിൽ എൻ്റെ പാരതൈറോയ്ഡ് ഗ്ലാൻഡ് ഇരിക്കുന്നു, ഇവിടെ കഴുത്തേലിരിക്കേണ്ട സാധനം. അപ്പം ദൈവം എന്നെ അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ പക്ഷേങ്കിൽ അന്ന് ഡോക്ടർ പറഞ്ഞു, വീണ്ടും നമുക്ക് ഈ സർജറി. ഞാൻ പറഞ്ഞു, നോ മോർ സർജറി. അന്ന് ഞാൻ ആ ഡോക്ടർ പറഞ്ഞു, എന്നെ ദൈവം ഇന്ന് വരെ നടത്തി, ഇനി എനിക്ക് ഒരു കാലത്തും ഒരു സർജറിയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. ദൈവം എനിക്ക് ആയുസ് ഇട്ടിരിക്കുന്നവിടം വരെ എന്നെ നിലനിർത്തും, അത് കഴിയുമ്പോൾ എനിക്ക് അത്രയും മതി എനിക്ക്. അങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് ഞാൻ ഓർത്ത് വിഷമിച്ചിട്ടില്ല. അങ്ങനെ ഇതാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ ഭയങ്കര പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പം പക്ഷേ ആ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നില്ല എങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധം ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന നിത്യത, ആ ഓരോ കഷ്ടതയും നമ്മളെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ മനുഷ്യരായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉള്ളപ്പം നമ്മൾ ഈ ലോകത്ത്
ലോകത്തിലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, വിളിച്ച് വേർതിരിച്ചവൻ ആ നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ നിത്യത വരെ എത്തിക്കണമെങ്കിൽ നമ്മൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കടന്നു ആ ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവവചനം നമ്മളോട് തീർച്ചയായിട്ടും ദൈവവചനം നമ്മൾ എപ്പോഴും ധ്യാനിക്കണം. ദൈവം നമ്മളോട് തന്നിരിക്കുന്ന പ്രൊമിസസ് എപ്പോഴും നമ്മളെ ഉരുവിടാതെ എപ്പോഴും നമ്മൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം വിശ്വസ്തന, വാക്ക് മാറാത്തവനാ. പക്ഷേങ്കിൽ നമ്മൾ ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇതിനെല്ലാം താമസങ്ങൾ വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ദൈവം ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അതിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ട് അത് വരും നിശ്ചയം. പക്ഷെ നമ്മൾ പേഷ്യൻസ് ആയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ദൈവം എവറിത്തിങ് ഹീ ഈസ് ഡൂയിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. ആ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഈ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഏത് വേദനയിലൂടെ, പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ കടന്നു പോകുന്നത് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ദൈവം വിശ്വസ്തനാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ ദൈവത്തിന് വേണ്ടി നമ്മൾ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ആ കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ വചന ധ്യാനത്തിലൂടെ നമ്മൾ പോകണം. അപ്പം ദൈവം നമ്മൾക്ക് ഓരോ ദിവസവും ജീവിക്കുന്നതിന് ആവശ്യമാകുന്ന ദൈവകൃപ ആ വചനത്തിലൂടെ നമുക്ക് തരും. പ്രാർത്ഥനയിൽ നമ്മൾ ഉറ്റിരിക്കണം. ഏത് കാര്യവും നമ്മൾ ദൈവത്തിലോട് ചോദിക്കുക. അതുപോലെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്തുതിയും സ്തോത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാകുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. ആ ദൈവത്തോട് കൂടെ നടക്കുന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇത്രയും സമയം എനിക്ക് തന്ന പാസ്റ്ററോടും സിസ്റ്ററിനോടും ഒത്തിരി നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാം ധാരാളമായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിൽ സന്തോഷം സിസ്റ്ററെ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് പങ്കുവച്ചത്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഒത്തിരി രോഗങ്ങൾ, കഷ്ടങ്ങൾ, അതിൻ്റെ ഒരു പരമ്പര തന്നെ ഇങ്ങനെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരുന്നു. എന്നാൽ സിസ്റ്റർ ഇടയ്ക്കൊന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം ശരിക്കും നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത്. ഞാൻ നിന്നോട് കൂടിയിരിക്കുന്നു, ഞാൻ നിന്നെ കൈവിടത്തില്ലെന്നോ. നമ്മളെപ്പോഴും അത് വായിക്കുമ്പോൾ ഒരു സാധാ വേർഡ് പോലെ നമുക്ക്, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ആ ആഴം. അത് നമ്മളോട് പല ഡയമെൻഷനിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ഒരു വാക്കുകൾ മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു വചനത്തിന് ഓരോ പാസ്റ്റർമാരും വചനം സംസാരിക്കുക. സെയിം വചനമാണെങ്കിലും എത്ര രീതിയിലാണ് അത് വരുന്നത്, എത്ര മെസ്സേജുകൾ ആ ഒരു വചനത്തിൽ നിന്ന് വരുന്നത്. അതാ ദൈവവചനം. ദൈവവചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെക്കാട്ടിലും ചിലപ്പോൾ ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അപ്പോൾ ആ വചനം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ വളരെ ആപ്ലിക്കബിൾ ആകും. പല ആളുകളും ദൈവത്തെ നിഷേധിക്കുന്നവരുണ്ട്, ദൈവത്തിനെതിരെ പറയുന്നവരുണ്ട്. അവരൊക്കെ പറയുമോ ഈ ദൈവത്തിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ? പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞതുപോലൊരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ, അതായത് മെഡിസിൻ ഇല്ലാത്തൊരു രോഗം, ചികിത്സയില്ലാത്തൊരു രോഗം, വേദന അനുഭവിക്കുക, ഇനി അടുത്തെന്തോ ഡോക്ടർമാർ കൈപ്പൊക്കുക, അവരോട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെയാണ് ദൈവമക്കൾ വചനത്തിൽ ആശ്രയിച്ച് മടക്കൾ കാണുന്നത്. ഈ പറഞ്ഞ ആളുകൾ അവർ ഗിവപ്പ് ചെയ്യും, അവർ പരാജയപ്പെടും. അവരുടെ ലാസ്റ്റ് ഹോപ്പ് മെഡിക്കൽ എയ്ഡായിരുന്നു. അപ്പം മെഡിസിൻ അവരെ സഹായിക്കാൻ പറ്റുന്നില്ല, അവർക്കിനി അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. പക്ഷേ സിസ്റ്റർ ജീവിതത്തിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം എങ്ങനെ തൻ്റെ വിശ്വാസത്തെ മാനിച്ചു, ഓരോ രോഗങ്ങളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. ട്യൂമർ അപ്രത്യക്ഷമായ അതേ സാക്ഷ്യം പറയുമ്പോൾ തന്നെ ചികിത്സിക്കുന്ന സമയത്ത് ദൈവം ആ ചികിത്സ ഉപയോഗിച്ചു. അപ്പോൾ ഇതിലെല്ലാം ദൈവമാണ് ചെയ്യുന്നത്. നമ്മളെല്ലാ മഹത്വം കർത്താവിനാണ് കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹസ്ബൻഡിൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിൻ്റെ ആ ഒരു അനുഭവങ്ങളൊക്കെ അസാധാരണ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട അനുഭവങ്ങളാണ്. ദൈവത്തിൻ്റെ കരുതൽ, ആ വിഷയത്തിലൊക്കെയുള്ള ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ തലയിലെ ഒരു മുടി പോലും ദൈവം എണ്ണി അറിയുന്നതെന്ന്. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് നിയന്ത്രണത്തിലാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുക. ആ കർത്താവ് ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. മകൾ ഡോക്ടറാണ്, പക്ഷേ ആ ഡോക്ടറായ മകൾ പോലും നമ്മുടെ ട്യൂമറിൻ്റെ വിഷയത്തിൽ മാനുഷികമായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു മണ്ഡലത്തിൽ ദൈവപ്രവൃത്തി കാണാൻ തക്കോണം, ഹ്യൂമൻ റീസണിങ്ങിന് ഒതുങ്ങാത്തൊരു ദൈവപ്രവൃത്തി കാണുവാൻ തക്കോണമൊക്കെ ദൈവം
സഹായിച്ചു. അവളും അങ്ങനെയാ പാസ്റ്ററെ. അവള് ചെറുപ്പം മുതലേ ഞങ്ങളുടെ ഈ കഷ്ടതയും പ്രയാസവും കണ്ടു വളർന്നതുകൊണ്ട് അവളൊരു മോർ ദാൻ മച്ചുറാ എപ്പോഴും. അവളിൽ നിന്നാണ് ഞാൻ ഒത്തിരി ദൈവവചനം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. ഞാൻ അവളുടെ അടുത്ത് കംപ്ലൈന്റ് പറയാൻ അതുകൊണ്ട് അപ്പം അന്നേരം അവൾ എന്നോട് ചോദിക്കും, മമ്മിയുടെ വിശ്വാസം എവിടെയെന്ന് എന്നോട് ചോദിക്കും. കാരണം അവളെ ദൈവം നടത്തിയത് ആ ചെറുപ്പം മുതലേ അവൾ ആ മരണഭീതിയിൽ അവളുടെ പപ്പായും മമ്മിയും നഷ്ടപ്പെടുമെന്നുള്ള രീതിയിൽ അവള് ഞങ്ങളെ കഴിഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് മച്ചുറ. അതുകൊണ്ടാണ് അവള് എന്നോട് ചോദിക്കാതിരിക്കുന്നത്. പക്ഷെ ഞാൻ അവളോട് അത് ചോദിച്ചു കഴിഞ്ഞാല് അവളിൽ ഞാൻ ഒത്തിരി പഠിക്കാൻ പറ്റും. അവള് നമ്മളോട് വചനത്തിലൂടെയൊക്കെ ഒത്തിരി സംസാരിക്കും. ആ രീതിയിലാണ് അവളെ ദൈവം വളർത്തിയത്. കാരണം ദൈവത്തിന്റെ ഒരു പ്രത്യേക പർപ്പസ് ആയിരിക്കും അവളുടെ ജീവിതത്തിലും ഉള്ളതെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവള് ചർച്ചിലെ എല്ലാ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ആക്റ്റീവാണ്. യൂത്തിന്റെ മൂവ്മെന്റിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ. അതുകൊണ്ട് അവള് പർപ്പസിൽ എൻ്റെ അടുത്ത് ചോദിക്കാതിരുന്നത്. അപ്പൊ അവൾക്ക് എന്നെക്കാട്ടിലും വിശ്വാസമുണ്ട് ദൈവത്തില്. അവൾ ഒത്തിരി വിടുതലുകൾ അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ചുള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്നും മമ്മി ദൈവം വിടിവിക്കുമെന്ന് അവൾക്ക് എന്നെക്കാട്ടിലും വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് അവള് ചോദിക്കാത്തത്. ദൈവം മകളെ അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ, അനേകർക്ക് ബ്ലെസ്സിങ് ആക്കട്ടെ എന്നൊക്കെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. എന്താണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ചർച്ച് അവിടെ ഉണ്ടാകുവാൻ, അത് നമുക്കും ബ്ലെസ്സിങ് ആകുവാൻ, അനേകർക്ക് ബ്ലെസ്സിങ് ആകാനൊക്കെ ദൈവം സഹായിച്ച് എല്ലാ ദേശങ്ങളിലും നല്ല സഭ ഉണ്ടാകണം. സഭ ഈ ഭാരങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർക്കൊരു വലിയ ആശ്വാസത്തിൻ്റെ തുരുത്ത, ഒരു എലിയുമാണ്. മരുഭൂമിയിലൂടെ വരുന്നവർക്ക് കിട്ടുന്ന നീരുറവ ചർച്ച്. ഞാനങ്ങ് പ്രാർത്ഥിക്കുക, എല്ലാ പട്ടണങ്ങളിലും നല്ല സഭകളുണ്ടാകണം. ആ പട്ടണത്തിന് അനുഗ്രഹമാകുന്ന സഭകളുണ്ടാകണം. യൗവനക്കാർക്ക് ബ്ലെസ്സിങ് ആകുന്ന സഭകളുണ്ടാകണം. പല ചർച്ചകളിലും യൗവനക്കാർ പോയിരുന്ന് വെറുതെ ഉറങ്ങുകയാണ്. അവർക്കൊന്നും കിട്ടുന്നില്ല അവിടുന്ന്. അവർ നിരാശരാണ്. ലോകത്തിൽ അവർക്കൊത്തിരി ചലഞ്ചസ് ഉണ്ട്. പക്ഷേ ചർച്ചുകൾ പലപ്പോഴും അവരെ കേറ്റർ ചെയ്യാൻ പറ്റാതെ പോകുന്നു. എല്ലാ പട്ടണങ്ങളിലും നല്ല ചർച്ചുകൾ ഉണ്ടാകട്ടെ, നല്ല ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഒരു അന്ത്യകാല ഒരു ഉണർവ് എല്ലാ പട്ടണങ്ങളിലും ഉണ്ടാകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഇത്രയും സമയങ്ങൾ ഞങ്ങളോട് സംസാരിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം സിസ്റ്ററെ. നമുക്ക് പ്രാർത്ഥിച്ച് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സിസ്റ്റർക്ക് തന്നെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാൽ അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പാ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ മക്കളാകുന്ന കർത്താവേ, അപ്പച്ച പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന് തിരുമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതം എന്ന ഭാഗ്യത്തിനായി സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. നീ ഞങ്ങളെ നടത്തിയ വഴികളെയൊക്കെ ഞങ്ങൾക്ക് വർണ്ണിക്കുവാൻ സ്വർഗം ഇടയാക്കിയതിനായി സ്തോത്രം പിതാവേ. അപ്പാ പിതാവേ, അപ്പച്ച പിതാവേ, ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ അവരുടെ ജീവിതത്തിൽ അത് കർത്താവ് വലിയ അനുഗ്രഹം കർത്താവ് മാറ്റണം, അനേക വിടുതലിന് കാരണമാക്കി മാറ്റണമേ കർത്താവേ. അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, അവരുടെ പ്രാർത്ഥന ജീവിതത്തിന് ഒരു മാറ്റം വരുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമേ കർത്താവേ, അപ്പച്ച പിതാവേ. അനേക അത്ഭുതങ്ങൾ കർത്താവേ, അപ്പച്ച പിതാവേ, ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തികളെ അറിയുവാൻ കർത്താവേ അപ്പാ നീ അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, പിന്നെ ഇപ്പോൾ ആശ്ന സിസ്റ്ററിനും കുഞ്ഞുങ്ങൾക്കുമായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ നടത്തുന്ന ഈ ശുശ്രൂഷയെല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ദൈവവചനം കടന്നു ചെല്ലുവാന്, ദിനംതോറും അനേകർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ തിരുസന്നിലേക്ക് കടന്നു വരുവാന്, അനേകായിരങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിന്, വിശ്വാസ ജീവിതത്തിന്, കർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾക്കെല്ലാം മാറ്റം വരുവാൻ തക്കവണ്ണം കർത്താവേ ഈ പ്രവർത്തനത്തെ കർത്താവ് അനുഗ്രഹിച്ച് മാനിച്ച് വിശാലതയിലേക്ക് വീണ്ടും നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ തിരുക്കരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എല്ലാം കർത്താവ് കേട്ടതിനായി സ്തോത്രം, യേശുവിൻ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ പേരും നമ്മളോടൊപ്പം കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിസ്റ്ററിന് മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൊണ്ട് ഞങ്ങളുടെ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ കുടുംബമായിട്ട്. വളരെ ഒത്തിരി അത്ഭുത വിടുതലിൻ്റെ വലിയൊരു പട്ടിക പോലുള്ള സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ കർത്താവിനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. വലിയ അത്ഭുത വിടുതലാണ് നമ്മൾ കേട്ടത്. നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്താൽ, എന്തെങ്കിലും രോഗത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ വിഷയത്തെ സമർപ്പിക്കുക. പ്രിയ സിസ്റ്റർ കുടുംബത്തിൽ കർത്താവ് അയച്ച വിടുതൽ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് തീർച്ചയായിട്ടും അയക്കും. പ്രൈസ്. താങ്ക് യു സിസ്റ്റർ. എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു.